ഒരു സ്കൂളിന്റെ അരികിലെ തടാകത്തിലെ രാക്ക എന്ന ഒരു ആത്മാവുണ്ടെന്ന് ആ നാട്ടിലെ പലരും വിശ്വസിക്കുന്നുണ്ട്. അതേ തടാകത്തിലെ ആ സ്കൂളിലെ ഒരു പെൺകുട്ടിയുടെ ബോഡി പൊന്താണ്. ആ കൊലപാതകത്തിന് പിന്നിലെ ആരായിരിക്കും? അവളെ വൺ സൈഡായിട്ട് പ്രണയിക്കുന്ന നായകനും കൂട്ടുകാരും കൂടി ആ രഹസ്യം തേടി ഇറങ്ങുകയാണ്. പിന്നീട് റിവീൽ ആവുന്നത് ഷോക്കിംഗ് ത്രില്ലിങ്ങും ഒരു ലോഡ് ട്വിസ്റ്റുകളാണ്. ഉറപ്പായിട്ടും ഈ ഒരു അടിപൊളി സീരീസ് നിങ്ങളെ നിരാശപ്പെടുത്തില്ല. ഈ ഒരു കഥയ്ക്ക് എത്ര റേറ്റിംഗ് കൊടുക്കാൻ പറ്റും, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പറഞ്ഞാൽ മതി. ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി കണ്ടുപിടിക്കാൻ എനിക്കൊരു മോട്ടിവേഷനായിട്ട് എല്ലാ കൂട്ടുകാരും മറക്കാതെ ഇപ്പൊ തന്നെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. കഥ ഇഷ്ടപ്പെട്ടാൽ കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും ഇതിലും അടിപൊളി കഥകൾ കാണാനായിട്ട് ട്വിസ്റ്റ് മലയാളം എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ തുടങ്ങല്ലേ. ഈ കഥയുടെ തുടക്കത്തിലെ ഏതോ ഒരു പെൺകുട്ടി വല്ലാതെ ഭയന്ന് അർദ്ധരാത്രി ഒരു കാട്ടിലൂടെ എങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് അവളുടെ പിന്നാലെ ഏതോ ഒരുത്തനില്ലേ മുഖത്ത് വെള്ള ചായൊക്കെ തേച്ചിട്ട് അവൾ ഉപദ്രവിക്കാൻ വരികയാണ്. ഇനിയിപ്പോ ഇവൻ വല്ല സൈക്കോയാണോ എന്നറിയില്ല. അവൻ പറയുന്നുണ്ട്, താര, നീ ഇനി എങ്ങോട്ട് പോയാലും എന്റെ അടുത്ത് നിന്ന് നിനക്ക് രക്ഷപ്പെടാനേ പറ്റില്ല. അവരുടെ അടുത്തുനിന്ന് എങ്ങനെയൊക്കെയോ ഓടി ഒളിക്കാൻ നോക്കുമ്പോൾ അവൾക്ക് കഴിയുന്നില്ല. അവസാനം അവന്റെ മുമ്പില് താര പെട്ടുപോവാണ്. ഇവന്റെ പേരാണ് വ്യോം. പേടിച്ച് താര പറയുന്നുണ്ട്, നിനക്ക് എന്താ വേണ്ടേ? എന്ത് വേണമെങ്കിലും ഞാൻ ചെയ്യാം, എന്നെ വെറുതെ വിട്ടേക്ക്. അപ്പോ വ്യോമില്ലേ, ആഹാ, നീ എനിക്ക് വേണ്ടി എന്തും ചെയ്യോ? അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്യ്, എനിക്ക് നിന്റെ ഡയറി വേണം. അപ്പോ താര, എന്ത് ഡയറിയോ? ഡയറി കാണോടാ നീ എന്നെ ഇങ്ങനെ ഭയപ്പെടുത്തിയേ? അപ്പോഴാണ് പെട്ടെന്ന് ഏതൊരു ഞെട്ടി എഴുന്നേൽക്കുന്നത്. അതായത് ഇവൻ തന്നെയാണ് വ്യോം. അതുമാത്രല്ല നമ്മുടെ ഈ കഥയിലെ നായകൻ. സാറോനെ ഞെട്ടി എഴുന്നേൽപ്പിച്ചിട്ട് എന്ത് ഡയറി താന്നൊക്കെയാ നീ പറഞ്ഞ്? അപ്പോഴാണ് വ്യോമിന് മനസ്സിലാവുന്നത്, ഓഹോ, അപ്പൊ കുറച്ചു നേരത്തെ ഞാൻ കണ്ടതൊക്കെ സ്വപ്നമായിരുന്നല്ലേ. സാറാണെങ്കിൽ എപ്പോ വന്നാലും ക്ലാസ്സൊക്കെ കിടന്നിങ്ങനെ ഉറങ്ങിക്കാട്ടാ. സത്യം പറടാ, നീ ആരെയാ സ്വപ്നം കണ്ടുകൊണ്ടിരുന്നേ? ഏതോ പെൺകുട്ടിയാന്ന് മനസ്സിലായിട്ടുണ്ട്. എന്നാല് വ്യോം അതിനെ കുറിച്ച് ഒന്നും പറയുന്നില്ല. ഓഹോ, നിന്നോട് ഞാൻ ചോദിച്ചാല് മറുപടി പറയാൻ പറ്റില്ല അല്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യ്, താനെ നേരെ പോയിട്ട് പ്രിൻസിപ്പളിനോട് പറഞ്ഞാൽ മതി. പ്രിൻസിപ്പളിനെ കണ്ട ശേഷം ക്ലാസ് കയറ്റണോ വേണ്ട ഞാൻ തീരുമാനിക്കാം. അവനും പ്രിൻസിപ്പളിനെ കാണാൻ പോകുമ്പോ ക്ലാസ്സിലെ എല്ലാ കുട്ടികളും അവനെ കളിയാക്കാണ്. അതായത് ഇത് ആദ്യമായിട്ടൊന്നുമല്ല, ഇടക്കിടക്ക് ഇതുപോലെ വ്യോമ സ്വപ്നം കണ്ടിട്ടുമുണ്ട്. സാറ് പണിഷ്മെന്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വ്യോമ പറയുന്നുണ്ട്, എനിക്ക് ഈ ക്ലാസ്സിൽ ആകെ ബെസ്റ്റ് ഫ്രണ്ടായിട്ട് 4 ആൾക്കാരേ ഉള്ളൂ. അതിൽ ഒരാളുടെ പേര് ശീതൾ. പേര് കേൾക്കുമ്പോൾ പെൺകുട്ടിയെന്ന് കരുതണ്ട, അവനൊരു ആൺകുട്ടിയാണ്. പിന്നെ 2 ട്വിൻ ബ്രദേഴ്സ്. അതിൽ ഒരാളുടെ പേര് സെൽവിൻ, ഒരാളുടെ പേര് ഫ്രാങ്ക്ലിൻ. അടുത്തതും അവസാനമായിട്ട് ഒരു പെൺകുട്ടി, ഇവളുടെ പേര് ആനന്ദി. എന്നാൽ ആനന്ദിക്ക് അവളുടെ മനസ്സിൽ അവളൊരു പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ എന്ന് മനസ്സിലാവാത്തൊരവസ്ഥയാണ്. എന്നാലും അവൾക്ക് ഒരു ആൺകുട്ടിയുടെ പേര് കേൾക്കാൻ ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആനന്ദി എന്നല്ല, ആനന്ദ് എന്ന് വിളിച്ചാൽ മതി എന്നാണ് അവൾ പറയാറ്. അങ്ങനെ 4 ഫ്രണ്ട്സ് മാത്രമാണ് നമ്മുടെ വ്യോമിന് ആ ക്ലാസ്സിലുള്ളത്. അങ്ങനെ വ്യോമ് നേരെ പ്രിൻസിപ്പളിനെ കാണാൻ പോകുമ്പോൾ ഓപ്പോസിറ്റ് സീനിയർ സ്റ്റുഡൻസ് വരികയാണ്. അവർ വരുമ്പോഴും നമ്മുടെ വ്യോമിനെ ചൊറിഞ്ഞുകൊണ്ട് എന്താടാ പാലും കുപ്പി എന്നൊക്കെ വിളിച്ചിട്ടാണ് പോകുന്നത്. എന്നാല് വ്യോമിനെ ആരൊക്കെ എന്തൊക്കെ വിളിച്ച് കളിയാക്കിയാലും അവനതൊന്നും വലിയ സീരിയസ് ആയിട്ട് എടുക്കാറില്ല. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ക്ലാസ്സിലേക്ക് അവൻ ആരെ ഏന്തി നോക്കുന്നുണ്ട്. അത് വേറെ ആരുമല്ല, നമ്മുടെ വ്യോമ പ്രണയിക്കുന്നത് ഒരു സീനിയർ ആയിട്ടുള്ള പെൺകുട്ടിയാണ്. അവളുടെ പേരാണ് താര. അതായത് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടില്ലേ, അതേ പെൺകുട്ടി തന്നെ. എന്നാൽ അവൻ ക്ലാസ്സിൽ നോക്കുമ്പോൾ താരയുള്ള സീറ്റിൽ അവളില്ല. ക്ലാസ്സിൽ മുഴുവൻ നോക്കിയപ്പോഴും അവളിന്ന് വന്നിട്ടില്ല. അല്ല, അവൾ എന്തായിരിക്കും വരാത്തെ? എന്തായാലും അതൊന്ന് കണ്ടുപിടിക്കണല്ലോ. അങ്ങനെ വ്യോമ നേരെ പോകുന്നത് നമ്മുടെ പ്രിൻസിപ്പളിനെ മീറ്റ് ചെയ്യാനാണ്. അപ്പോൾ വ്യോമിന്റെ വോയിസിൽ വ്യോമ പറയുന്നുണ്ട്, നിങ്ങൾ കരുതുന്ന പോലെ ഇവര് ഈ സ്കൂളിന്റെ വെറും പ്രിൻസിപ്പൾ മാത്രമല്ല, എന്റെ അമ്മയാണ്. അമ്മയുടെ പേര് ആനി. ഓൾറെഡി നമ്മുടെ സാറ് കാര്യങ്ങൾ പറഞ്ഞിട്ടില്ലേ. അപ്പോൾ അമ്മയാണ് ഉപദേശിക്കാണ്, ക്ലാസ്സിൽ വന്നാല് പഠിപ്പിക്കുന്ന പാഠം ശ്രദ്ധിച്ചൂടെ? അപ്പോഴാണ് വ്യോമില്ലേ അവന്റെ ഏട്ടനെ കുറിച്ച് നമ്മളോട് പറയുന്നത്. ഏട്ടന്റെ പേര് മാനവ്. നമ്മുടെ മാനവ് സീനിയർ സ്റ്റുഡൻസ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ വ്യോമിനെ പലപ്പോഴും പലതും പറഞ്ഞ് കളിയാക്കുകയും ചെയ്യും. താക്കം കിട്ടിയാല് വല്ലാതെ ഉപദ്രവിക്കുകയും ചെയ്യും. അതുകൊണ്ട് അവൻ നമ്മളോട് പറയാണ്, എനിക്ക് എന്റെ ഏട്ടന്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് തന്നെ അവനെ തീരെ കണ്ണെടുത്ത കണ്ടുകൂടാ. അതേസമയത്ത് അമ്മ ആനി പറയുന്നുണ്ട്, വ്യോമെ, ഇനി ഒരിക്കലും ക്ലാസ്സിൽ കടന്ന് നീ ഉറങ്ങിയെന്ന് കംപ്ലൈന്റ് ഞാൻ കേൾക്കാൻ പാടില്ല. ഇത് അവസാന വാണിംഗ് ആണ്. അങ്ങനെ അവനെ ക്ലാസ്സിലേക്ക് പറഞ്ഞേക്കാണ്. അങ്ങനെ വരുമ്പോഴാണ് അവന്റെ ഓപ്പോസിറ്റ് അവന്റെ പ്രണയിനി താര നിൽക്കുന്ന കാണുന്നത്. എന്നാൽ അത് താരയല്ല, അതും അവന്റെ ഒരു ഇല്യൂഷൻ മാത്രമാണ്. അപ്പോൾ അവന്റെ ലൈഫിൽ താര എങ്ങനെയാ വന്നത് ആ ഒരു ഫ്ലാഷ് ബാക്ക് നമ്മളോട് പറയാണ്. അതായത് നമ്മുടെ വ്യോമില്ലേ, അവൻ പഠിക്കുന്നത് 10ാം ക്ലാസ്സിലാണ്. എന്നാൽ താര പഠിക്കുന്നത് 11ാം ക്ലാസ്സിലാണ്. താര അവള് സീനിയർ ആണെങ്കിലും അവളെ എന്തുകൊണ്ടാണ് എനിക്കിഷ്ടം എന്നറിയോ? അവള് ആർട്സിലും സ്പോർട്സിലും എല്ലാ പരിപാടികളിലും പങ്കെടുക്കും. അതുപോലെ നല്ല ബ്രില്യൻ്റ് ആയിട്ട് പഠിക്കുകയും ചെയ്യും. പിന്നെ സൗന്ദര്യം, അതിനെക്കുറിച്ച് പറയണ്ടല്ലോ. അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് താരയില്ലേ അവന്റെ നേരെ മുൻപിൽ വന്ന് അവനോട് എന്തോ പറയുന്ന പോലെ അവന് തോന്നുകയാണ്. എന്നാൽ അതും അവന്റെ വെറും ഇല്യൂഷൻ മാത്രമാണ്. വ്യോമ് ആകെ ഒരിക്കൽ മാത്രമേ താരയായിട്ട് സംസാരിച്ചിട്ടുള്ളൂ. അതായത് താര ആർട്സിലും സ്പോർട്സിലൊക്കെ നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള സ്റ്റുഡന്റ് ആയതുകൊണ്ട് പലപ്പോഴും അവള് മിക്സഡ് ടെന്നീസും ഷട്ടിലൊക്കെ കളിക്കാറുണ്ട്. അങ്ങനെ ഒരിക്കൽ ഷട്ടിൽ കളിക്കുമ്പോൾ താരയുടെ ചെയിനിലെ അവൾ അറിയാതെ ഊരി താഴെ വീണു പോണ്. ആ ഒരു ചെയിന് വ്യോമ് കണ്ടപ്പോൾ
അരികിൽ പോയിട്ട് ആ ഒരു ചെയിൻ എടുത്ത് നോക്കുമ്പോഴാണ് അത് തന്റെ ചെയിനാണല്ലോ എന്ന് താര കാണുന്നതും അവന്റെ അരികിലേക്ക് വരുന്നതും. ഒരുപാട് ടാങ്ക്സ് ഉണ്ട്, നീ ആ ചെയിൻ കണ്ടിട്ടില്ലെങ്കിൽ ചിലപ്പോൾ ഞാനും ചിലപ്പോൾ മറന്നുപോയനെ. അങ്ങനെ വ്യോമ് അവൾക്ക് ചെയിൻ കൊടുത്തതാണ്. അന്നാണ് ആദ്യമായിട്ടും അവസാനമായിട്ടും താര അവനോട് സംസാരിച്ചത്. ഇനി ഒരിക്കൽ കൂടി അവളോടൊന്ന് സംസാരിക്കാൻ പറ്റില്ല എന്നുള്ള ആ ഒരു ആഗ്രഹത്തോടെ അവൻ നടന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു അനൗൺസ്മെന്റ് കേൾക്കാണ്. അതായത് കഴിഞ്ഞ ദിവസം മുതൽ താരയെ കാണാനില്ല. അവള് വീട്ടിലേക്കോ സ്കൂളിലേക്കോ പരിചയമുള്ള ഒരു സ്ഥലത്തും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ അവളുടെ പാരന്റ്സ് അവളെ അന്വേഷിച്ചിറങ്ങാണ്. ഈ സ്കൂളിലെ ആർക്കെങ്കിലും താരയെ കുറിച്ച് എന്തെങ്കിലും അറിയാണെങ്കിൽ പ്രിൻസിപ്പളിനോടും അതുപോലെ താരയുടെ പാരന്റ്സിനോടും പറയാനാണ് ആ ഒരു അനൗൺസ്മെന്റിൽ പറയുന്നത്. വ്യോമ് താരയെ ഒന്ന് കാണാൻ പറ്റുന്ന ആഗ്രഹിച്ചിരിക്കുമ്പോൾ പെട്ടെന്ന് അവളെ കഴിഞ്ഞ ദിവസം മുതൽ കാണുന്നില്ലെന്ന് അറിഞ്ഞപ്പോൾ വല്ലാതെ പേടിയും വിഷമൊക്കെ ആവാണ്. അങ്ങനെ സ്കൂളിലെ ഓരോ കുട്ടികളും അങ്ങോട്ടും ഇങ്ങോട്ടും താരയ്ക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക അവളെ കുറിച്ച് പല ഗോസിപ്പും പറയുന്നുണ്ട്. അതിൽ 2 പെൺകുട്ടികൾ പറയുന്നുണ്ട്. അതായത് ആ സ്കൂളിൽ ഒരു ആൽബിൻ എന്ന് പറഞ്ഞ സാറുണ്ട്. ആ സാറുമായിട്ട് താരയ്ക്ക് ഒരു രഹസ്യ റിലേഷൻ ഉണ്ടായിരുന്നു. നമ്മുടെ സ്കൂളിലെ പല കുട്ടികളെ കണ്ടിട്ടുണ്ട്. അതായത് ആൽബിൻ സാറ് അങ്ങേര് എക്കണോമിക്സിലെ വിഷയം എടുക്കുന്നത്. താരൊക്കെയാണെങ്കിൽ എക്കണോമിക്സിൽ നല്ല മാർക്ക് കുറവായിരുന്നു. അപ്പോൾ മാർക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട് അവൾ എന്തോ ഒരു തെറ്റായ തീരുമാനം എടുത്തതാണെന്ന് തോന്നുന്നുണ്ട്. ഇനിയിപ്പോ ആ കാര്യങ്ങളൊക്കെ പുറത്ത് കുട്ടികളൊക്കെ അറിഞ്ഞൊന്നും മനസ്സിലായിട്ട് അവള് വല്ല കടുക്കുകയും ചെയ്തതാണോ? അപ്പോഴാണ് ചില കുട്ടികൾ പറയുന്നത് ആ ഒരു റാക്കിയുടെ ആത്മാവില്ലേ ചിലപ്പോ അവനായിരിക്കും അവൾ കൊണ്ടുവരുന്നുണ്ടാവുക. അതായത് ആ ഒരു നാട്ടിലെ രാക്ക എന്നൊരു ആത്മാവ് ശക്തിയെ കുറിച്ചിട്ട് ചില കെട്ടുകഥകളുണ്ട്. ആ സ്റ്റുഡൻസ് കരുതുന്നത് ഇനിയിപ്പോ അതങ്ങനെ സത്യമായിരിക്കും എന്നാണ്. നമ്മുടെ നായകൻ വ്യോമാണെങ്കിൽ ഇടക്കിടക്ക് താരവുമായിട്ട് അവന്റെ സ്വപ്നത്തിലാണ് സംസാരിക്കാറ്. നേരിട്ട് സംസാരിക്കാനുള്ള ധൈര്യം അവനില്ല. അങ്ങനെ കൂട്ടുകാരുമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവൻ താരയെ കുറിച്ച് ഓർക്കുകയാണ്. അതായത് ആ ഒരു സ്വപ്നത്തിലേക്ക് പോകുമ്പോൾ പെട്ടെന്ന് ഫ്രണ്ട്സ് ആണ് അവനെ പ്രസന്റിലേക്ക് കൊണ്ടിരുന്നത്. ഫ്രണ്ട്സ് പറയുന്നുണ്ട്, എടാ താരയുടെ തിരോധാനത്തിന് പിന്നില് എല്ലാരും പറയുന്ന പോലെ ആ രാഖയായിരിക്കും. അപ്പൊ വ്യോമ് നിനക്കൊക്കെ എന്താടാ രാക്ക അതൊരു കെട്ട് കഥയല്ലേ, ഇന്നത്തെ കാലത്തും ആരെങ്കിലൊക്കെ അത് വിശ്വസിക്കോ? അവള് കാണാതായതിന് പിന്നിലെ വേറെ എന്തോ രഹസ്യമുണ്ട്. അതായത് അവള് മിസ്സിംഗ് ആണെന്ന് മാത്രം അവർക്ക് ഉറപ്പാണ്. അങ്ങനെ ആ സ്കൂളിൽ ജോലി ചെയ്യുന്ന ആരെങ്കിലൊക്കെ താരയെക്കുറിച്ച് എന്തെങ്കിലും സംസാരിക്കുന്നുണ്ടോ എന്ന് അവർ ഒളിഞ്ഞു കേൾക്കുന്നുണ്ട്. പക്ഷെ പ്രത്യേകിച്ച് അവർക്ക് ഒരു ക്ലൂ കിട്ടുന്നില്ല. അങ്ങനെ അവളെ കാണാതായിട്ട് കുറച്ച് നാളായി. വീട്ടിലെത്തിയിട്ടില്ല, വേറെ എവിടെയും എത്തിയിട്ടില്ല. സ്കൂളിൽ നിന്നും പ്രത്യേകിച്ച് ക്ലൂ ഒന്നും കിട്ടാത്തതുകൊണ്ട് 2 പോലീസുകാരില്ലേ നമ്മുടെ പ്രിൻസിപ്പളിനോട് അവളെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി സ്കൂളിലേക്ക് വരികയാണ്. അപ്പോഴാണ് നമ്മുടെ വ്യോമില്ലേ അവന്റെ അമ്മയോട് ഒന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട് അമ്മയുടെ റൂമിലേക്ക് വരുന്നത്. അപ്പോ മോനെ ഞാനവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒരു 2 മിനിറ്റ് നീ പുറത്തേക്ക് ആ ഒരു വാതിൽ ചാരിക്കോ, എന്നിട്ട് നമുക്ക് ഒന്നിച്ചു പോവാം. എന്നാല് ഓഫീസേഴ്സും അമ്മയും തമ്മിൽ എന്തൊക്കെയാ സംസാരിച്ചുകൊണ്ടിരുന്നേ, എന്താ ഡിസ്കസ് ചെയ്തതെന്ന് നമ്മുടെ വ്യോമ കേട്ടിട്ടില്ല. അങ്ങനെ അമ്മ വണ്ടി ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ആരോ ഒരാള് അമ്മക്ക് കോൾ ചെയ്യാണ്. അത് കേട്ടപ്പോ എന്തോ ഷോക്കായ പോലെ ഞാൻ വേഗം തന്നെ വന്നേക്കെന്ന് പറഞ്ഞിട്ട് മകൻ വ്യോമിനെ വീട്ടിലിറക്കിയിട്ട് അമ്മ ഒരു അർജന്റ് ആവശ്യത്തിന് പോവാണ്, തിരിച്ച് വരുന്നവരെ സേഫ് ആയിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് അവിടുന്ന് പോകുമ്പോൾ വ്യോമിന് എന്തോ സംശയമുണ്ട്. എങ്ങോട്ടായിരിക്കും അമ്മ പോകുന്നത്, എന്തോ പതർച്ചയുണ്ട്, എന്തോ സംഭവം ഉണ്ടല്ലോ. അങ്ങനെ അമ്മയെ ഫോളോ ചെയ്ത് പിന്നാലെ പോകുമ്പോൾ എന്തായിരുന്നു സംഭവം എന്ന് അപ്പോഴാണ് നമ്മൾ കാണുന്നത്. അതായത് വ്യോമ പഠിക്കുന്ന സ്കൂളിലെ ആ സ്കൂളിന്റെ അരികിലായിട്ട് ഒരു തടാകമുണ്ട്. ആ ഒരു ഏരിയയിലാണ് രാഖ എന്ന ആ ഒരു ആത്മാവുള്ളതായിട്ട് പലരും വിശ്വസിക്കുന്നതും ഭയന്നിട്ട് അങ്ങോട്ട് പോവാത്തതും. എന്നാൽ ആ ഒരു തടാകത്തില് അവര് തേടി നോക്കുമ്പോൾ ഒരു പെൺകുട്ടിയുടെ ബോഡി കിട്ടിയിട്ടുണ്ട്. അത് വേറെ ആരുമല്ല, കാണാതായ നമ്മുടെ താരയുടെ ബോഡി തന്നെയാണ്. എന്നാൽ മകളുടെ അവസ്ഥ കണ്ടിട്ട് അവളുടെ അച്ഛനും അമ്മയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. എന്നാൽ അതിനുള്ളില് നമ്മുടെ വ്യോമും ആ ഒരു സ്ഥലത്തെത്തിയിട്ടില്ലേ. താരയ്ക്ക് സംഭവിച്ചത് അവനും കണ്ട് ഷോക്കായി പോകുമ്പോൾ അമ്മ ആനെ അവനെ അത് കാണാതെ തടഞ്ഞുകൊണ്ട് നിന്നോട് ഇങ്ങോട്ട് ഞാൻ വരരുതെന്ന് പറഞ്ഞതല്ലേ. എന്നാൽ ആ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മുടെ വ്യോമിനില്ലേ സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ നൈറ്റ് വ്യോമിനെ കൂട്ടി തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട്. അങ്ങനെ വ്യോമിന് ഫുഡ് കൊടുക്കാണ്. അപ്പോഴാണ് വ്യോമിന്റെ ഏട്ടനോട്, എടാ നീ എന്താ ഫുഡ് കഴിക്കാൻ വരാത്തെ, വേഗം വാന്ന്. എന്നാല് മാനവ്, അമ്മ എനിക്ക് ഫുഡ് വേണ്ട. അത് കേട്ടപ്പോ വ്യോമിന്, അല്ല ഏട്ടൻ എന്താ ഫുഡ് വേണ്ടാത്തെ, ഇനിയിപ്പോ താരയുടെ മരണമായിട്ട് എന്തെങ്കിലും ബന്ധം ഉണ്ടാവോ? എന്നാല് താരയുടെ വേർപാട് അവന് മുറിവേൽപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞിട്ട് അവന്റെ ഫ്രണ്ട്സ് അവനെ വിളിച്ചു ചോദിക്കുന്നത്, വ്യോമെ നീ ഓക്കെ അല്ലേ? ഓക്കെ ആണെന്ന് ചോദിച്ചാല് ഓക്കെ അല്ല, പക്ഷേ ഓക്കെ ആവാതിരിക്കാൻ പറ്റൂലല്ലോ. അങ്ങനെ വ്യോമിന് എപ്പോഴും സങ്കടം സഹിക്കാൻ പറ്റാതാകുമ്പോ അവൻ നേരെ സമാധാനത്തിന് അവന്റെ അമ്മയുടെ അരികിലാണ് പോയി കിടക്കാറ്. അവന്റെ അമ്മയാണെങ്കിൽ നേരത്തെ ഉറക്കത്തിലാണ്. അപ്പോൾ അവിടെ ചുമരിലായിട്ട് നമ്മുടെ വ്യോമിന്റെ ഫാമിലി, അച്ഛൻ, അമ്മ, ഏട്ടൻ, അവർ 4 പേരുടെ ഫോട്ടോ കാണുന്നുണ്ട്. എന്നാൽ ഇപ്പൊ അവരുടെ കൂടെ അച്ഛനില്ലല്ലോ. അപ്പൊ അച്ഛനെ കുറിച്ചിട്ടുള്ള ഫ്ലാഷ് ബാക്ക് വ്യോമ് നമ്മളോട് പറയാണ്. അതായത് എനിക്ക് എപ്പോഴും എന്റെ അച്ഛനെ ഉണ്ടായിരുന്നുള്ളൂ. ചെറുപ്പത്തില് എന്റെ ഏട്ടൻ മാനവില്ലേ, അവൻ എന്നെ വെള്ളത്തില് മുക്കി കൊല്ലാൻ വരെ ശ്രമിച്ചിട്ടുണ്ട്. പലപ്പോഴും എന്നെ ഉപദ്രവിച്ചപ്പോഴൊക്കെ എന്നെ രക്ഷിക്കാന് എന്റെ അച്ഛൻ ഓടി വന്നിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോ അച്ഛൻ എന്റെ അരികിലില്ല. വ്യോമിന്റെ അച്ഛനില്ലേ ഒരു
ഒരു ആക്സിഡന്റിൽ മരണപ്പെട്ടു പോയതാണ്. അങ്ങനെ വ്യൂമിന്റെ വോയിസ് ഓവറിൽ അവന് ഫ്ലാഷ് ബാക്ക് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആരോ വന്ന് വാതിൽ തട്ടാണ്. അങ്ങനെ അവര് പോയി നോക്കുമ്പോൾ അത് വേറെ ആരല്ല, പോലീസ് ടീമാണ്. അല്ല സാറേ, എന്താ ഈ രാത്രി സമയത്ത്? താര മരണപ്പെട്ടില്ലേ? അതൊരു സാധാരണ മരണമല്ല, ഒരു കൊലപാതകമാണെന്ന് സംശയമുണ്ട്. അതില് നിങ്ങളുടെ മകനെയാണ് ഞങ്ങൾക്ക് സംശയം. അത് കേട്ടപ്പോൾ വ്യൂമിനും ഓൾറെഡി തന്റെ ഏട്ടന്റെ മേലെ നല്ല ഡൗട്ട് ഉണ്ടായിരുന്നില്ലേ? ഇന്ന് നൈറ്റും ഫുഡും കഴിച്ചിട്ടില്ല, എന്തോ ഡിപ്രസ്ഡ് പോലെ. അതുപോലെ പലപ്പോഴും താരവുമായിട്ട് ഏട്ടൻ മാനവ് ചുറ്റി നടക്കുന്നതും ടൈം സ്പെൻഡ് ചെയ്യുന്നതൊക്കെ അവൻ കണ്ടിട്ടുണ്ട്. അപ്പൊ വ്യൂമാണെങ്കിൽ തന്റെ ഏട്ടൻ മാനവിനോട് നീയല്ലേ ഇതൊക്കെ ചെയ്തത്? എന്നാൽ അപ്പോഴാണ് പോലീസ് ഓഫീസർ അമ്മയോട് പറയുന്നത്, നിങ്ങളുടെ ഇളയ മകൻ വ്യൂമില്ലേ, അവനാണ് ഈ കൊലപാതകത്തിന് പിന്നിലെന്ന് നമുക്ക് നല്ല സംശയമുണ്ട്. അപ്പൊ ഒരു കാര്യം ചെയ്യ്, നിങ്ങൾ നാളെ മറക്കാതെ രാവിലെ തന്നെ അവനെയും കൂട്ടിട്ട് സ്റ്റേഷനിലേക്ക് വന്നേക്ക്. അത് കേട്ടപ്പോഴാണ് വ്യൂമ്, അല്ല ഇത്രയും നേരം അങ്ങനെ എന്നെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ കുറച്ചു നേരത്തെ പോലീസുകാരൻ വന്നപ്പോൾ വ്യൂമിന്റെ അമ്മയുടെ ഫോണിലേക്ക് ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് പ്ലേ ചെയ്തപ്പോൾ ആ ഒരു വീഡിയോയില് വ്യൂമിന്റെ സ്കൂളിന്റെ അരികിലുള്ള ആ തടാകില്ലേ, ആ തടാകത്തിലേക്ക് അർദ്ധരാത്രി വ്യൂം ഒറ്റക്ക് പോയിട്ടുണ്ടായിരുന്നു. ആ ഒരു വിഷ്വലി CCTV ക്യാമറയിൽ പതിഞ്ഞിട്ടുണ്ട്. സമയം രാത്രി ഒരു 2:45. എന്നാൽ വ്യൂമ് അവന്റെ കൺട്രോൾ നഷ്ടപ്പെട്ട പോലെയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു വിഷ്വലാണ് പോലീസിന് തന്റെ മകന്റെ മേലെ സംശയം വരാനുള്ള കാരണമെന്ന് അവന്റെ അമ്മ ആനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് നമ്മുടെ ആനിയിലെ അവര് നല്ല ഉറക്കത്തിലാണ്. പെട്ടെന്ന് എന്തോ ഒരു ശബ്ദം കേട്ട് ഞെട്ടി എഴുന്നേൽക്കാണ്. എന്താ നോക്കുമ്പോഴാണ് തന്റെ മകൻ വ്യൂമില്ലേ, അവൻ നേരെ നടന്നു പോയിട്ട് വാതിൽ അവരെ തല തട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് വ്യൂം അറിയാതെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു കണ്ടീഷൻ അവനുണ്ട്. അങ്ങനെ നേരെ സ്റ്റേഷനിലേക്ക് വന്നിട്ട് പോലീസുകാർ കഴിഞ്ഞ ദിവസം കണ്ട ആ ഒരു വീഡിയോ കുറിച്ച് ചോദിക്കുമ്പോൾ ഒരു സർട്ടിഫിക്കറ്റ് കൊടുക്കുകയാണ്. അതായത് വ്യൂം ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന കണ്ടീഷനില്ലേ, ആ ഒരു സിറ്റുവേഷൻ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അന്ന് വ്യൂം അവിടെ എത്തിയത് ഉറക്കത്തിലായിരിക്കുമെന്ന് പോലീസുകാർ കൺവിൻസ് ആയിട്ട് ഇനി എന്തെങ്കിലും സംശയം പിന്നീട് തോന്നിയാൽ ഉറപ്പായിട്ടും സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കും. അപ്പോൾ എന്തായാലും വരേണ്ടി വരും. അങ്ങനെ പോലീസ് ടീം പറഞ്ഞ കാര്യങ്ങളൊക്കെ സമ്മതിച്ചിട്ട് മകനെ കൂട്ടിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ വ്യൂമിന്റെ വീട്ടിൽ പോലീസ് വന്നതും അടുത്ത ദിവസം പോലീസ് ചോദ്യം ചെയ്ത കാര്യമൊക്കെ സ്കൂളിലൊക്കെ പാട്ടായിട്ടുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും അവനൊരു കൊലയാളിയെ പോലെ, നീയാണോടാ താരയെ കൊന്നളഞ്ഞ, നീ ഒരു സൈക്കോ ആണല്ലേ, ഇനിയിപ്പോ ഞങ്ങളെ ആരെങ്കിലും കൊല്ലാനുള്ള പ്ലാൻ ഉണ്ടാ? അങ്ങനെ വ്യൂമിനെ കളിയാക്കുമ്പോഴും ചെറുപ്പം മുതലേ പല സിറ്റുവേഷനും അവൻ ഫേസ് ചെയ്തിട്ട് ഇപ്പോൾ ആ ഒരു കളിയാക്കലൊന്നും അവന് ഏഷാതായിട്ടുണ്ട്. ഒന്നും സംഭവിക്കാത്ത പോലെ അവനോട് നേരെ അവന്റെ ഫ്രണ്ട്സിന്റെ അരികിലേക്ക് വരുമ്പോഴാണ് നമ്മുടെ ശീതളില്ലേ അവളൊരു വീഡിയോ കാണിച്ചു കൊടുക്കുന്നത്. അതായത് ആ നാട്ടിലെ ഒരു പാർട്ടി പ്രവർത്തകയുണ്ട്, ഇവരുടെ പേര് മീനാക്ഷി എന്നാണ്. എന്നാൽ പണ്ട് മുതലേ വ്യൂമിന്റെ അമ്മ ആനിയെ മീനാക്ഷിക്ക് കണ്ണെടുത്താ കണ്ടുകൂടാ. എന്നാൽ വ്യൂമിനെ അറസ്റ്റ് ചെയ്തിട്ട് പോലീസ് വിട്ടേച്ചെന്നറിഞ്ഞപ്പോ പ്രിൻസിപ്പളായിട്ടുള്ള ആനി അവളുടെ പണവും പവറും വെച്ചിട്ടാണ് കുറ്റവാളിയായ മകനെ രക്ഷപ്പെടുത്തിയെന്നും ഇപ്പോഴത്തെ അന്വേഷണം യഥാർത്ഥ വഴിയിലല്ല പോകുന്നതെന്നും മീഡിയയുടെ മുമ്പിൽ പറയാണ്. അപ്പോഴാണ് അങ്ങോട്ടേക്ക് നമ്മുടെ വ്യൂമിനെ കാണാന് ദേഷ്യത്തിലെ ഒരു പയ്യൻ വരുന്നത്. ഇവന്റെ പേരാണ് വിജയ് മോഹൻ. അതായത് കുറച്ചു നേരത്തെ നമ്മൾ കണ്ട മീനാക്ഷിയില്ലേ അവരുടെ മകനാണ്. എന്നാൽ വിജയ് എന്തിനാ വ്യൂമിന്റെ നേരെ പാഞ്ഞു വരുന്നതെന്ന് വെച്ചാല് വൺ സൈഡായിട്ട് വിജയ് താരെ പ്രണയിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ താരയുടെ കൊലപാതകത്തിന്റെ കാരണം വ്യൂമാണെന്നല്ലേ ഇപ്പോ എല്ലാരും പറയുന്നത്. അപ്പോ നമ്മുടെ വ്യൂമില്ലേ ഈ വിജയ് അവൻ ആരാണെന്ന് പറയാണ്. വിജയുടെ ഫാമിലി എന്ന് പറയുന്നത് വലിയ പണക്കാരുടെ ഫാമിലിയാണ്. എന്നാൽ അവന്റെ യഥാർത്ഥ സ്വഭാവം ഇതുവരെ പല പെൺകുട്ടികളുടെയും ലൈഫ് അവൻ നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ പിടിക്കപ്പെട്ടാലും അവന്റെ അമ്മ മീനാക്ഷിയിലെ അവരുടെ പവർ ഉപയോഗിച്ചിട്ട് അവനെ രക്ഷപ്പെടുത്തി കൊണ്ടുപോറാണ്. അതായത് വിജയില്ലേ കുറച്ച് നാൾ മുൻപ് ഇതേ സ്കൂളിലായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ അവന്റെ കോഴിത്തരം കൊണ്ട് കുറെ പെൺകുട്ടികളെ ബുദ്ധിമുട്ടിപ്പിച്ചപ്പോൾ പ്രിൻസിപ്പളായിട്ടുള്ള ആനിയുടെ അടുത്ത് കംപ്ലൈന്റ് കൊടുത്ത് അവസാനം ആനി സ്കൂളിൽ നിന്ന് തന്നെ അവനെ പുറത്താക്കിയതാണ്. അപ്പോൾ മീനാക്ഷിക്ക് എന്തുകൊണ്ടാണ് നമ്മുടെ ആനിയുടെ മേലെ ദേഷ്യം മനസ്സിലായില്ലേ. അതായത് മകനായ വിജയെ സ്കൂളിൽ നിന്ന് പുറത്താക്കിയതിന്റെ പക വീട്ടിയതാണ്. വിജയ് അവൻ അടിക്കാൻ വരുമ്പോ ഫ്രണ്ട് ശീതളില്ലേ അവനെ തടുക്കുകയാണ്. അപ്പോൾ ആദ്യം ശീതളിനെയാണ് അവൻ അടിച്ച് താഴെയിടുന്നത്. എന്നിട്ട് നേരെ വ്യൂമിന് നേരേക്ക് പാഞ്ഞു വന്ന് അവനെ വല്ലാതെ ഉപദ്രവിക്കുകയാണ്. അവന് ചെറുത്തുക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് ആരോ വന്നിട്ട് നമ്മുടെ വിജയെ അടിച്ചു തെറിപ്പിക്കുന്നേ. നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ വ്യൂമിന്റെ ഏട്ടൻ മാനവ് തന്നെയാണ്. അങ്ങനെ മാനവ് അവനടുത്ത് പഞ്ഞിക്കിടുമ്പോ വിജയ് പേടിച്ചവിടെ നോടി തള്ളുന്നുണ്ട്. അങ്ങനെ താഴെ വീണ് കിടക്കുന്ന നമ്മുടെ വ്യൂമിനെ അനിയനെ കൈപ്പിടിച്ച് ഉയർത്താന് മാനവ് നോക്കുമ്പോ വ്യൂമില്ലേ അവന്റെ ഏട്ടന്റെ കൈ തട്ടിക്കളയാണ്. അതായത് ചെറുപ്പം മുതലേ ഏട്ടനുള്ള ആ ഒരു ദേഷ്യവും പകയൊന്നും അവൻ മറന്നിട്ടില്ല തോന്നിട്ട്. അങ്ങനെ വ്യൂമ് അവിടെ എഴുന്നേറ്റ് പോവാണ്. അങ്ങനെ നമ്മുടെ വ്യൂമിന് നല്ല മുറി പറ്റിയിട്ടില്ലേ, അപ്പൊ അതിനൊക്കെ മരുന്ന് വെക്കുന്നത് നമ്മുടെ ആനന്ദിയാണ്. അപ്പോഴാണ് ബാക്കി കൂട്ടുകാർ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ അവർ ഓരോരുത്തരും പറയുന്നുണ്ട് താരയുടെ കൊലപാതകത്തിന് പിന്നിലെ വേറെ ആരോ ആണ്. അപ്പോൾ വ്യൂമും എനിക്കും അതറിയാം, അതാരാണെന്ന് നമ്മൾ എങ്ങനെയെങ്കിലും വേഗം കണ്ടുപിടിച്ചേ മതിയാവും. അപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടാവില്ലേ? പിന്നെ അതെന്ത് ചോദ്യാടാ. അങ്ങനെ അടുത്ത സീനില് ആനിയിലെ തന്റെ മകനെ കുറിച്ച് മീനാക്ഷി എന്തൊക്കെയാ മീഡിയയിൽ പറഞ്ഞ്, അതുപോലെ വ്യൂമിനെ മീനാക്ഷിയുടെ മകൻ വിജയ് വല്ലാത്ത ഉപദ്രവം ചെയ്തില്ലേ, ഒരു അമ്മ എന്ന നിലയിൽ അത് ചോദിക്കണ്ടേ. അങ്ങനെ മീനാക്ഷിയോട് പറയുന്നുണ്ട് നിന്റെ മകൻ ചെയ്ത തെറ്റിനാണ് അവൻ എനിക്ക് സ്കൂളിൽ നിന്ന് പുറത്താക്കേണ്ടി വന്നത്. അതവന്റെ കയ്യിലിരിപ്പുണ്ടായിരുന്നു. എന്നാൽ എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലാന്ന് എനിക്ക് ഉറപ്പാ. ഇത്രയും കാലമായിട്ട് അവന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു പ്രശ്നമില്ലല്ലോ. അതുപോലെ നിന്റെ മോനോട് പറഞ്ഞേക്ക് എന്റെ മോന്റെ മേത്ത്
തൊട്ടിട്ടുള്ള കളി വേണ്ടാന്ന്. എന്നാൽ മീനാക്ഷി ആണെങ്കിൽ പണവും അധികാരമുള്ള ഒരു സ്ത്രീയല്ലേ, പറ്റില്ല, ഇനിയും വരും, നിനക്ക് എന്താ ചെയ്യാൻ പറ്റുക നീ ചെയ്യേ. അപ്പൊ ആനി ആഹാ എന്നാല് എനിക്കും ചിലത് കാണിക്കാനുണ്ടാവും. നിന്റെ മോൻ വിജയ് നീ കണ്ടിരുന്നോ? എന്റെ മാനവിലെ അവന് കണക്കിന് കൊടുത്തിട്ടാ സ്കൂളിൽ നിന്ന് പറഞ്ഞയച്ചത്. ഇനിയും ചൊറിഞ്ഞ് പിന്നാലെ വരാനാണെങ്കിൽ അവിടെയും നിൽക്കില്ല, അപ്പൊ സൂക്ഷിച്ച ദുഃഖിക്കണ്ട. അതും പറഞ്ഞ് ആനി അവിടുന്ന് തിരിച്ചു പോവാണ്. എന്നാൽ മീനാക്ഷി ആണെങ്കിൽ കിളി പോയിരിക്കാണ്. അല്ല ഇതുവരെ ഞാനല്ലേ ആൾക്കാരെ വിറപ്പിക്കാറ്, ഇതിപ്പോ ഇവളെന്താ എന്നെ വിറപ്പിച്ചിട്ട് പോന്നേ? അപ്പോ മീനാക്ഷിക്ക് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത് തന്റെ മകൻ സ്കൂളിൽ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കിയെന്നും ആനിയുടെ മകന്റെ കയ്യിൽ നിന്ന് തല്ലും വാങ്ങിയിട്ടാണ് വീട്ടിലേക്ക് വന്നതെന്നും. എന്നാൽ മീനാക്ഷിയില്ലേ ദേഷ്യത്തില് കയ്യിലൊരു ബെൽറ്റ് എടുത്ത് പോയിട്ട് സ്വന്തം മകൻ വിജയെ ക്രൂരമായിട്ട് ഉപദ്രവിക്കുകയാണ്. അവനാണെങ്കിൽ അലറി പറയുന്നുണ്ട്, അമ്മേ എന്നെ ഒന്നും ചെയ്യല്ലേ. എന്നാൽ അവര് കേൾക്കുന്നില്ല. ഇവരുടെ ക്യാരക്ടർ എന്താണെന്ന് പോലും നമുക്കൊരു ഐഡിയ കിട്ടുന്നില്ല. അടുത്ത സീനില് നമ്മുടെ വ്യൂമും ഫ്രണ്ട്സും ഇല്ലേ കമ്പ്യൂട്ടർ സിസ്റ്റം ചെക്ക് ചെയ്യാണ്. അതായത് പോലീസിന് ആരാണ് വ്യൂമ് സ്കൂളിന്റെ അരികിലുള്ള ആ ഒരു തടാകത്തിലേക്ക് പോയ CCTV വിഷ്വല് അയച്ചു കൊടുത്തെന്ന് ചെക്ക് ചെയ്യാനാണ്. അങ്ങനെ അവര് സെർച്ച് ചെയ്ത് നോക്കുമ്പോൾ അയച്ചു കൊടുത്ത ആളെ കണ്ടിട്ട് അവര് ഷോക്കായി പോവാണ്. അത് വേറെ ആരുമല്ല, നമ്മുടെ വ്യോമില്ലേ അവന്റെ അമ്മ ആനി തന്നെയാണ്. വ്യോമിന് ഒന്നും മനസ്സിലാവുന്നില്ല. എന്റെ അമ്മ എന്തിനാ എന്നോട് ഇങ്ങനെ ചെയ്യുന്നേ? പോലീസിനെ കൊണ്ട് പിടിപ്പിച്ചിട്ട് എന്നെ രക്ഷപ്പെടുന്ന പോലെ എന്തൊക്കെയാ നടക്കുന്നേ? അപ്പോഴാണ് അങ്ങോട്ടേക്ക് അവന്റെ അമ്മ ആനി വരുന്നത്. അല്ല ഈ സമയത്ത് നിങ്ങളെല്ലാരും ഇവിടെ എന്താ ചെയ്യുന്നേ? ഓരോരുത്തർ അവരുടെ വീട്ടിലേക്ക് പോന്നോക്ക്. അങ്ങനെ കൂട്ടുകാരൊക്കെ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോ വ്യോമില്ലേ അവന്റെ അമ്മയോട് ദേഷ്യത്തിൽ ചോദിക്കുന്നുണ്ട്, നിങ്ങളൊരു അമ്മ തന്നെയാണോ? നിങ്ങൾ തന്നെ എന്നെ പോലീസിന് പിടിച്ചു കൊടുത്തിട്ട് എന്നെ രക്ഷപ്പെടുന്ന പോലെ നാടകം കളിക്കായിരുന്നു. അപ്പോഴാണ് ആനി എന്താണ് ശരിക്കും സംഭവിച്ചെന്നുള്ള ആ ഒരു ഫ്ലാഷ് ബാക്ക് പറയുന്നത്. പോലീസ് ടീം എന്നോട് പറഞ്ഞത് സ്കൂളിലെ എല്ലാ CCTV വിഷ്വൽസും അയച്ചു കൊടുക്കാനാണ്. എന്നാൽ എനിക്ക് ഓരോ വിഷ്വൽസ് ഇരുന്ന് ചെക്ക് ചെയ്യാൻ പറ്റുമോ? ഞാൻ മുഴുവൻ അയച്ചു കൊടുത്തു. അതിൽ നീ രാത്രി സമയത്ത് കുളത്തിന്റെ അരികിലേക്ക് പോകുന്ന വിഷ്വൽ ഉണ്ടായിരുന്നു എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. നിനക്ക് അമ്മയെ വിശ്വസിക്കാൻ പറ്റുവാണെങ്കിൽ വിശ്വസിക്ക്. എന്നാൽ മറുത്തൊന്നും പറയാതെ വ്യോമ് ദേഷ്യത്തില് അവിടുന്ന് തിരിച്ചു പോവാണ്. അതേ സമയത്ത് വ്യോമും ഫ്രണ്ട്സും ഇല്ലേ അവർക്ക് താരയുടെ കൊലപാതകത്തിന്റെ പിന്നിലെ ആരുടെ മേലേക്കാണ് സംശയം അവര് ഓരോരുത്തരെയും നോട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം സംശയം വിജയുടെ മേലെ തന്നെയാണ്. കാരണം അവന്റെ സ്വഭാവം ഒരു നല്ല കോഴിയുടേതാണ്. കുറെ പെൺകുട്ടികളുടെ പിന്നാലെ നടന്നിട്ട് അവരുടെ ലൈഫ് അവൻ നശിപ്പിക്കുകയും ചെയ്തിട്ടില്ലേ. അപ്പോൾ അതുപോലെ താരെ വൺ സൈഡായിട്ട് പ്രണയിച്ച് അവളുടെ പിന്നാലെ അവനും നടന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ അവനായിരിക്കോ? എന്നാൽ മറ്റ് ചില ഫ്രണ്ട്സ് പറയുന്നത് നമ്മുടെ സ്കൂളിലെ ആൽബിൻ സാറില്ലേ അങ്ങേരുമായിട്ട് താരക്കുള്ള റിലേഷനെ കുറിച്ച് സ്കൂളിൽ പാട്ടായിരുന്നില്ലേ, നല്ല ക്ലോസ് ആയിരുന്നില്ലേ, ചിലപ്പോ ഇനി ആൽബിൻ സാർ ആയിരിക്കോ? എന്നാൽ അവരുടെ കൂട്ടത്തിലുള്ള ട്വിൻസ് ബ്രദേഴ്സില്ലേ അവര് പറയുന്നത് നമ്മുടെ സ്കൂളിന്റെ തടാകത്തിന്റെ അരികില്ലേ റാക്കിയുടെ ആത്മാവുണ്ട് എന്ന് പറയുന്നില്ലേ, ഇനിയിപ്പോ ആ റാഖി ആയിരിക്കോ? അപ്പൊ വ്യോമം നമുക്ക് നോക്കിക്കളയാം. അപ്പോൾ നമുക്ക് സംശയമുള്ള 3 ആളുകളുടെ പേര് നമുക്ക് ലിസ്റ്റിൽ ആഡ് ചെയ്യാം. ഇനിയിപ്പോ നമ്മൾ അറിയാത്ത വേറെ ആരെങ്കിലും ഇതിന്റെ പിന്നിൽ ഉണ്ടാവോ? അങ്ങനെ അവര് ശരിക്ക് ചിന്തിച്ചു നോക്കുമ്പോഴാണ് കാർത്തിക് എന്ന ഒരു പയ്യനെ കുറിച്ച് അവർക്ക് ഓർമ്മ വരുന്നത്. അതായത് കാർത്തിക്കിന് മ്യൂസിക്കില് നല്ല അറിവുണ്ട്. അപ്പോൾ പലപ്പോഴായിട്ട് താരെ അവൻ ഇംപ്രസ് ചെയ്യാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. എന്നാൽ എത്രയൊക്കെ അവൻ ശ്രമിച്ചിട്ടും താര അവന് ശ്രദ്ധ പോലും കൊടുത്തിട്ടില്ല. അപ്പോൾ അവന് വല്ലാതെ ദേഷ്യം വരികയാണ്. അപ്പോഴാണ് അവനൊരു കാര്യം അറിയുന്നത്. അതായത് താര ഇന്നൊരു ടെഡി വേഷം കേട്ടിട്ട് ആ ഒരു ഫംഗ്ഷനിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ അവള് അങ്ങോട്ടേക്ക് വന്നപ്പോൾ കാർത്തികില്ലേ പെട്ടെന്ന് തന്നെ അവളെ കയറി കിസ് ചെയ്യാണ്. എന്നാൽ നേരത്തെ താരക്ക് സംശയം ഉണ്ടായിരുന്നതുകൊണ്ട് ആ ഒരു ടെഡിയുടെ ഉള്ളിലുണ്ടായിരുന്നത് വേറൊരു പെൺകുട്ടിയായിരുന്നു. അപ്പോൾ പിന്നാലെ വന്ന താരയിലെ അവന്റെ കാരണത്തടിക്കുന്നുണ്ട്. പബ്ലിക്കായിട്ട് എന്നെ കിസ് ചെയ്യാൻ മാത്രം നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നോ? എന്നിട്ട് എന്നെ ഇംപ്രസ് ചെയ്യാനായിട്ട് മ്യൂസിക്കും പാട്ടും ഒക്കെ. ഞാൻ സംശയിച്ചത് സത്യം തന്നെയായിരുന്നു. നീ എത്ര വൃത്തിയായിട്ടാണാടാ. നിനക്കൊരു കാര്യം അറിയോ? എന്റെ മുമ്പിൽ ഇപ്പോ നീയും നിൽക്കാണ്, നിന്റെ അരികിൽ ഒരു പന്നി നിൽക്കുകയാണെങ്കിൽ നിന്നെ ഞാൻ കിസ് ചെയ്യില്ല, ആ പന്നീനെ കിസ് ചെയ്യുള്ളൂ. അതായത് പന്നിയേക്കാളും മോശാടാ നിന്റെ ജന്മം. എന്നാൽ അവിടെ ചുറ്റിലും കൂടിയ എല്ലാ സ്റ്റുഡൻസും ആ ഒരു കാഴ്ച കാണും, പലരും ഫോണിൽ ക്യാപ്ചർ ചെയ്തെടുക്കുകയും ചെയ്യുന്നില്ലേ. എന്നാൽ ആ ദേശീയക്ക് ഉള്ളിൽ ഉറപ്പിച്ചിട്ട് അവൻ നാണം കെട്ട് അവിടുന്ന് തിരിച്ചു പോയതാണ്. അപ്പോൾ വ്യോമ പറയുന്നത് കാർത്തികനും അവളോട് പകയുണ്ടാവാനുള്ള ഒരു സ്ട്രോങ് റീസൺ ഇല്ലേ. അപ്പോൾ നമ്മളില്ലേ ആ കാർത്തികിന്റെ മേലുള്ള സംശയം തീരണമെങ്കിൽ അവന്റെ പിന്നാലെ ഫോളോ ചെയ്ത് പോകണം. അവൻ എന്തൊക്കെയാണ് ചെയ്യുന്നത് എല്ലാ കാര്യം നോട്ട് ചെയ്യണം. എവിടെ വെച്ചെങ്കിലും അവൻ കുടുങ്ങാതിരിക്കില്ല. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ വ്യോമ ഒറ്റക്ക് കടന്നുറങ്ങാണ്. എന്നാൽ അമ്മയായിട്ട് പിണങ്ങിയ ശേഷം അവൻ അമ്മയോട് ഒന്ന് സംസാരിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ചെറിയ സങ്കടത്തില് അമ്മ അവന്റെ അരികിൽ വന്നിരിക്കുമ്പോൾ വ്യോമ അവൻ പറയുന്നുണ്ട്, ഞാൻ കരുതിയിരുന്നത് എന്റെ ഏട്ടൻ മാനവന് മാത്രമേ എന്നോട് തീരെ ഇഷ്ടമില്ല, ദേഷ്യം കരുതിയേ. എന്നാൽ അമ്മയ്ക്കും എന്നോട് അങ്ങനെയായിരുന്നല്ലേ. എന്നാൽ അമ്മയാണെങ്കിലേ നീ എന്നെ തെറ്റിദ്ധരിച്ചേടാ, എനിക്ക് എന്റെ മോനോട് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് പോലീസും താരയുടെ മരണത്തിന് പിന്നില് ആരാണെന്ന് അന്വേഷിച്ച് ഇറങ്ങിയിട്ടില്ലേ. അപ്പോൾ ആൽബിൻ സാറിന് താരയുമായിട്ടൊരു മോശപ്പെട്ട റിലേഷൻ ഉണ്ടെന്ന് ആ സ്കൂളിൽ പലരും പറഞ്ഞു നടക്കുന്നില്ലേ. അപ്പോൾ പോലീസ് ആൽബിൻ സാറെ ചോദ്യം ചെയ്യാണ്. അതായത് താര മിസ്സായ ആ ഒരു സമയത്ത് നിങ്ങൾ എവിടെ ഇരുന്നുണ്ടായിരുന്നേ? ഞാനെന്റെ വീട്ടിൽ തന്നെ ഇരുന്നു സാറേ. അല്ല ആൽബിനെ വീട്ടിൽ തന്നെയാണെന്ന് ഉറപ്പിച്ച് പറയാന് നിന്റെ അടുത്ത് എന്ത് തെളിവാളേ? ആരെങ്കിലും സാക്ഷിയുണ്ടോ?
സാക്ഷി ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട് സാറേ. ഞാൻ ആ സമയത്ത് വീട്ടിൽ പാട്ട് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ കുറച്ച് വോളിയം കൂടുതലായതുകൊണ്ട് എൻ്റെ നെയ്ബർ വന്ന് കലഹൊക്കെ ഉണ്ടാക്കി. അതിനുശേഷമാണ് ഞാൻ ആ സൗണ്ട് കുറച്ചത്. അപ്പോൾ അങ്ങേര് ഞാൻ അവിടെ ഉള്ളത് കണ്ടതാ. അപ്പോൾ പോലീസല്ലേ നെയ്ബറെ വിളിച്ചു ചോദിക്കുമ്പോൾ ആൽബിൻ അയാൾ പറഞ്ഞത് സത്യം തന്നെ സാറേ. അയാളുടെ വീട്ടിലൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ശബ്ദമായിരുന്നു. ഞാൻ പറഞ്ഞിട്ട് അയാൾ മ്യൂസിക്കിന്റെ സൗണ്ട് കുറയ്ക്കുകയും ചെയ്തു. അടുത്ത സീനിൽ നമ്മുടെ പോലീസ് ടീമിലെ മാനവിനെ ചോദ്യം ചെയ്യാണ്. താരയുടെ കൂടെ നിന്നെ പല സ്ഥലത്തും പലരും മുൻപ് കണ്ടിട്ടുണ്ടല്ലോ. അപ്പോൾ മാനവ് സാറേ നമ്മള് ഫ്രണ്ട്സ് ആണ്. അപ്പോൾ കാണുന്നുണ്ട്, കുഴപ്പമെന്താ? പിന്നെ താരയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആരായിരുന്നു എന്ന് അന്വേഷിച്ച് നോക്കുമ്പോഴാണ് സഞ്ജന എന്ന ഒരു പെൺകുട്ടിയാണ് അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് മനസ്സിലാവുന്നേ. താര അവൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായിട്ടോ പ്രശ്നമുള്ളതായിട്ടോ നിന്നോട് എന്തെങ്കിലും പറഞ്ഞിരുന്നോ? എന്നോടൊന്നും പറഞ്ഞിട്ടില്ല സാറേ. അവൾക്ക് ഇങ്ങനെ പറ്റുന്ന ഞാൻ കരുതിയൂല. അടുത്ത സീനില് സഞ്ജനയ്ക്ക് തന്റെ ബെസ്റ്റ് ഫ്രണ്ട് താര മരണപ്പെട്ടത് സഹിക്കാൻ പറ്റുന്നില്ല. അവളുടെ കണ്ണ് നിറഞ്ഞൊഴുകുമ്പോ അങ്ങോട്ട് വന്ന ആനന്ദി സഞ്ജന താരയെ ഓർത്ത് നമ്മൾ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല. അവൾക്ക് പറ്റിയ അപകടത്തിന്റെ മരണത്തിന്റെ പിന്നിലെ ആരാണെന്ന് നമ്മൾ കുറച്ച് ഫ്രണ്ട്സ് അന്വേഷിച്ചിറങ്ങിയിട്ടുണ്ട്. വ്യോമാണ് നമ്മുടെ ടീമിന്റെ ലീഡർ. നമ്മൾ എന്തായാലും ഈ ഒരു കേസ് സോൾവ് ചെയ്യും. അപ്പൊ സഞ്ജന നീ എന്താ പറയുന്നേ? വ്യോമോ? അവനെ കൊണ്ട് എന്ത് കേസ് സോൾവ് ചെയ്യാൻ പറ്റുന്ന? കുറച്ച് ദിവസം മുമ്പല്ലേ ആ വിജയുടെ കയ്യിൽ നിന്ന് അവൻ കണക്കിന് അടി വാങ്ങിയത്. അപ്പൊ ആനന്ദി അവന് അടി കിട്ടിയെന്ന് വെച്ചിട്ട് അവന്റെ കഴിവ് നഷ്ടപ്പെട്ടു പോവോ? അവൻ നല്ല ഇന്റലിജന്റ് ആയിട്ടുള്ള ഒരു പയ്യനാണ്. നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ താരക്ക് സംഭവിച്ചെന്തെന്ന് അറിയണമെങ്കിൽ കൂടെ കൂടുന്നെങ്കിൽ കൂടിക്കോ. അങ്ങനെ അവരുടെ സംശയത്തെക്കുറിച്ചൊക്കെ അവളോട് പറയുമ്പോൾ അവസാനം സഞ്ജനയും അവരുടെ ടീമിൽ കൂടുകയാണ്. അങ്ങനെ വ്യോമും ഫ്രണ്ട്സും ഡിസ്കസ് ചെയ്തോണ്ടിരിക്കുമ്പോൾ ആനന്ദിയും സഞ്ജനയും വന്നിട്ട് അവര് ഡിസ്കസ് ചെയ്യുന്ന കാര്യം എന്താണെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് കാർത്തികിന്റെ മേലാണ് സംശയം. അപ്പൊ സഞ്ജന എനിക്കും അവന്റെ മേലെ സംശയമുണ്ട്. അന്ന് അവൻ കിസ് ചെയ്യാൻ ശ്രമിച്ചപ്പോ താര അവന്റെ മുഖത്തടിച്ചിരുന്നില്ലേ? അതിന്റെ വാശി തീർക്കാന് അവൻ എന്താ ചെയ്തെന്നറിയോ? താരയുടെ റൂമില് ഓരോ ദിവസം ഓരോ ചത്ത ജീവികളെ പുറത്തു വെച്ചിട്ട് വാതിലില് നീയൊരു വിച്ചാണെന്ന് എഴുതിയിട്ട് പോയിരുന്നു. അതായത് താരെ അവൻ വല്ലാതെ മെന്റലി ടോർച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പോ സഞ്ജനക്കറിയുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ഫ്രണ്ട്സിനും ഏകദേശം ഉറപ്പാവാണ്. അപ്പൊ ഇതിന്റെ പിന്നില് ഉറപ്പായിട്ടും ആ ഒരു കാർത്തിക് തന്നെയായിരിക്കും. എന്നാല് കാർത്തികില്ലേ അവനവന്റെ മ്യൂസിക് ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അതേ സ്ഥലത്ത് വെച്ചിട്ട് താരയെക്കുറിച്ച് അവനൊരു പാട്ട് പാടുകയാണ്. അതായത് ഒരു റാപ്പ് പോലെ. ഷീസ് ഗോൺ ഷീസ് ഗോൺ. അവന്റെ ബിഹേവിയർ ഒക്കെ കാണുമ്പോൾ അവർക്ക് ഏകദേശം കാര്യങ്ങൾ ഉറപ്പാവാണ് ഇവൻ തന്നെയായിരിക്കും. എന്നാൽ അവൻ ഒളിഞ്ഞു നോക്കുന്ന കാര്യം കാർത്തികിന് എന്തോ ഒരു ഡൗട്ട് വന്നിട്ടുണ്ട്. ആരടാ അത്? അവൻ വരുന്നതിന് മുൻപ് നമ്മുടെ വ്യോമും ഫ്രണ്ട്സും അവിടെ നോട് തളർന്നുണ്ട്. അങ്ങനെ കുറെ ദൂരത്തിൽ കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് ട്വിൻസ് ബ്രദേഴ്സിൽ ഒരാളെ കാണുന്നില്ല. അവൻ കുടുങ്ങിയിട്ടുണ്ടാവുമായിരിക്കും. പറഞ്ഞു തീർന്നില്ല, കാർത്തികിന്റെ ഫോൺ വരികയാണ്. മര്യാദക്ക് എല്ലാണും തിരിച്ചിങ്ങ് പോരുക. അതല്ലെങ്കിൽ പിന്നെ ഇവനെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്കിപ്പോൾ പറയാൻ പറ്റില്ല. അങ്ങനെ കൂട്ടുകാരനെ രക്ഷപ്പെടുത്താനായിട്ട് ഇനി എന്ത് സംഭവിച്ചാലും നേരിടുക തന്നെ അവര് തിരിച്ചു പോവാണ്. അപ്പോൾ അവരോട് ഓരോരുത്തരോടും ഡ്രസ്സൊക്കെ കഴിക്കാൻ പറഞ്ഞിട്ട് നിനക്കൊക്കെ എന്തിന്റെ കേടായിരുന്നറാ? എന്നിട്ട് താര മരണപ്പെട്ട ആ ഒരു കുളമില്ലേ, ആ കുളത്തില് അവരെ ഇറക്കി നിർത്തുകയാണ്. അവർ ഓരോരുത്തരും വല്ലാതെ പേടിച്ചു വന്നിട്ടുണ്ട്. കാരണം റാഖിയുടെ ആത്മാവ് ഈ ഒരു സ്ഥലത്തിലുള്ള അവര് പേടിച്ചിട്ട് ഞങ്ങള് കയറി വരട്ടെ, വല്ലാതെ പേടിയാകുക. അപ്പൊ കാർത്തിക് എനിക്ക് താരോട് ദേഷ്യം ഉണ്ടായിരുന്നു എന്നത് സത്യ. പക്ഷേ അവളെ ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ചെയ്യേണ്ടതൊക്കെ ഞാൻ ചെയ്ത് കഴിഞ്ഞതാ. അങ്ങനെ അവരുടെ ഫോട്ടോ എടുത്ത് വെച്ചിട്ട് ഇനിയും വെറുതെ എന്റെ പിന്നാലെ വരാൻ നിൽക്കരുത്. അങ്ങനെ കാർത്തിക് അവിടുന്ന് വേഗം പോവാണ്. അപ്പോൾ നമ്മുടെ വ്യോമും പേടിച്ചു വിറച്ചിട്ട് അവിടുന്ന് വേഗം പോകുന്നുണ്ട്. കാരണം രാഖിയുടെ ആത്മാവ് വന്നാലോ. എന്നാൽ അപ്പോഴാണ് ബേക്കിലായിപ്പോയ വ്യൂമിന് അവിടെ നനങ്ങാൻ പറ്റുന്നില്ല. അപ്പോ പേടിച്ചിട്ട് എടാ നിക്കടാ, എന്റെ കാല് ആരോ പിടിച്ചിട്ടുണ്ടോ തോന്നിട്ട്. എന്നാൽ അതിനുള്ളില് ഫ്രണ്ട്സ് അവിടുന്ന് കയറി പോയിട്ടുണ്ട്. എന്നാൽ പേടിച്ച് വിറച്ച് അവൻ കാല് പിടിച്ചു വലിക്കുന്നുണ്ട്. അവസാനം ഭാഗ്യത്തില് അത് ചളിയിൽ താന്നുവതിരുന്നു. രക്ഷപ്പെട്ട് പുറത്തു വന്നിട്ട് ഇനിയിപ്പോ പിന്നിൽ രാഖി ഉണ്ടാവോ? അങ്ങനെ ഭയത്തില് അവൻ തിരിഞ്ഞു നോക്കാണ്. എന്നാൽ അവൻ എന്തെങ്കിലും കണ്ടോ എന്ന് നമുക്ക് വ്യക്തമാകുന്നില്ല. ഇവിടെയാണ് ഈ കഥയുടെ 2ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത ദിവസം സ്കൂളിലൊരു ഫംഗ്ഷൻ നടക്കുകയാണ്. അതായത് താര മരണപ്പെട്ടിട്ട് ഇപ്പോൾ 2 ആഴ്ച കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ അവളുടെ ആത്മാവിന് നിത്യശാന്തിക്ക് വേണ്ടിയിട്ട് ആ സ്കൂളിലെ എല്ലാവരും കുട്ടികളും ടീച്ചേഴ്സ് എല്ലാം മെഴുകുതിരി കത്തിച്ചിട്ട് അവൾക്ക് വേണ്ടിയിട്ട് മനസ്സിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ ആനി ഒരു ഗിഫ്റ്റ് പാക്ക് ചെയ്തിട്ട് വ്യൂമിന്റെ കയ്യിൽ കൊടുത്തിട്ട് നമ്മുടെ സ്കൂളിലെ പ്യൂണ് ഗണേശില്ലേ, ഇന്ന് അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ, ഈ ഒരു ഗിഫ്റ്റ് അങ്ങേർക്ക് കൊടുത്തിട്ടു. അങ്ങനെ വ്യൂം ആ ഒരു ഗിഫ്റ്റ് എടുത്ത് പോകുമ്പോഴാണ് സഞ്ജനെ കാണുന്നത്. അതായത് ആ ഒരു ഗണേശിന്റെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തന്നെയാണ് സഞ്ജനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ എല്ലാവരും കണ്ടപ്പോൾ ഗണേശിന് വല്ലാതെ ഹാപ്പി ആവാണ്. അങ്ങനെ ബർത്ത്ഡേ കേക്കൊക്കെ മുറിച്ച് അവരോരോരുത്തരോടും ഗണേശ് താങ്ക്സ് പറയാണ്. എന്നാൽ കഴിഞ്ഞ ദിവസമല്ലേ മരണപ്പെട്ട താരയുടെ ചടങ്ങ് സ്കൂളിൽ നടന്നേ. അപ്പോൾ തന്റെ മകളോട് ഗണേശ് പറയുന്നുണ്ട്, താര ചേച്ചി നിനക്കൊരു ഡാൻസ് പഠിപ്പിച്ചു തന്നിട്ടില്ലേ, ആ ഒരു ഡാൻസ് ഇവർക്ക് കാണിച്ചു കൊടുക്ക്. അങ്ങനെ ആ ഒരു കുഞ്ഞോളില്ലേ അവരുടെ മുമ്പിൽ ഡാൻസ് കളിക്കുകയാണ്. അപ്പോഴാണ് അവളുടെ ഒരു മാല ഊരി താഴെ വീണു പോകുന്നത്. അത് നമ്മുടെ വ്യൂമ് കണ്ടപ്പോൾ ആ ഒരു മാല എടുത്തു കൊടുക്കാൻ നോക്കാണ്. അടുത്ത് ആ മാല കണ്ടപ്പോഴാണ് ഈ മാല ഇത് താരയുടേത് പോലെ ഉണ്ടല്ലോ. എന്നാൽ അതിനെക്കുറിച്ച് ആരോടൊന്നും പറയാതെ പ്യൂണ് ഗണേശനോട് പോലും ചോദിക്കാതെ അവിടുന്ന് തിരിച്ചു പോവാണ്. അപ്പോൾ സഞ്ജന, അല്ലടാ നിന്റെ മുഖത്ത് എന്താ ഒരു ടെൻഷൻ പോലെ? അത് ആ കുട്ടി ഡാൻസ് കളിച്ചപ്പോൾ ഒരു ചെയിൻ എടുത്തു കൊടുത്തില്ലേ, ആ ചെയിൻ നമ്മുടെ താരയുടേത് പോലെ ഉണ്ടായിരുന്നു. നിനക്കും അങ്ങനെ തോന്നിയോ?
എനിക്കും അത് കണ്ടപ്പോൾ അങ്ങനെ തോന്നിയടാ. അവിടുന്ന് ഞാൻ പറയണ്ടെന്ന് വെച്ചതാ. എങ്ങനെയായിരിക്കും ആ കുട്ടിക്ക് ആ ചെയിൻ കിട്ടിയിട്ടുണ്ടാവുക? ഇനിയിപ്പോ താരക്ക് സംഭവിച്ചതിന് പിന്നിലെ ആ ഗണേശ് അങ്ങേര് വല്ലതും? അങ്ങനെ ഗണേശിന്റെ മേലെയും സംശയം സ്റ്റാർട്ട് ആവാണ്. അങ്ങനെ അടുത്ത ദിവസം ക്ലാസ് കഴിഞ്ഞ് നമ്മുടെ പ്യൂണ് അങ്ങനെയുടെ ജോലിയും കഴിഞ്ഞ് തിരിച്ചു വന്ന് നോക്കുമ്പോൾ നമ്മുടെ വ്യൂമും ഫ്രണ്ട്സും ഇല്ലേ അങ്ങനെ ചുറ്റി വളയുന്നുണ്ട്. അപ്പൊ പ്യൂണ്, അല്ല വല്ലാതെ ലേറ്റ് ആവാനായില്ലേ, എല്ലാരും എന്തെങ്ങനെ നിൽക്കുന്നത്, വീട്ടിൽ പോകുന്നില്ലേ, വീട്ടിലേക്ക് വിട്ടോ? അത് ചേട്ടാ, നമ്മളൊരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടാ ഇവിടെ കാത്തു നിന്നത്. മരണപ്പെട്ട താരയുടെ ആ ഒരു ചെയിൻ എങ്ങനെയാ ചേട്ടന്റെ മകളുടെ കയ്യിൽ വന്ന്? താരയുടെ ചെയിനോ? അത് അവളുടെതൊന്നുമല്ല. നിങ്ങൾ എന്താ ചോദിക്കുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഗണേശ് അവിടുന്ന് പോവാൻ നോക്കുമ്പോ നമ്മുടെ പയ്യന്മാരില്ലേ വീണ്ടും അയാളുടെ ഫ്രണ്ടിൽ വന്നിട്ട് ബ്ലോക്ക് ചെയ്യാണ്. അപ്പൊ ഗണേശ്, എന്താടാ ഈ സമയത്ത് ധൈര്യശാലികള് ഒരേ ഒരു കാര്യം ചെയ്യുള്ളൂ. എന്ത് ഫൈറ്റാ? അല്ല, എന്റെ അമ്മയില്ലേ പ്രിൻസിപ്പള്, അമ്മയുടെ എല്ലാ കാര്യം ഞാൻ പറയും. അപ്പോൾ ഗണേശിന് വല്ലാതെ പേടിയാവാണ്. ജോലി ധരിക്കും, പണിയും കിട്ടും. അപ്പോൾ അയാൾ ചില ഫ്ലാഷ് ബാക്ക് പറയാണ്. നിങ്ങളിത് ആരോടും പറയരുത്. ഈ സ്കൂളിലെ പല കുട്ടികൾക്കും ഞാൻ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്തു കൊടുക്കാറുണ്ട്. അതായത് ചില സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുക, അതിന്റെ കൂട്ടത്തിൽ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറില്ലേ അത് ഞാൻ നേരത്തെ എത്തിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെയാണ് താരക്കും ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്തു കൊടുത്തേ. എന്നാൽ അവൾ എന്നെ ചീറ്റ് ചെയ്യുന്നു. ആ ഒരു വിഷ്വല് ഫോട്ടോ എടുത്തു വെച്ചിട്ട് അവൾ എന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങി. അവള് എന്നെ ഒരു അടിമയെ പോലെ കണ്ടിട്ട് കുറേയധികം ജോലികൾ എന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചു. എന്നാൽ മറുത്ത് എനിക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. അന്ന് ആ ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തതിന് പ്രതിഫലമായിട്ടാണ് അവൾ എനിക്ക് ചെയിൻ തന്നത്. അപ്പൊ ആനന്ദി, നിങ്ങൾ ആരോടാ പറയുന്നത്? ക്വസ്റ്റ്യൻ പേപ്പർ കൊടുത്തതിന് ഒരു ചെയിനൊക്കെ തരാന്ന് പറഞ്ഞാൽ അവള് അതിനു മാത്രം റിച്ചൊന്നുമല്ല. അപ്പോൾ അയാൾ പറയണോ വേണ്ടോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട്, അത് സത്യത്തില് താരയില്ലേ അവള് പ്രഗ്നന്റ് ആയിരുന്നു. അതെനിക്ക് എങ്ങനെയാ മനസ്സിലായെന്നറിയോ? എന്റെ ഭാര്യയില്ലേ അവള് ഹോസ്പിറ്റലിലെ നഴ്സാണ്. അങ്ങനെ ആ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് താരയെ കണ്ടതാ. അപ്പോൾ ആ കാര്യം താര അറിഞ്ഞപ്പോൾ അവളാണ് ഇങ്ങോട്ട് വന്നിട്ട് എനിക്ക് ചെയിൻ തന്നത്. എന്നിട്ട് ഒരിക്കലും അവള് ഗർഭിണിയായിരുന്നെന്ന രഹസ്യം പുറത്ത് പോലീസിനോടോ ആരോടും പറയരുതെന്ന് എന്നോട് റിക്വസ്റ്റും ചെയ്തിരുന്നു. അത് കേട്ടപ്പോൾ വ്യൂമിന് സങ്കടവും ദേഷ്യവും വിഷമൊക്കെ വരുന്നുണ്ട്. തന്റെ പ്രണയിനി അവള് താര ഒരു ഗർഭിണിയായിരുന്നോ? എന്നാൽ കൂട്ടുകാര് അവനെ സമാധാനിപ്പിച്ചിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ ടെൻഷൻ അടിക്കുന്നത്? അവള് ഗർഭിണി ആയിരുന്നു വെച്ചിട്ട് അവൾ അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്താന്ന് പറയാൻ പറ്റുമോ? ഇനിയിപ്പോൾ ആരെങ്കിലും അവളെ നിർബന്ധിച്ച് ഫോഴ്സ് ചെയ്ത് അബ്യൂസ് ചെയ്തതാണെങ്കിലോ? അപ്പോൾ താരയുടെ ബെസ്റ്റ് ഫ്രണ്ട് നമ്മുടെ സഞ്ജനയല്ലേ? അപ്പൊ വ്യൂമ്, അല്ല സഞ്ജന, നിനക്ക് താര അവള് ഗർഭിണിയായിരുന്നെന്ന കാര്യം അറിയായിരുന്നോ? അപ്പൊ അവള് ഷോക്കായിട്ട്, എന്ത് താര ഗർഭിണിയായിരുന്നോ? ഇല്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എന്നോട് പറഞ്ഞിട്ടില്ല. അവള് സങ്കടത്തില് താര അവൾ എന്നോട് ഒരു കാര്യം മറച്ചു വെക്കാത്തതാ. ഞാനും അങ്ങനെ തന്നെയാ. എന്നാൽ അവൾ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം ഷെയർ ചെയ്യാത്തെ? അവള് താര മാത്രമായിരുന്നു എനിക്കൊരു സമാധാനം. എനിക്കൊരു രണ്ടാം അമ്മയുണ്ട്. വീട്ടിലെനിക്ക് പോകാനേ പറ്റില്ല. അവര് വല്ലാതെ ഉപദ്രവിക്കും, എപ്പോഴും വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. അതുകൊണ്ട് ഞാൻ ഹോസ്റ്റലിലേക്ക് മാറിയതാ. അങ്ങനെയാണ് താരയെ പരിചയപ്പെടുന്നതും നമ്മള് ബെസ്റ്റ് ഫ്രണ്ടാവും ചെയ്യുന്നത്. താരയുടെ കുറേയധികം ഫിനാൻഷ്യൽ പ്രശ്നങ്ങൾക്ക് ഞാൻ അവളെ സഹായിച്ചിട്ടുണ്ട്. അവൾക്കിനി എന്ത് പ്രശ്നം വന്നാലും അവളുടെ കൂടെ ഞാൻ നിൽക്കുന്നത് അവൾക്ക് അറിയുന്നതല്ലേ. പിന്നെ എന്തുകൊണ്ടായിരിക്കും ഈ കാര്യം അവൾ എന്നോട് പറയാത്തെ? എന്നാൽ താര അവള് മരണപ്പെട്ട ശേഷവും ബോഡി കിട്ടിയിട്ടും പോലീസ് അവള് ഗർഭിണിയായിരുന്നോ അങ്ങനത്തെ ഒരു കാര്യവും ഡിസ്ക്ലോസ് ചെയ്തിട്ടില്ല. ചിലപ്പോ താര അവളൊരു മൈനർ അല്ലേ. അപ്പൊ ആ കാര്യം അറിഞ്ഞു കഴിഞ്ഞാല് താരയുടെ കുടുംബം സങ്കടപ്പെടുന്ന കാര്യത്തിലായിരിക്കും. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് ഗണേശനെ പോലീസ് ടീം പൊക്കിയിട്ടുണ്ട്. അല്ല, താര ഗണേശന് ചെയിന് കൊടുത്തതും അവൾ ഗർഭിണിയായിരുന്ന കാര്യമൊക്കെ നമ്മുടെ വ്യോമൻ ടീം ഒരിക്കലും പോലീസിനോട് പറഞ്ഞിട്ടില്ലല്ലോ. പിന്നെ പോലീസ് എങ്ങനെയാണ് ആ കാര്യം അറിഞ്ഞെന്നറിയില്ല. അപ്പൊ അവര് ചോദിക്കുന്നുണ്ട്, മര്യാദക്ക് പറഞ്ഞ ഗണേശ്, ആ ഒരു ചെയിന് എങ്ങനെയാടാ നിനക്ക് കിട്ടിയേ? നിങ്ങൾ എന്തിനെ കുറിച്ചാണ് സാറാ ചോദിക്കുന്നത്? എന്ത് കിട്ടിയെന്ന്, ആർക്ക് കിട്ടിയെന്ന്, ഏത് ചെയിന്? ആഹാ, നിനക്കൊന്നും അറിയില്ല അല്ലേ? ചോദിച്ചാൽ പറയില്ലെങ്കിൽ ആ വായുന്നതും എടുക്കാൻ എനിക്ക് അറിയാമെന്നും പറഞ്ഞിട്ടേ ഇൻസ്പെക്ടറില്ലേ ഇവനെ ഞെട്ടും ബോൾട്ട് ഊരി പുറത്തിടാൻ പറയുന്നുണ്ട്. അങ്ങനെ എല്ലാരും കൂടി ചേർന്നിട്ട് അവനെ പഞ്ഞു കിടുകയാണ്. അങ്ങനെ ഇപ്പോ ഗണേശും താരയുടെ കൊലപാതകത്തിലെ സംശയാലുമായിട്ട് അറസ്റ്റിലായില്ലേ, ആ ഒരു ന്യൂസും മീഡിയയിലൂടെ പുറത്തു വരികയാണ്. ആ ഒരു ന്യൂസ് നമ്മുടെ ആനയെ കാണുമ്പോൾ അവര് വല്ലാതെ ഷോക്കാവുന്നുണ്ട്. ഗണേശനെ കുറിച്ച് ആനയ്ക്ക് നല്ലോണം അറിയുന്നല്ലേ. അയാളുടെ ബർത്ത്ഡേക്ക് ഒരു കേക്കെല്ലാം കൊടുക്കുകയും ചെയ്തു. നല്ലൊരു സ്വഭാവമുള്ള ഒരാളാ. പിന്നെങ്ങനെയാ താരയുടെ കൊലപാതകമായിട്ട് അയാൾക്ക് കണക്ഷൻ വന്നേ? അതേ സമയത്ത് നമ്മുടെ വ്യോമിനും ഫ്രണ്ട്സിനും ഒരു കാര്യം മനസ്സിലാവുന്നില്ല. നമ്മളാണ് ഗണേശന് താര ആ മാല കൊടുത്തിട്ടുണ്ടായിരുന്നു എന്ന കാര്യം കണ്ടെത്തുന്നത്. നമ്മൾ ആരും പോലീസിനോട് പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാ പോലീസ് ഈ കാര്യം അറിഞ്ഞിട്ടുണ്ടാവുക? അടുത്ത സീനില് നമ്മുടെ വ്യോമില്ലേ തന്റെ കേസ് അന്വേഷണത്തിന് ഹെൽപ്പ് ആവാനായിട്ട് കുറേയധികം ക്രൈം ബുക്കുകൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാഴ്ച കണ്ട അമ്മ ആനി ചോദിക്കുന്നുണ്ട്, അല്ല മോനെ, ഇതെന്താ പുതിയൊരു ഹാബിറ്റ് ഒക്കെ? അത് പ്രത്യേകിച്ചൊന്നുമില്ല, വെറുതെ ഒരു ഇൻട്രസ്റ്റ് തോന്നിട്ട്. പിന്നെ നീ ഗണേശനെ കാണാൻ പോയതും അങ്ങനെ ചോദ്യം ചെയ്ത കാര്യമൊക്കെ എന്നോട് ജയിലിൽ വെച്ച് ഗണേശ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് അയാളെ കാണാൻ ഞാൻ ജയിലിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ വ്യോമ്, എനിക്ക് അയാളുടെ മേലെ നല്ല സംശയമുണ്ടമ്മേ. അയാളെ എനിക്ക് അറിയുന്നതാണ്, എനിക്ക് ഉറപ്പാണ് അവനല്ല എന്തായാലും ഈ ഒരു കൊലപാതകത്തിന് പിന്നില്. അടുത്ത സീനില് നമ്മുടെ വ്യോമിലെ തന്റെ ഏട്ടൻ മാനവിന്റെ റൂമിന്റെ വാതിൽ തട്ടുകയാണ്. കുറെ നേരം തട്ടിയിട്ടും ഒരു റെസ്പോണ്ടും ഇല്ല. കുറച്ച് ലേറ്റ് ആയിട്ട് വാതിൽ തുറക്കുമ്പോ, എന്താ വാതിൽ തുറക്കാൻ ഇത്ര നേരം? അത് ഞാൻ നല്ല ഉറക്കത്തിലായിരുന്നു. എന്നാൽ ഉള്ളിലേക്ക് നോക്കിയിട്ട്, സത്യത്തിൽ നീ ഉറങ്ങിയിരുന്നോ അല്ലെങ്കിൽ നീ ഇപ്പോഴാണോ റൂമിലേക്ക് വന്നേ? അപ്പൊ മാനവ്, നിനക്ക് എന്താ വേണ്ടേ? വന്ന കാര്യം പറയണ്ടേ
പറ, അല്ലെങ്കിൽ പോടാ. എന്നാൽ വ്യൂമ് സംശയത്തിലാണ് നോക്കുമ്പോൾ മാനവനെ തള്ളിവിടുന്നുണ്ട്. ഇവൻ എന്തിനാ ഇങ്ങനെ ബിഹേവ് ചെയ്യേണ്ട കാര്യം? ഓൾറെഡി അവന്റെ മേലുള്ള സംശയമില്ലേ അത് വീണ്ടും സ്ട്രോങ് ആവാണ്. എന്നാൽ മറ്റൊരു ഭാഗത്ത് കൂട്ടുകാരൊക്കെ പറയുന്നത് ഇതിന്റെ പിന്നില് ഗണേശ് ആവാൻ സാധ്യതയില്ലേ? അയാള് ക്വസ്റ്റ്യൻ പേപ്പർ അടിച്ചു മാറ്റി കുട്ടികൾക്ക് കൊടുക്കുന്നത് താര കണ്ടിട്ട് ഫോട്ടോ എടുത്തിരുന്നില്ലേ? ആ ദേഷ്യം തീർക്കാന് അയാൾ കൊലപ്പെടുത്തിയിട്ടില്ലെന്ന് എന്താ ഉറപ്പ്? എന്നാൽ എന്റെ അമ്മയോടും ഗണേശന്റെ മേലുള്ള സംശയത്തെക്കുറിച്ച് പറഞ്ഞതാ. എന്നാൽ അമ്മയ്ക്കാണെങ്കിൽ ഗണേശ് ഒരിക്കലും അത് ചെയ്യാനുള്ള സാധ്യതയില്ല എന്നുള്ള നല്ല ഉറപ്പുണ്ട്. ഇതിന്റെ പിന്നിലെ വേറെ ആരോ ആണ്. അതെന്തായാലും നമ്മൾ കണ്ടെത്തണം. അപ്പോൾ നമുക്ക് സംശയമുള്ള എല്ലാ ആളുകളെയും ശരിക്ക് നമുക്കൊന്ന് വാച്ച് ചെയ്യാം. അപ്പോഴാണ് നമ്മുടെ വ്യൂമിന്റെ ഒരു വിഷ്വല്ലേ അവന്റെ അരികിലായിട്ട് താര വന്നിരിക്കുന്ന പോലെ അവന് തോന്നുന്നേ. അപ്പോൾ ഡയറക്റ്റ് ആയിട്ട് അവളോട് തന്നെ അവൻ ചോദിക്കുന്നുണ്ട്, താര നിന്നെ കൊലപ്പെടുത്തിയ താര? അപ്പോൾ അവളാണെങ്കിലേ ഞാനിത് കാണിച്ചുതരാം. അങ്ങനെ അവൾ ആ തടാകത്തിന്റെ അരികിലേക്ക് നോക്കാൻ പറയുമ്പോൾ വ്യൂമ് അവിടെ ആരെയാ കണ്ടെന്നറിയോ? ആ ഒരു ആൽബിൻ സാറുണ്ട്, കാർത്തിക് ഉണ്ട്, അതുപോലെ വിജയ് ഉണ്ട്, അതുപോലെ നമ്മുടെ പ്യൂണ് ഗണേശ് ഇല്ലേ അങ്ങേരും ഉണ്ട്. അവര് ഓരോരുത്തരും പറയുന്നുണ്ട് ഞങ്ങളാണ് അവളെ കൊലപ്പെടുത്തിയത്. എന്നാൽ പെട്ടെന്ന് അവൻ ബോധം കെട്ട് താഴെ വീണുപോവാണ്. അതായത് വ്യൂമിന് രാത്രി ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ശീലമില്ലേ, അങ്ങനെ അവൻ അറിയാതെ നടന്ന് ആ തടാകത്തിന്റെ അരികിലെത്തിയതാണ്. അവന്റെ മനസ്സിൽ സംശയമുള്ള ആളുകളെ തന്നെയാണ് അവന്റെ ഉപബോധ മനസ്സ് കാണിച്ചു കൊടുത്തത്. അവന്റെ അമ്മ ആനയാണ് മകനെ കാണാതായപ്പോ തേടിപ്പോയിട്ട് ആ ഒരു സ്ഥലത്ത് നിന്ന് അവനെ കൂട്ടിക്കൊണ്ട് വീട്ടിലേക്ക് വരുന്നത്. കഴിഞ്ഞ ദിവസം ഇവർ ഓരോരുത്തരും ഒരു കാര്യം തീരുമാനിച്ചിരുന്നില്ലേ? അതായത് അവർക്ക് സംശയമുള്ള ആളുകൾ ആരൊക്കെയാണോ അവരുടെ പെരുമാറ്റങ്ങള് ചലനങ്ങളൊക്കെ അവർ ഓരോരുത്തരും വാച്ച് ചെയ്യാന്ന്. അപ്പോ നമ്മുടെ വിജയുടെ വീടുള്ളത് ശീതളിന്റെ വീടിന്റെ അരികിലാണ്. അപ്പോൾ അവനും ഒരു സെതസ്കോപ്പ് വെച്ചിട്ട് അവന്റെ നീക്കങ്ങളൊക്കെ വ്യക്തമായിട്ട് വാച്ച് ചെയ്യാണ്. അതേ സമയത്ത് ആനന്ദിയില്ലേ നമ്മുടെ ആൽബിൻ സാറിന്റെ നീക്കങ്ങൾ വാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് അവളൊരു കാര്യം കാണുന്നത്. ആൽബിനില്ലേ രാത്രി സമയമായപ്പോ പെട്ടിയൊക്കെ എടുത്തിട്ട് എങ്ങോട്ടേക്ക് പോവാണ്. അല്ല ഇനിയിപ്പോ ഇങ്ങനെ നാട് വിട്ട് പോവാണോ, അല്ലെങ്കിൽ വേറെ എങ്ങോട്ടെങ്കിലും കയ്യിൽ പെട്ടി എന്തായിരിക്കും? അതേ സമയത്ത് നമ്മുടെ വ്യൂമില്ലേ അവന്റെ ഏട്ടൻ മാനവ് അവനെ വാച്ച് ചെയ്യാണ്. അതായത് മാനവ് പലപ്പോഴും അവന്റെ വീടിന്റെ ഒരു ജനലിലൂടെ പുറത്തൊക്കെ ചുറ്റി അടിച്ചിട്ട് വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോ അതുപോലെ അവൻ പോകുന്നുണ്ടോന്ന് നോക്കാണ്. ഇവിടെയാണ് ഈ കഥയുടെ 3ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അടുത്ത എപ്പിസോഡിന്റെ തുടക്കത്തിലെ നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു കോളേജിൽ നടന്ന ചില ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് ആൽബിൻ സാറ് ആദ്യമായിട്ട് കോളേജിലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ തന്റെ CV ആയിട്ട് അത് ആനയ്ക്ക് കൊടുക്കുകയാണ്. അത് ചെക്ക് ചെയ്യുമ്പോൾ ഓൾറെഡി ആൽബിനിലെ കുറേയധികം പ്രൈവറ്റ് സ്കൂളുകളിലും ട്യൂട്ടർ സെന്ററുകളിലൊക്കെയാണ് വർക്ക് ചെയ്തിട്ടുള്ളത്. അതും സ്പെസിഫിക് ആയിട്ട് ലേഡീസ് സ്കൂളുകളിലെ. അപ്പോൾ ആനി ചോദിക്കുന്നുണ്ട്, അല്ല നിങ്ങളെന്താ പെൺകുട്ടികൾക്ക് മാത്രമേ ക്ലാസ് എടുക്കുള്ളൂ? അതുകൊണ്ടല്ല, പെൺകുട്ടികളാണ് കൂടുതലായിട്ട് മ്യൂസിക്കിലേക്ക് വരാൻ താല്പര്യപ്പെടുന്നത്. അപ്പോൾ ആനിയും അങ്ങനെയാണെങ്കിൽ ഈ ഒരു വർഷം എന്തായാലും നമ്മുടെ സ്കൂളിന് ഒരു അവാർഡ് നിങ്ങളിലൂടെ കിട്ടുന്ന പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ആൽബിനും എന്റെ പരമാവധി ഞാൻ ശ്രമിക്കാമെന്ന് പറഞ്ഞ് ആ ഒരു സ്കൂളിൽ ജോയിൻ ചെയ്യാണ്. നമ്മുടെ ആൽബിൻ്റെത് നല്ലൊരു ക്യാരക്ടറായിട്ട് എനിക്ക് തോന്നുകയാണ്. അങ്ങനെ അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് പ്രസന്റിൽ ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നതാണ്. അതായത് ഇപ്പോൾ ഏകദേശം 1 വർഷം കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരു മ്യൂസിക് കോമ്പറ്റീഷൻ നടക്കേണ്ട സമയമായിട്ടുണ്ട്. എന്നാൽ അത് കോർഡിനേറ്റ് ചെയ്യുന്നത് ആൽബിൻ സാറാണ്. അങ്ങനെ വിളിച്ചു നോക്കുമ്പോൾ അയാൾ ഫോൺ പിക്ക് ചെയ്യുന്നില്ല. കുറെ പ്രാവശ്യം ആനി വിളിച്ചു നോക്കിയിട്ടും ഫോൺ പിക്ക് ചെയ്യാതായപ്പോ വല്ലാതെ ടെൻഷൻ ആവുകയാണ്. അപ്പോൾ ആ ഒരു കാഴ്ചകൊണ്ടിരുന്ന വ്യൂമില്ലേ നമ്മളോട് പറയുന്നുണ്ട്, എന്റെ അമ്മ ആനി ഒരു സിംഗിൾ മദറല്ലേ, അവർക്ക് ആൽബിൻ സാറിന്റെ പെരുമാറ്റമൊക്കെ ഇഷ്ടമാണ്. അതുപോലെ സമയം കിട്ടുമ്പോഴൊക്കെ ആൽബിൻ സാർ വീട്ടിലേക്ക് വരാറുണ്ട്. അവർ രണ്ടുപേരും ചേർന്നിട്ട് മ്യൂസിക് ഒക്കെ വായിക്കാറുണ്ട്. ആ സമയത്ത് അമ്മയുടെ മുഖത്ത് ഞാനൊരു നല്ല സന്തോഷം കണ്ടിരുന്നു. കുറെ നേരം ആനി ഫോൺ വിളിച്ചിട്ടും ഫോൺ പിക്ക് ചെയ്തില്ലല്ലോ. അപ്പോഴാണ് ആനിക്ക് തിരിച്ച് ഫോൺ വരുന്നത്. നോക്കുമ്പോൾ അത് ആൽബിൻ സാർ തന്നെയാണ്. ഞാൻ നാട്ടിലേക്ക് വന്നതാണ്. എന്റെ അച്ഛന് തീരെ സുഖമില്ല. ഇന്നലെ പെട്ടെന്നാണ് കോൾ വന്നത്. അപ്പോൾ ഇനി തിരിച്ച് വരാന് ഒരാഴ്ച കഴിയും തോന്നുന്നുണ്ട്. അപ്പോൾ ആനയും ആയിക്കോട്ടെ കുഴപ്പമില്ല. അങ്ങനെ കുട്ടികളെ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ആൽവിൻ സാറിന്റെ അച്ഛന് സുഖമില്ലാത്തതുകൊണ്ട് വരാൻ ഒരാഴ്ചയാവും. അപ്പോൾ നിങ്ങൾ സ്വന്തം വേണം ഇതുവരെ സാറ് പഠിപ്പിച്ച എല്ലാ മെത്തേഡും വെച്ചിട്ട് പ്രാക്ടീസ് ചെയ്യാനേ. എന്നാൽ നമ്മുടെ വ്യൂമിനും ടീമിനും ആൽവിൻ സാർ അങ്ങനെ പെട്ടെന്ന് അച്ഛന് സുഖമില്ലെന്ന് പറഞ്ഞ് നാട്ടുപോയ കാര്യത്തില് നല്ലൊരു സംശയമുണ്ട്. കാരണം ഇനിയിപ്പോൾ എന്തെങ്കിലും മറയ്ക്കാനാണെങ്കിലോ. അപ്പോൾ ശീതളില്ലേ ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട്. ആ ഒരു കാര്യം പറയാണ്. അതായത് മീനാക്ഷിയുടെ മകൻ വിജയില്ലേ അവനൊരു പക്ക കോഴിയാണെന്ന് നമുക്ക് നേരത്തെ അറിയാലോ. എന്നാൽ അവന്റെ വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് വിജയുടെ കാറിൽ വെച്ച് പല പെൺകുട്ടികളെയും അവൻ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യം ശീതൾ എങ്ങനെ കണ്ടുപിടിച്ചെന്ന് വെച്ചാല് ഒരു വലിയ ചപ്പട മീശയൊക്കെ വെച്ചിട്ട് വേഷവും മാറി പോയിട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പോൾ വ്യൂമും ബാക്കി ഫ്രണ്ട്സും ഒരു കാര്യം തീരുമാനിക്കുകയാണ്, നമുക്ക് ഒന്നുകൂടി ആ ഡ്രൈവർ കണ്ടുനോക്കാം. ഇനിയും അങ്ങേർക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിലോ. അങ്ങനെ രാത്രിയായപ്പോൾ വിജയുടെ വീടിന്റെ പുറത്ത് ആ ഒരു ഡ്രൈവർ ഡ്യൂട്ടി കഴിഞ്ഞ് തിരിച്ചു വരുന്നതും കാത്തിട്ട് നമ്മുടെ പയ്യന്മാര് നിൽക്കുകയാണ്. അങ്ങനെ ജോലി കഴിഞ്ഞിട്ട് പുറത്തേക്ക് വരുമ്പോ, ചേട്ടാ ഞങ്ങള് വിജയുടെ ഫ്രണ്ട്സാ. ആണല്ലേ? അല്ല ചേട്ടാ, വിജയെ പല പെൺകുട്ടികളുടെ കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോഴും ആ ഒരു സ്വഭാവം ഉണ്ടോ? ചേട്ടൻ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അപ്പൊ അങ്ങേരും ഞാനും കണ്ടിട്ടുണ്ട്. അപ്പൊ അവരില്ലേ താരയുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഈ ഒരു പെൺകുട്ടിയുമായിട്ട് അവന് വല്ല റൊമാൻസ് ഉണ്ടായിരുന്നോ ചേട്ടൻ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഡ്രൈവർ ആണെങ്കിൽ പെൺകുട്ടികൾ ആരൊക്കെയാണെന്ന് ഞാൻ ശരിക്കും ശ്രദ്ധിച്ചിട്ടില്ല. ഈ പെൺകുട്ടിയുടെ മുഖം കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുമില്ല. ചിലപ്പോൾ ഉണ്ടായിരിക്കും. അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട്,
അല്ല ചേട്ടാ, ഈ ഒരു പെൺകുട്ടി താര ഇവള് മരണപ്പെട്ട കാര്യം നിങ്ങൾ അറിഞ്ഞിട്ടില്ല? അപ്പോൾ അങ്ങേര് വല്ലാതെ ടെൻഷനായിട്ട് എന്ത് ഈ കുട്ടി മരിച്ചു പോയിന്നോ? ഞാൻ അറിഞ്ഞിട്ടില്ല. അപ്പൊ പെട്ടെന്ന് എനിക്ക് പോകേണ്ട സമയമായി. അങ്ങനെ അയാള് ആ കുട്ടികളോട് സംസാരിച്ചിട്ട് പോകുന്നത് നമ്മുടെ വിജയുടെ അമ്മ മീനാക്ഷിയിലെ കാറിലൂടെ വന്നോണ്ടിരിക്കുമ്പോ കാണുന്നുണ്ടായിരുന്നു. അല്ല, ആ പയ്യന്മാരുമായിട്ട് ഇയാൾക്ക് എന്താ ബന്ധം? സംസാരിച്ചിരിക്കേണ്ട കാര്യം എന്താ? അങ്ങനെ അന്ന് രാത്രി വ്യൂമും അമ്മയും ഒന്നിച്ചിരുന്നാണ് ഭക്ഷണം കഴിക്കുന്നത്. എന്നാൽ കുറച്ച് കഴിഞ്ഞിട്ടും ഏട്ടനായിട്ടുള്ള മാനവില്ലേ ഫുഡ് കഴിക്കാൻ വന്നിട്ടില്ല. അപ്പോൾ വ്യൂമ് ആ കാര്യം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം 10-11 ദിവസമായി മാനവ് ഫുഡ് കഴിക്കാനേ വന്നിട്ട്. അപ്പോൾ വ്യൂമ് ചോദിക്കുന്നുണ്ട്, അല്ലേ അമ്മേ, അമ്മയ്ക്ക് മാനവിന്റെ മേലെ സംശയവും തോന്നില്ല? താര മരണപ്പെട്ട ശേഷം അവൻ കുറെ നാളായില്ലേ നൈറ്റ് ഫുഡേ കഴിച്ചിട്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ അവന്റെ ഫ്രണ്ട് ആയിരുന്നില്ല താര മരണപ്പെട്ടാല് അവന് സങ്കടം ഉണ്ടാവില്ലേ? എന്നാൽ വ്യൂമിന് മാനവിന്റെ പെരുമാറ്റത്തില് വേറെ എന്തോ കാര്യം തോന്നുന്നുണ്ട്. അങ്ങനെ അവന്റെ ഏട്ടനെ സാധാരണത്തെ പോലെ തന്നെ ജനലിലൂടെ വീണ്ടും വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ആനി സ്കൂളിൽ വന്ന് തന്റെ ഡ്യൂട്ടിയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു കോൾ വരുന്നുണ്ട്. നോക്കുമ്പോൾ മീനാക്ഷിയാണ്. നിന്നോട് ഓൾറെഡി ഞാൻ പറഞ്ഞതാ എന്റെ മകന്റെ പിന്നാലെ ചുറ്റുന്നു നിർത്താന്. ഇപ്പോ നിന്റെ മോൻ ഇറങ്ങിയിട്ടുണ്ട്, ആ വ്യൂമ്. അവനും കൂട്ടുകാരും ഇന്നലെ എന്റെ ഡ്രൈവറോട് എന്റെ മകനെ കുറിച്ച് പല കാര്യങ്ങളും ചോദിച്ചിട്ട് പോയിട്ടുണ്ട്. ഇനിയും എന്റെ മോന്റെ പിന്നാലെ വരാനാണെങ്കിൽ പിന്നെ നിന്റെ മകന്റെ കാര്യം എന്താവെന്ന് എനിക്ക് പറയാൻ പറ്റില്ലേ. എന്നാൽ ആനയാണെങ്കിൽ നിങ്ങൾക്ക് എന്റെ മോൻ ഒന്നും ചെയ്യാൻ പറ്റില്ല. വെറുതെ ഒച്ചുണ്ടാക്കാതെ ഫോൺ വെച്ചിട്ട് നിങ്ങളുടെ പണി നോക്ക്. എന്നാൽ ആനി വല്ലാതെ കലിപ്പില് ആ ഡ്രൈവറോട് ചോദിക്കുന്നുണ്ട്, ഇന്നലെ കുറച്ച് പയ്യന്മാരോട് താൻ സംസാരിക്കുന്നുണ്ടായിരുന്നല്ലോ, എന്റെ മോനെ കുറിച്ച് എന്താടാ നീ അവരോട് പറഞ്ഞേ? എന്നാൽ അയാളാണെങ്കിൽ ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല, അവര് വിജയുടെ ഫ്രണ്ടാണെന്നൊക്കെ പറഞ്ഞു വന്നപ്പോൾ ഞാൻ അവരെ മുമ്പ് കണ്ടിട്ടില്ലല്ലോ എന്നൊക്കെ ചോദിച്ചിട്ടുള്ളൂ. നിങ്ങൾക്ക് എന്നെ 100% വിശ്വസിക്കാം, ഒരിക്കലും ഞാൻ ചതിക്കില്ല. നിങ്ങൾക്ക് വേണ്ടി എന്റെ ജീവൻ വേണമെങ്കിലും തരാൻ ഞാൻ റെഡിയാണ്. അപ്പൊ മീനാക്ഷി, ആഹാ, എനിക്ക് വേണ്ടിയിട്ട് നീ ജീവൻ തരാൻ റെഡിയാ? അപ്പൊ അവനും അദ്ദേഹം തലയാട്ടുമ്പോ ഒരു വ്യത്യസ്തമായ രീതിയിൽ അയാൾ മീനാക്ഷി നോക്കുകയാണ്. അതേ സമയത്ത് നമ്മുടെ വ്യൂമിലെ ആ ഒരു സ്കൂളില് താരയുടെ പ്രസൻസ് ആ ഫീൽ ചെയ്യാറുള്ള എല്ലാ സ്ഥലത്തേക്കും അവളെ തിരഞ്ഞുകൊണ്ട് ആ ഒരു ടെൻഷനിൽ നിൽക്കുമ്പോൾ അവന്റെ അരികിലേക്ക് വന്ന സഞ്ജന അവനോട് ചോദിക്കുന്നുണ്ട്, നിനക്കൊരു വസ്തു ഞാൻ തരാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അങ്ങനെ അവനെ കൂട്ടിക്കൊണ്ടുപോയിട്ട് ഒരു ബുക്ക് കൊടുക്കാണ്. ഈ ഒരു ബുക്ക് ഏതെന്ന് വെച്ചാൽ നമ്മുടെ താരയുടെ ഒരു ബുക്കാണ്. വ്യൂമെ, എനിക്കറിയാം നിനക്ക് താരയെ വല്ലാതെ ഇഷ്ടമായിരുന്നു എന്ന്. ഇപ്പോ അവള് കൂടിയില്ലെങ്കിലും അവളുടെ ഓർമ്മയ്ക്കായിട്ട് ഈ ഒരു ബുക്ക് നീ കയ്യിൽ വെച്ചോ. അപ്പോഴാണ് അവനൊരു കോള് വരുന്നത്. നോക്കുമ്പോൾ ഫ്രണ്ട് ശീതളാണ്. അപ്പോൾ അവനും, എന്തടാ വ്യൂമെ, നിന്റെ അമ്മയെ കുറിച്ച് മീനാക്ഷിയിലെ അവര് വീണ്ടും ന്യൂസിൽ എന്തൊക്കെ പറയുന്നുണ്ട്, ഒന്ന് കണ്ടു നോക്ക്. അങ്ങനെ വ്യൂമ് ആ ഒരു വീഡിയോ കാണുമ്പോൾ അതിലെന്താ പറയുന്നതെന്ന് വെച്ചാല് ആനയുടെ സ്കൂളിൽ ജോലി ചെയ്യുന്ന പല ആളുകളുടെ ഹിസ്റ്ററി പോലും ചെക്ക് ചെയ്യാതെ ക്രിമിനൽസിനെയൊക്കെയാണ് അവിടെ ജോലിക്ക് വെക്കുന്നത്. അതായത് ഗണേശിന്റെ പേരിൽ ഓൾറെഡി ഒരു ക്രിമിനൽ കേസുണ്ട്. അയാളുടെ ഡീറ്റെയിൽസ് ചെക്ക് ചെയ്തിരുന്നെങ്കിൽ ചിലപ്പോൾ ആ സ്കൂളിൽ ആ ആപത്ത് നടക്കില്ലായിരുന്നു. അപ്പോൾ താരയുടെ കൊലപാതകമായിട്ട് ഗണേശനെ മാത്രം അറസ്റ്റ് ചെയ്താൽ പോരാ, അതിന് വഴി വെച്ചു കൊടുത്ത പ്രിൻസിപ്പൽ ആനിയെയും അറസ്റ്റ് ചെയ്യണം. അങ്ങനെ വ്യൂമ് തന്റെ അമ്മയെക്കുറിച്ച് മീനാക്ഷി പറഞ്ഞതൊക്കെ അറിഞ്ഞില്ലേ, അതുപോലെ തന്നെ ഏട്ടൻ മാനവ് അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ മാനവ്, അല്ല, ആ ലേഡിക്ക് മീനാക്ഷിക്ക് എന്റെ അമ്മയുടെ മേലെ ദേഷ്യം വരാൻ എന്താടാ കാരണം? നീ അവരോട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? എന്നാൽ വ്യൂമ്, ഞാൻ എന്ത് ചെയ്യാനാ? അവരിപ്പോഴൊന്നുമില്ലല്ലോ, ഇതിനു മുമ്പും ഇതുപോലെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കിയിട്ടില്ലേ, പണ്ടത്തെ വൈരാഗ്യമായിരിക്കും. അപ്പൊ മാനവ് നമ്മുടെ ഡ്രൈവറിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട്, ഇയാളെ നിനക്കറിയോ? എന്തിനാടാ മീനാക്ഷിയുടെ ഡ്രൈവറോട് നിങ്ങൾ താരയെക്കുറിച്ച് അന്വേഷിക്കാൻ ഇറങ്ങിയേ? അപ്പോൾ വ്യൂമിന് എന്താണ് മറുപടി പറയണമെന്ന് അറിയുന്നില്ല. ദേഷ്യത്തിൽ മനു പാഞ്ഞു വന്നിട്ട് വ്യൂമിന്റെ കോളർ പിടിച്ചിട്ട്, എന്റെ അമ്മയ്ക്ക് നീ കാരണം എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നിന്നെ ഞാൻ എന്താ ചെയ്യാന്ന് എനിക്ക് തന്നെ അറിയില്ല. എന്നാൽ വ്യൂമ് വല്ലാതെ പേടിച്ചിട്ട് ഓടിപ്പോയിട്ട് അവന്റെ റൂമിൽ കയറി വാതിലടക്കിയാണ്. ഏട്ടാ, എന്നെ ഒന്നും ചെയ്യല്ലേ, എന്നെ കൊല്ലല്ലേ, എന്നെ രക്ഷിക്കാനിപ്പോ എന്റെ കൂടെ എന്റെ അച്ഛനില്ല. അപ്പോ മാനവ്, എന്ത്, ഞാൻ നിന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നോ? പലപ്പോഴും നീയല്ലടാ എന്നെ കൊല്ലാൻ ശ്രമിച്ചേ, അതിലൊന്ന് എന്റെ അച്ഛനാ എന്നെ രക്ഷിച്ചേ. നീ ഒരു ഡെവിളാടാ, രാക്ഷസനാ. അങ്ങനെ ദേഷ്യത്തില് മാനവ് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ അങ്ങോട്ടേക്ക് അവരുടെ അമ്മ ആനി വരികയാണ്. മാനവേ, നിന്നോട് ഞാൻ പറഞ്ഞതല്ലേ ഈ കാര്യമൊന്നും അവനോട് പറയരുതെന്ന്. അപ്പോ മാനവ്, അല്ലമ്മേ, അതുകൊണ്ടല്ല, അവൻ കാരണം അമ്മയ്ക്ക് എന്തെങ്കിലും ആപത്ത് വരുമെന്ന് ഭയന്നിട്ടാ. എന്നിട്ട് ഓടിപ്പോയി അമ്മയെ ഹഗ് ചെയ്തിട്ട്, അമ്മ എന്നോട് ക്ഷമിച്ചേക്ക്, അത് സാരല്ല, നീ പോയി കടന്നോ. അങ്ങനെ മാനവിനെ പറഞ്ഞയച്ചിട്ട് നമ്മുടെ ചെറിയ മകൻ വ്യൂമില്ലേ അവനെ സമാധാനിപ്പിക്കാൻ റൂമിലേക്ക് വരികയാണ്. അപ്പോൾ വ്യൂമിന്റെ ഉള്ളില് ഒരു കനലായിട്ടില്ലേ, ഏട്ടൻ എന്തായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവുക? ഇനിയിപ്പോ ഞാൻ അങ്ങനെയാണോ? അത് സത്യമാണോ? അങ്ങനെ അമ്മയോട്, അല്ല, ഏട്ടൻ പറഞ്ഞതിൽ എന്തെങ്കിലും ഉണ്ടോന്ന് ചോദിക്കുമ്പോൾ ആനിയില്ലേ ഒരു ട്വിസ്റ്റ് രഹസ്യം പറയാണ്. അതായത് നമ്മുടെ വ്യൂമില്ലേ അവന് രാത്രി എഴുന്നേറ്റ് നടക്കുന്നതായിട്ട് മാത്രമല്ലേ നമ്മൾ കണ്ടിട്ടുള്ളൂ. എന്നാല് രാത്രി എഴുന്നേറ്റ് നടക്കുക മാത്രമല്ല, ആ ഒരു സമയത്ത് അവൻ എന്തൊക്കെയാണ് ചെയ്യാന്ന് അവനിക്ക് തന്നെ അറിയില്ല. അതായത് ചെറുപ്പം മുതലേ അവനങ്ങനെ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുമ്പോൾ അവന്റെ ഏട്ടനായിട്ടുള്ള മാനവനില്ലേ അവൻ വല്ലാതെ ഉപദ്രവിക്കും. എന്നാൽ അത്ര ചെറിയ കുട്ടിക്ക് വലിയ ആളെ എങ്ങനെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് വെച്ചാല് ആ ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന സമയത്ത് അവൻ പോലും അറിയാത്ത ഒരു ശക്തി അവൻ എവിടുന്നോ കിട്ടുന്നതാണ്. അങ്ങനെ ചെറുപ്പം മുതലേ മാനവനെ വല്ലാതെ ഉപദ്രവിച്ചിട്ട് മാനവന്റെ ശരീരത്തില് കുറേയധികം വലിയ മുറിവിന്റെ പാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ആ പാടുകള്
അവന്റെ ശരീരത്തിലുണ്ട്. എന്നാൽ ഇതുവരെ വ്യോമ് നമ്മളോട് പറഞ്ഞ കഥ എന്താ? മാനവാണ് അവൻ ഉപദ്രവിക്കുന്നതല്ലേ? അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാല് ചെറുപ്പത്തില് ചെറിയ കുഞ്ഞായിരുന്നില്ലേ വ്യോമ്. അപ്പോൾ ആ സമയത്ത് അവന് ഇങ്ങനത്തെ ഒരു അവസ്ഥയുണ്ടെന്ന് അവൻ അറിഞ്ഞു കഴിഞ്ഞാല് മെന്റലി അവൻ വല്ലാതെ തകർന്നു പോലെ. അതുകൊണ്ട് അവന്റെ മനസ്സിന് ഒരു ധൈര്യം കൊടുക്കാന് അച്ഛൻ നിന്റെ ഏട്ടൻ മാനവാണ് നിന്നെ ഉപദ്രവിക്കുന്നതെന്ന് ആ ഒരു സംഭവം മാറ്റി പറഞ്ഞതാണ്. എന്നാൽ വ്യോമ് എപ്പോഴും മാനവനെ ഉപദ്രവിക്കാൻ പോകുമ്പോൾ അടി കിട്ടാതിരിക്കാന് അവൻ സേഫ്റ്റിക്ക് വ്യോമിനെ തടഞ്ഞിട്ട് മാത്രമേ ഉള്ളൂ. തിരിച്ച് വ്യോമിനെ ഒരിക്കൽ പോലും ഉപദ്രവിച്ചിട്ടില്ല. മാനവന്റെ സമ്മതം വാങ്ങിയിട്ടാണ് അച്ഛൻ ഈ കാര്യം വ്യോമിനോട് പറഞ്ഞത്. ഇപ്പോഴാണ് വ്യോമിന് സത്യങ്ങൾ മനസ്സിലാവുന്നത്. അങ്ങനെ പതിയെ അമ്മ ആനിക്ക് ഉറക്കം പിടിച്ചിട്ടുണ്ട്. എന്നാലേ നമ്മുടെ വ്യോമിനില്ലേ ഉറങ്ങാനേ പറ്റുന്നില്ല. ഇപ്പോ അമ്മ പറഞ്ഞ പോലെ ഉറക്കത്തില് ഞാൻ എന്ത് ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിലും താരെ ഇനിയിപ്പോ ഞാനായിരിക്കുമോ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവുക. താര മരണപ്പെട്ട സമയത്ത് അന്ന് രാത്രി ആ കുളത്തിന്റെ അരികിലേക്ക് ഞാൻ പോയിട്ടുമുണ്ട്. ആ ഒരു വിഷ്വല് ഞാൻ കണ്ടതുമല്ലേ, CCTVയിൽ പതിഞ്ഞിരുന്നില്ലേ? എന്റെ ഈ ഒരു ശാപം പിടിച്ച അവസ്ഥയാണോ ഇതിനൊക്കെ കാരണം? ഇനിയിപ്പോ ഞാനാണെങ്കിലും അല്ല ഇതിന്റെ പിന്നിലെ ആരാണെങ്കിലും ആ രഹസ്യം അത് പുറത്ത് കൊണ്ടതേ മതിയാവുന്ന ആ മനസ്സിൽ ഉറപ്പിക്കാണ്. ഇവിടെയാണ് ഈ കഥയുടെ 4ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അങ്ങനെ അടുത്ത എപ്പിസോഡിന്റെ സ്റ്റാർട്ടിംഗ് സീനില് നമ്മുടെ വ്യോമില്ലേ അവൻ പഴയ പോലെ തന്നെ താരെ സ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ്. അപ്പോ താരയില്ലേ, വ്യോമേ നീ എന്നോട് ചെയ്യുന്നത് തീരെ ശരിയല്ല കേട്ടോ. ഞാനിവിടെ തണുത്ത് വിറച്ചിരിക്കുമ്പോൾ നീ ഓവർ കോട്ടൊക്കെ ഇട്ട് വന്നിരിക്കുക. അപ്പോൾ വ്യോമം എനിക്കൊന്നും ആ കോട്ട് വേണ്ട. അങ്ങനെ ആ കോട്ട് ഊരി വെള്ളത്തിലേക്ക് എറിയാണ്. അപ്പൊ താര നീ ഇപ്പൊ ചെയ്ത് വെറും മണ്ടത്തരല്ലേ? ആ കോട്ട് വെള്ളത്തിൽ കളഞ്ഞിട്ടിപ്പോ നമ്മള് രണ്ടാളും തണുത്ത് വിറച്ച് ചാവണോ? ആ കോട്ട് എനിക്കെങ്കിലും തരായിരുന്നു. അപ്പൊ വ്യോമാണെങ്കിലേ എന്നെ മണ്ടെന്ന് വിളിക്കരുത്. മണ്ടത്തരം കാണിച്ചാല് അങ്ങനെ തന്നെ വിളിക്കും. ദേഷ്യം വന്നപ്പോ വ്യോമില്ലേ അവളെ വെള്ളത്തിൽ തള്ളിയിട്ടിട്ട് അവിടുന്ന് ദേഷ്യത്തില് നടന്നു പോവാണ്. അതായത് താര മരണപ്പെട്ടിട്ടും അവൻ ഒരു കൂസലും ഇല്ല. അതൊക്കെ വ്യോമ് സ്വപ്നം കാണുന്നില്ലേ. ഉണർന്നിട്ട് എഴുന്നേക്കാൻ നോക്കുമ്പോ അവന്റെ കൈകാലുകളൊക്കെ ആരോ കെട്ടിവെച്ചിട്ടുണ്ട്. നോക്കുമ്പോ അവന്റെ കൂട്ടുകാരാണ്. അല്ല എന്തിനാടാ എന്നെ കെട്ടിവെച്ചിട്ടുള്ളേ? അപ്പൊ അവര് എടാ നീ ഉറങ്ങിക്കഴിഞ്ഞാല് പിന്നെ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് നമ്മുടെ ഒരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാ അങ്ങനെ ആ ഒരു കെട്ട് പതി അഴിച്ചു കൊടുക്കുകയാണ്. അതായത് ഓൾറെഡി നമ്മുടെ വ്യോമ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഉറക്കത്തില് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്, അതെന്താണെന്ന് എനിക്ക് അറിയുന്നില്ല. അത് മാത്രല്ല വ്യോമനിപ്പോ അവന്റെ മേലെ തന്നെയല്ല സംശയം. ഇനിയിപ്പോ ഞാൻ തന്നെ ആയിരിക്കോ താരെ കൊലപ്പെടുത്തിയ? അവന്റെ സ്വപ്നത്തിൽ പോലും അവനൊരു കൊലയാളിയായിട്ടാണ് അവന് തോന്നുന്നത്. അപ്പോ ഓൾറെഡി താര കൊല്ലപ്പെടുന്നതിന് മുൻപ് അവൻ ആ തടാകത്തിന്റെ അരികിലേക്ക് പോയിരുന്നില്ലേ? ആ ഒരു വിഷ്വല് ഒന്നുകൂടി ചെക്ക് ചെയ്ത് നോക്കാണ്. അതായത് വ്യോമല്ലാതെ വേറെ ആരെങ്കിലും ആ ഭാഗത്തുണ്ടായിരുന്നു എന്ന്. അപ്പോഴാണ് അവിടെ ഒരു വ്യത്യസ്തമായിട്ടുള്ള രൂപത്തെ അവരെല്ലാവരും കാണുന്നേ. അവര് ഷോക്കായി തരിച്ചു പോകുന്നുണ്ട്. ഇനിയിപ്പോ അത് നമ്മള് ഭയപ്പെടുന്ന പോലെ ആ രാഖയുടെ ആത്മാവായിരിക്കോ? അത് കാണുമ്പോ വ്യോമിന് സംശയം തോന്നുന്നുണ്ട്. ഇനിയിപ്പോ അത് സത്യമായിരിക്കോ? അല്ല ആരാണ് ഈ രാഖ? എന്താണ് രാഖ സംഭവിച്ചത്? അവന്റെ ഫ്ലാഷ് ബാക്ക് ആണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് ആ ഒരു സ്കൂളിൽ ഒരു കാസ്റ്റ് സിസ്റ്റം ഉണ്ടായിരുന്നു. അതായത് ഉയർന്ന ജാതിയിലുള്ള ആളുകൾ മാത്രമേ ആ സ്കൂളിൽ പഠിച്ചു വന്നിരുന്നുള്ളൂ. എന്നാൽ അപ്പോഴാണ് ആ സ്കൂളിന്റെ നടത്തിപ്പ് ജോൺ എന്ന ഒരാൾ ഏറ്റെടുക്കുന്നത്. അദ്ദേഹത്തിന് മനസ്സിൽ എന്തായിരുന്നു വെച്ചാൽ എല്ലാ ജാതിയിലെ ആളുകൾക്കും ഒരേ രീതിയിലുള്ള നീതി കിട്ടണം. അങ്ങനെയാണ് രാഖ എന്ന ഒരു താഴ്ന്ന ജാതിയിലുള്ള പയ്യൻ ആ സ്കൂളിലേക്ക് അഡ്മിഷൻ വന്നപ്പോൾ അവനെ സ്കൂളിൽ ചേർക്കുന്നത്. ഇത് ആ സ്കൂളിന്റെ ചരിത്രത്തിലെ ആദ്യമായിട്ട് സംഭവിച്ചതാണ്. ആ കുട്ടിയുടെ പേര് തന്നെയാണ് രാഘവേന്ദ്ര. അതാണ് പിന്നീട് രാഘ എന്നായി മാറിയ. രാഘവ് അവൻ നല്ല രീതിയിൽ തന്നെ പഠിക്കുമായിരുന്നു. ആ സ്കൂളിലെ ബെസ്റ്റ് സ്റ്റുഡന്റ് ആണ്. എപ്പോഴും ഒന്നാമത് അവൻ തന്നെയാണ് വരാറ്. എന്നാൽ ആ സ്കൂൾ ഭരിച്ചിരുന്ന ഉയർന്ന ജാതിയിലെ കുട്ടികൾക്ക് തീരെ സഹിക്കാനോ ക്ഷമിക്കാനോ കഴിഞ്ഞില്ല. അങ്ങനെ എപ്പോഴും അവനെ കളിയാക്കും, കിട്ടുമ്പോഴൊക്കെ അവൻ ഉപദ്രവിക്കും. അതൊക്കെ സഹിച്ച് ക്ഷമിച്ച് രാഘവ് വീണ്ടും പഠനം മുന്നോട്ട് കൊണ്ടുപോയി. അങ്ങനെ അവസാനം അവന് എബ്രോഡ് പോയി പഠിക്കാനുള്ള ഒരു സ്കോളർഷിപ്പ് കിട്ടി. അങ്ങനെ അവൻ പോവാനിരുന്നപ്പോഴാണ് പെട്ടെന്ന് ഒരു ദിവസം നിഗൂഢമായ നിലയിലെ അവനും ആ സ്കൂളിന്റെ അരികിലെ അതേ കൊള്ളത്തിൽ വീണ് മരണപ്പെടുന്നത്. എന്നാൽ ആ സ്കൂളിലെ ആളുകളൊക്കെ ജനങ്ങളോട് പറഞ്ഞു പരത്തിയത് രാഘവ് അവൻ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തിയതാണെന്നാണ്. എന്നാൽ അതിന്റെ പിന്നിൽ ആരായിരുന്നു എന്ന് നമുക്കറിയാലോ. അങ്ങനെ കുറച്ചധികം നാള് സ്കൂള് അടച്ചിടുകയാണ്. എന്നാൽ ഈ സംഭവമൊക്കെ നടക്കുന്നത് 1920-ലാണ്. പിന്നീട് ഇന്ത്യക്ക് ബ്രിട്ടീഷുകാരുടെ നിന്ന് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞപ്പോൾ 1947 ശേഷം ആ സ്കൂൾ വീണ്ടും ഓപ്പൺ ചെയ്തതാണ്. എന്നാൽ പിന്നീട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ നല്ല രീതിയിൽ കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് പെട്ടെന്ന് രാഘവ് മരണപ്പെട്ട പോലെ വീണ്ടും നല്ല സ്കോളർഷിപ്പ് ഒക്കെ വാങ്ങിയ ഒരു കുട്ടി കൂടി മരണപ്പെടുന്നത്. അങ്ങനെ ആ ഒരു കുട്ടിയുടെ മരണത്തിന് പിന്നില് രാഘവിന്റെ ആത്മാവാണെന്ന് ആ ഒരു നാട്ടില് ഒരു കഥ പടരാൻ തുടങ്ങിയതാണ്. ഇപ്പോ വ്യോമനും ടീമിനും രാഖയുടെ മേലെ സംശയം വരാൻ കാരണം നമ്മുടെ താരയും സ്കൂളില് നല്ലോണം പഠിക്കുന്ന ബെസ്റ്റ് സ്റ്റുഡന്റ് ആയിരുന്നു. അതുപോലെ സ്റ്റുഡന്റ് മരണപ്പെടുമ്പോൾ ചിലപ്പോ രാഖയുടെ ആത്മാവ് തന്നെ ആയിരിക്കും ഇതിന്റെ പിന്നിലെ. അങ്ങനെ അവര് രാഘവിന്റെ ഫ്ലാഷ് ബാക്ക് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ പെട്ടെന്ന് അങ്ങോട്ടേക്ക് ആരോ വരുന്ന പോലെ തോന്നുന്നുണ്ട്. അല്ല ഇനിയിപ്പോ രാഖയുടെ ആത്മാവായിരിക്കോ? പേടിച്ച് വിറച്ചിക്കുമ്പോ അങ്ങോട്ടേക്ക് വരുന്നത് നമ്മുടെ ആനി മാമാണ്. അല്ല മക്കളെ, എന്നെ നിങ്ങൾ ആദ്യമായിട്ട് കാണുക ഇങ്ങനെ വിറയ്ക്കാന്? അല്ലാതെ ലേറ്റ് ആയില്ലേ? അപ്പൊ എല്ലാരും അവരവരുടെ വീട്ടിലേക്ക് വിട്ടോ. അങ്ങനെ അടുത്ത ദിവസം ഇല്ലേ നമ്മുടെ വ്യോമിനും ടീമിനും ഇപ്പോ രാഘവിന്റെ മേലെയും സംശയമില്ലേ? അപ്പോ സഞ്ജനയോട് രാഘ ആ ഒരു ആത്മാവിനെ കുറിച്ച് നിനക്ക് പേടിയുണ്ടോ? എനിക്ക് ഒരു പേടിയില്ല. കാരണം എനിക്ക് നോക്ക് മറമറിയാം. അതായത് ഒരാളെ അവൾക്ക് നോട്ടത്തിലൂടെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അപ്പൊ വ്യോമും ആഹാ നീ ആള് കൊള്ളാല. അങ്ങനെ വ്യോമും ടീമും ഇല്ലേ
ഇനിയിപ്പോ അങ്ങനെ ഒരു ആത്മാവുണ്ടെങ്കിൽ അതുണ്ടോന്ന് കണ്ടുപിടിക്കണല്ലോ. അപ്പോ ആത്മാവിന്റെ പ്രസൻസ് കണ്ടുപിടിക്കുന്ന ഒരുതരം മെഷീൻ ഉണ്ട്. ആ ഒരു മെഷീൻ വാങ്ങിയിട്ട് ആ ഒരു ലേക്കിന്റെ ചുറ്റും അവരൊന്ന് നടന്നു നോക്കുകയാണ്. അങ്ങനെ പ്രത്യേകിച്ച് ഒന്നും വിസിബിൾ ആവാത്തതുകൊണ്ട് അവര് രാത്രി സമയത്ത് അതേ ഏരിയയിൽ വന്നിട്ട് ഓജോ ബോർഡ് വെച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ അവര് ചോദിക്കുന്നുണ്ട്, ഇവിടെ രാഘവ നീ ഉണ്ടോ? ഉണ്ടെങ്കിൽ ഞങ്ങളുടെ മുമ്പിലേക്ക് വാ. അപ്പോൾ അവര് നടുക്ക് വെച്ച കോനില്ലേ അത് പതിയെ മൂവായിട്ട് ഇവിടുന്ന് വേഗം പോ, ഗോ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ വ്യൂമിനും ടീമിനും ഒരു സംശയമുണ്ട്, വന്നിട്ടുള്ളത് രാഖയുടെ ആത്മാവ് തന്നെയാണോ എന്ന് ഉറപ്പിക്കണല്ലോ. അല്ല, ഇത് രാഘവേ നീ തന്നെയാണോ? അപ്പോൾ അവനും അതേന്ന് പറയാണ്. അപ്പോൾ അവര് ചോദിക്കുന്നുണ്ട്, നീയാണോ താരയെ കൊലപ്പെടുത്തിയ? രാഘവ് അതേന്ന് പറയാണ്. അല്ല, നിന്നെ ആരാ കൊലപ്പെടുത്തിയേ? നിനക്ക് എന്താ സംഭവിച്ചേ? പിന്നീട് നടന്ന കൊലപാതകവും നീയാണോ നടത്തിയേ? എന്നാൽ അതിനൊന്നും രാഘവ് മറുപടി പറയുന്നില്ല. ഇവിടുന്ന് വേഗം പോന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഇനിയും ഇവിടെ നിൽക്കുന്ന സേഫ് അല്ല, നമുക്ക് വേഗം പോയി കളയാം. അങ്ങനെ നമ്മുടെ ചെക്കന്മാര് അവിടുന്ന് സൈക്കിൾ എടുത്ത് വേഗത്തിൽ തിരിച്ചു പോവാണ്. എന്നാൽ വ്യൂമിനൊരു സംശയമുണ്ട്, കാരണം അവര് വിരൽ വെച്ചിട്ടാണല്ലോ അത് നീക്കുന്നത്. അപ്പൊ ഇനി നമ്മളിൽ ഒരാളാണെങ്കിലും നീക്കിയത്. അപ്പോ വ്യൂമിന് ആനന്ദെ കുറിച്ച് നല്ല രീതിയിൽ അറിയാം, നീയല്ലേ ഇത് ചെയ്തേ? അപ്പൊ അവള് ചിരിച്ചോണ്ട് ഞാനൊന്നും അല്ലേ. അങ്ങനെ അവള് സൈക്കിൾ എടുത്ത് മുന്നോട്ട് പോവാണ്. അപ്പോൾ വ്യൂവിന് ഉറപ്പായിട്ടുണ്ട് അപ്പോൾ അത് ചെയ്തത് ആനന്ദ് തന്നെയാണ്. എടി ദുഷ്ടേ, ഇത്രയും നേരം അപ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടതൊക്കെ വെറുതെ വേസ്റ്റ് ആയി പോയില്ലേ? അങ്ങനെ അവര് അവിടുന്ന് തിരിച്ചു പോവാണ്. അതേ സമയത്ത് പോലീസ് ടീം നമ്മുടെ ഗണേശനെ പഞ്ഞുകിട്ടോണ്ടിരിക്കുകയാണ്. നീ ചെയ്ത കൊലപാതകം അങ്ങ് സമ്മതിച്ചേക്ക്, ഇല്ലെങ്കിൽ ജീവൻ പോകുന്നവരെ മരണവേദന വാങ്ങേണ്ടി വരും. എന്നാൽ ആ ടോർച്ചറിങ് വേദന സഹിക്കാൻ പറ്റാതെ അവസാനം ഗണേശിലെ അവൻ തന്നെയാണ് കൊലപാതകം ചെയ്തതെന്ന് സമ്മതിക്കുകയാണ്. അങ്ങനെ പോലീസ് ടീം അവന്റെ വാക്കുമൂലം എഴുതിയെടുത്തിട്ടുണ്ട്. അതിൽ അങ്ങേരെ കൊണ്ട് സൈൻ ചെയ്യിപ്പിക്കുകയാണ്. ഓൾറെഡി താരയുടെ മരണത്തിന് കാരണം ഗണേശാണെന്ന് മീഡിയയിലൊക്കെ പറയുന്നില്ലേ? ഓൾറെഡി ക്രൈം കേസുള്ള ഗണേശനെ സ്കൂളിൽ ചേർത്തത് ആനിയല്ലേ? അങ്ങനെ ആ ഒരു സ്കൂളിന്റെ ബോർഡിലെ നമ്മുടെ ആനിയെ ചോദ്യം ചെയ്യാണ്. നിങ്ങൾ ഒരാളെ നിയമിക്കുമ്പോൾ അയാളുടെ ഹിസ്റ്ററി വെരിഫൈ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? അപ്പോൾ ആനിയും എന്റെ ഭാഗത്ത് തെറ്റൊന്നും വന്നിട്ടില്ല, ഓൾറെഡി ഗണേശന്റെ മേലെ ഒരു കേസുള്ള കാര്യം എനിക്ക് അറിയായിരുന്നു. കാരണം ഗണേശനെ എനിക്ക് പണ്ടേ അറിയുന്ന നിവൃത്തികോട് കൊണ്ട് പറ്റിയ ഒരു സിറ്റുവേഷൻ ആണ്. പിന്നീട് ഗണേശ് അവന്റെ ഭാര്യയും കുഞ്ഞുമായിട്ട് സമാധാനത്തിലുള്ളൊരു ലൈഫായിരുന്നു ലീഡ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കഷ്ടപ്പെടുന്ന ഗണേശനെ ഹെൽപ്പ് ചെയ്യാൻ ഒരു അവസരം കൊടുക്കാന്ന് കരുതിയിട്ടാണ് ഗണേശന് ഞാൻ ഈ പ്യൂണ് ജോലി കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഉറപ്പാണ് ഞാൻ ചെയ്തത് തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് തീരുമാനം വേണമെങ്കിലും എടുക്കാം, ഞാൻ നിങ്ങളുടെ കൂടെ നിൽക്കാം. എന്നാൽ ബോർഡാണെങ്കിൽ നിങ്ങൾ ഈ സ്കൂളിലേക്ക് വന്നിട്ട് വേറെ പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നുമില്ല, അതുകൊണ്ട് ഈ സിറ്റുവേഷനിൽ നിങ്ങൾ ഈ സ്കൂളിൽ നിന്ന് നിങ്ങൾ ഒഴിവാക്കാൻ പോകുന്നില്ല. അപ്പോഴാണ് ഓൾറെഡി ഗണേശ് താനെ കുറ്റം ചെയ്തെന്ന് സമ്മതിച്ചില്ലേ ആ ഒരു വാർത്ത ന്യൂസിൽ സ്പ്രെഡ് ആവുന്നത്. അത് കണ്ടപ്പോൾ ആനി ഷോക്കായി പോവാണ്. അടുത്ത സീനില് ഗണേശ് അറസ്റ്റിലായില്ലേ? അപ്പോൾ ഗണേശിന്റെ ഭാര്യയും കുഞ്ഞു മോളും അങ്ങനെ കാണാൻ ജയിലിലേക്ക് വരികയാണ്. ഗണേശിന്റെ ഭാര്യയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല. നിങ്ങൾ ഒരിക്കലും ആ തെറ്റ് ചെയ്തിട്ടില്ല എന്ന് എനിക്കറിയാം, പിന്നെ എന്തിനാ സമ്മതിച്ചേ? അതിന്റെ പിന്നില് ഒരു കാരണമുണ്ട്, അത് അധികം വൈകാതെ നിങ്ങൾ എന്തായാലും അറിയും. എന്നാൽ ആ കാരണം എന്താണെന്ന് ഗണേശ് പറയുന്നില്ല. അപ്പോൾ വ്യോമും ടീമും ഓൾറെഡി താരയുടെ കൊലപാതകത്തിന് പിന്നിലെ കൊലയാളിയെ തേടി ഇറങ്ങിയതല്ലേ? ഇപ്പോൾ ഗണേശാണ് കുറ്റവാളിയെന്ന് പോലീസ് സ്ഥിരീകരിക്കുകയും ചെയ്തു. അപ്പോൾ ഇനി അതിന്റെ പിന്നാലെ പോകണ്ടെന്ന് അവർ തീരുമാനിക്കുകയാണ്. അപ്പോൾ സഞ്ജന എന്നെ ഒന്ന് ഹോസ്റ്റലിൽ ഡ്രോപ്പ് ചെയ്യോ? അതിനെന്താ? അങ്ങനെ വ്യോമ് അവളെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ വ്യോമ് ചോദിക്കുന്നുണ്ട്, നമുക്ക് നാളെ ഒന്ന് കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാൻ പറ്റുമോ? എന്നാലും സഞ്ജന നാളെ എനിക്ക് നാട്ടിലേക്ക് പോകണം. എന്നാലും വ്യോമെ ഒരിക്കലും നിന്നെ ഞാൻ മറക്കില്ല. അങ്ങനെ അവനെ ഹഗ് ചെയ്യാണ്. അപ്പോൾ വ്യൂമിനും ലോട്ടറി അടിച്ച ഹാപ്പിയോടെ അവിടെ നിന്ന് തിരിച്ചു പോവാണ്. വ്യൂമ് പോകുന്ന സമയത്ത് ആ ഭാഗത്തൊന്നും ആരുമില്ല. അങ്ങനെ സൈക്കിൾ പതി ഉന്തി പോകുമ്പോൾ പെട്ടെന്ന് നമ്മുടെ ഗണേശന്റെ ഭാര്യയില്ലേ അവന്റെ മുമ്പിലേക്ക് വരികയാണ്. അവരെ കണ്ടപ്പോൾ വ്യൂമ് ഞെട്ടിപ്പോയിട്ട് എന്താ ചേച്ചി? എന്നാൽ അവർക്ക് ശരിക്കും സംസാരിക്കാൻ പറ്റില്ലല്ലോ. ആംഗ്യത്തില് സംസാരിക്കുമ്പോൾ മകളാണ് എന്താണ് അമ്മ പറയുന്നതെന്ന് വ്യൂമിന് മനസ്സിലായി കൊടുക്കുന്നത്. അവര് പറയുന്നത് എന്റെ ഹസ്ബൻഡ് ഗണേശ് അങ്ങേരല്ല ഈ കൊലപാതകം ചെയ്ത്, നിവൃത്തികേട് കൊണ്ട് സമ്മതിക്കേണ്ടി വന്നതാ. എന്നാൽ അദ്ദേഹത്തിന് അറിയാം ഈ കൊലപാതകം ചെയ്തത് ആരാന്ന്. അതായത് താര മരണപ്പെടുന്നതിന് മുൻപ് അവള് ഗർഭിണിയായിരുന്നില്ലേ? അപ്പൊ അതിന്റെ കാരണം ആരാണോ അവൻ തന്നെയാണ് ഈ കൊലപാതകത്തിന്റെ പിന്നില്. അവന്റെ പേര് എന്റെ ഹസ്ബൻഡ് എനിക്ക് എഴുതി തന്നിട്ടുണ്ട്. കാണിച്ചു കൊടുക്കുമ്പോ അത് സൂര്യപ്രകാശ് എന്നാണ്. എന്നാൽ ഇതിപ്പം തെറ്റിച്ച ഇതുവരെ അവർക്ക് സംശയമുള്ള ആളുകളിൽ ഒരു സൂര്യപ്രകാശ് എന്ന പേരേ ഇല്ല. അപ്പോ ഗണേശിന്റെ ഭാര്യ എന്റെ ഭർത്താവിനെ എങ്ങനെയെങ്കിലും രക്ഷപ്പെടുത്താനായിട്ട് ഇവൻ ആരാന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? അങ്ങനെ വ്യോമും എന്തായാലും ശ്രമിക്കാന്ന് പറഞ്ഞ് അവരുടെ ടീം ചേർന്നിട്ട് ആ ഒരു നാട്ടില് മുഴുവനായിട്ട് സൂര്യപ്രകാശ് എന്ന പേരില് ആരൊക്കെയാണുള്ളതെന്ന് അവര് ഫൈൻഡ് ചെയ്യാണ്. അതെങ്ങനെയാന്ന് വെച്ചാൽ അവരുടെ ടീമിലെ ട്വിൻസില്ലേ അവർക്ക് നല്ല രീതിയിൽ തന്നെ ഹാക്കിങ്ങിനെ കുറിച്ച് ഐഡിയ ഉണ്ട്. അധികം വൈകാതെ തന്നെ ആ ഒരു സൂര്യ വ്യോമെ നിനക്ക് വേണ്ടി ഞങ്ങൾ കണ്ടുപിടിച്ചു തരാമെന്ന് അവർ സമ്മതിക്കാണ്. അപ്പോഴാണ് വ്യോമിന് ആനന്ദിയുടെ ഒരു മെസ്സേജ് വരുന്നത്. അതായത് ഇപ്പോൾ ഫോൺ വിളിക്കാൻ പറ്റില്ല, താൻ വല്ലാതെ ഡിസ്റ്റർബ് ആണ്. അങ്ങനെ ഹീറോയിലെ നേരെ ആനന്ദിയുടെ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഒരു കാര്യം മനസ്സിലാവുന്നത്. അതായത് ആനന്ദിക്ക് അവൾക്ക് ഇതുവരെ ടൈം കഴിഞ്ഞിട്ടും പീരിയഡ്സ് ആവാത്തതുകൊണ്ട് അവളുടെ അമ്മ അവളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. മെന്റലി വല്ലാതെ തകർന്നിരുന്ന അവൾക്ക് വ്യൂമാണ് മെന്റൽ സപ്പോർട്ട് കൊടുക്കുന്നത്. അപ്പോൾ വ്യൂമിന്റെ അമ്മയാണെങ്കിൽ ഞാൻ കൂടുതലായിട്ടൊന്നും പറഞ്ഞിട്ടില്ല, എന്നാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറുതായിട്ട് പറഞ്ഞ് അവസാനം അവൾ വാശി
പിടിച്ചതാ. അങ്ങനെ വ്യോമിനും ആനന്ദിക്കും കഴിക്കാനായിട്ട് കുറച്ച് കടികൾ കൊണ്ട് കൊടുക്കാണ്. അപ്പൊ ആനന്ദി ലഞ്ചിന്റെ സമയത്ത് സ്നാക്സ് തന്നിട്ട് അമ്മ നമ്മളെ പറ്റിച്ചല്ലേ. അപ്പോഴാണ് അവർക്ക് ശീതള് ഒരു വീഡിയോ അയക്കുന്നത്. അവൻ എന്തായിരിക്കും അയച്ചിട്ടുണ്ടാവുക നോക്കുമ്പോഴാണ് മീനാക്ഷിയിലെ മീഡിയയോട് എന്തോ ഒരു സങ്കടം പറയാണ്. എന്റെ വണ്ടി ആക്സിഡന്റ് ആയി, ആരോ പ്ലാൻ ചെയ്തിട്ട് എന്നെ കൊലപ്പെടുത്താൻ ചെയ്തതാ. എന്നാൽ നിർഭാഗ്യത്തിന് എന്റെ ഡ്രൈവർ അങ്ങനെ മരണപ്പെട്ടു പോയ. എന്നാൽ മീനാക്ഷി എങ്ങനത്തെ ഒരു സ്ത്രീയാന്ന് നമുക്കറിയാലോ. അവരുടെ മകനെ കുറിച്ച് ഡ്രൈവർ പറഞ്ഞ കാര്യങ്ങൾ സത്യമാണോ എന്ന് കണ്ടെത്തിയ ശേഷം ഒരു ആക്സിഡന്റ് പോലെ ആക്കിയിട്ട് അയാളെ കൊലപ്പെടുത്തിയതാണ്. എന്നാൽ മീനാക്ഷി പറയുന്നത് ആനി കുറ്റവാളിയായ ഗണേശിനെ ആ ഒരു സ്കൂളിൽ നിയമിച്ചിട്ടല്ലേ ആ പെൺകുട്ടി മരണപ്പെടുന്നത്. അവസാനം ഗണേശ് കുറ്റം സമ്മതിച്ചിട്ടുമുണ്ട്. അപ്പോൾ ആനിയെ കുറിച്ച് ഞാൻ പറഞ്ഞത് അവൾക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് എന്നെ കൊല്ലാനാണ് അവൾ ഈ ആക്സിഡന്റ് സെറ്റ് ചെയ്തത്. അങ്ങനെ ഒരു കുറ്റവാളിക്ക് ഒരു അവസരം ഉണ്ടായി കൊടുത്ത ആനിക്ക് നിങ്ങൾ എന്ത് ശിക്ഷയാണ് വാങ്ങിക്കൊടുക്കാൻ പോകുന്നത് മീഡിയാസിനോടും ജനങ്ങളോടും ചോദിക്കുകയാണ്. എന്നാൽ ആ ഒരു ന്യൂസ് ആനിയും കാണുന്നുണ്ട്. വല്ലാതെ ദേഷ്യം വന്നിട്ട് ഉടനെ തന്നെ ലോയർ വിളിച്ചിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് സജഷൻ എടുക്കുകയാണ്. എന്നാൽ നമ്മുടെ ട്വിൻസ് എത്ര ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ടും അവരെ കണ്ടെത്താൻ പറ്റിയില്ല. അപ്പോഴാണ് അവർക്ക് ഒരു ഐഡിയ വരുന്നത്. അതായത് താരയുടെ പോസ്റ്റ്മോർട്ടം നടത്തിയ ആ ഒരു ഡീറ്റെയിൽസിൽ ചിലപ്പോൾ സൂര്യയുടെ അഡ്രസ് ഉണ്ടെങ്കിലോ. അങ്ങനെ പോലീസ് ഡാറ്റാ സെർവർ തന്നെ അവരെ ഹാക്ക് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. അപ്പോൾ ഒരു ഫ്രണ്ടിനെ കൊണ്ട് ഹാക്ക് ചെയ്തിട്ട് ആ ഫയൽ എടുക്കുകയാണ്. എന്നാൽ അപ്പോഴാണ് മറ്റൊരു ട്വിസ്റ്റ്. അതായത് താര മരണപ്പെടുന്ന സമയത്ത് പ്രഗ്നന്റ് ആയിരുന്നില്ല. അല്ല, അപ്പോൾ അവള് പ്രഗ്നന്റ് അല്ലെങ്കിൽ ഗണേഷ് എന്തിനാ അങ്ങനെ ഒരു നുണ പറഞ്ഞേ? ഇപ്പോ അവർക്ക് സൂര്യപ്രകാശിനെ കുറിച്ച് ഒരു ഐഡിയയും കിട്ടിയില്ല. അതേ സമയത്ത് ആനി തന്റെ ലോയറുമായിട്ട് സ്റ്റേഷനിലേക്ക് വന്നിട്ട് പോലീസുകാരനോട് എന്തോ ഒരു കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. എന്നാൽ എന്താ പറയുന്നത് കേൾക്കുന്നില്ല. എന്നാൽ മീനാക്ഷി കാരണം ഇപ്പോൾ ആനിയെ കുറിച്ചിട്ട് എല്ലാ ന്യൂസ് മീഡിയയിലും മോശമായിട്ടുള്ള പല വാർത്തയും പരക്കാണ്. ആനിക്കും ഗണേശിനും ഒരു രഹസ്യ റിലേഷൻ ഉണ്ടെന്നും അവർ രണ്ടുപേരും ചേർന്ന് പ്ലാൻ ചെയ്തിട്ടാണ് സ്കൂളിലെ പെൺകുട്ടികളെ കൊലപ്പെടുത്തുന്നതെന്നൊക്കെ. ആ ഒരു വാർത്ത നമ്മുടെ വ്യോമും ഏട്ടൻ മാനവുമില്ലേ സങ്കടത്തോടെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വ്യോമ് അവന്റെ ഓരോ ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോകുമ്പോൾ അവരൊന്നും വീട്ടിലില്ല, അവര് കുടുംബ വീട്ടിൽ പോയതാണ് അങ്ങനെയൊക്കെയാണ് പറയുന്നത്. അങ്ങനെ 2-3 സ്ഥലത്തുനിന്ന് ഒരേപോലത്തെ റിയാക്ഷൻസ് വന്നപ്പോൾ അവനൊരു കാര്യം മനസ്സിലായിട്ടുണ്ട്. തന്റെ അമ്മയെക്കുറിച്ച് ഇപ്പോൾ മീഡിയയിൽ ഒരു വാർത്ത പരക്കുന്നില്ലേ, അപ്പോൾ അതുകൊണ്ടാണ് തന്റെ കൂട്ടുകാരുടെ അമ്മമാര് അവരെ കാണാന് തന്നെ അനുവദിക്കാത്തത്. അങ്ങനെ അവന്റെ ഓരോ കൂട്ടുകാരെയും ഒന്ന് വിളിച്ചു നോക്കുന്നുണ്ട്. എന്നാൽ പലർക്കും കോള് പോകുന്നില്ല. അവസാനം ആനന്ദിയുടെ ഫോൺ റിങ്ങാവാണ്. അവള് ഫോൺ എടുത്തിട്ട് വ്യോമേ, ഇപ്പോ നിന്നോട് ഞാൻ സംസാരിക്കുന്നത് അമ്മ അറിഞ്ഞു കഴിഞ്ഞാല് പിന്നെ വല്ലാതെ പ്രശ്നം ഉണ്ടാക്കും. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ നിന്നെ വിളിക്കാം. അപ്പോൾ വ്യോമം ആയിക്കോട്ടെന്ന് പറഞ്ഞ് ഫോൺ കട്ടിയാണ്. ഇപ്പോൾ അവന്റെ കൂടെ സംസാരിക്കാൻ ആരുമില്ലല്ലോ. അപ്പോൾ അവൻ ആ വെള്ളക്കെട്ടിന്റെ അരികിലേക്ക് പോയിട്ട് വിളിച്ച് പറയുന്നുണ്ട്, രാഖ നീയെങ്കിലും വാ എന്നോട് സംസാരിക്കാന്. എന്നാൽ ഒരു റെസ്പോണ്ടും കാണുന്നില്ല. അപ്പോൾ ദേഷ്യത്തില് കല്ലെടുത്ത് വലിച്ചെറിഞ്ഞിട്ട് വന്ന് സംസാരിക്കേ. അപ്പോഴാണ് പിന്നില് ആരോ കൈവെക്കുന്നത്. അവൻ ഞെട്ടി തിരിഞ്ഞു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ സഞ്ജനയാണ്. അപ്പോൾ വ്യോമ്, അല്ല നീ നാട്ടിലേക്ക് പോവാന്ന് പറഞ്ഞിട്ട് എന്താ പോയില്ലേ? പോവാൻ ഇറങ്ങിയതാ. അപ്പോഴാ ഞാൻ ആ ന്യൂസ് കണ്ടേ. ഇപ്പോൾ നിന്റെ സിറ്റുവേഷൻ എന്താന്ന് എനിക്കറിയാലോ. അപ്പോൾ ഒരു മെന്റൽ സപ്പോർട്ട് തരാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വ്യോമിനും വല്ലാതെ ഹാപ്പി ആവാണ്. തന്റെ കൂടെ ആരുമില്ലെങ്കിലും സഞ്ജന അവളെങ്കിലും തന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അടുത്ത സീനിലാണ് നമ്മുടെ ആനി കുറച്ചു നേരത്തെ ലോയറും കൂടിയിട്ട് സ്റ്റേഷനിലേക്ക് പോയിട്ട് എന്താ പറഞ്ഞത് കാണുന്നേ. അതായത് താര കൊല്ലപ്പെട്ട ദിവസം ഗണേശിലെ ആനിയുടെ കൂടെ ഇരുന്നുണ്ടായിരുന്നേ. അതായത് ഗണേശിന് കുറച്ച് പൈസയുടെ ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഗണേശും കൂടി ഒന്നിച്ചാണ് നമ്മുടെ ATM-ൽ പോയിട്ട് പൈസ എടുത്തു കൊടുത്തത്. അപ്പോൾ ലേഡി SI ചോദിക്കുന്നുണ്ട്, എന്തിനാ നിങ്ങൾ ഗണേശിന് പൈസ കൊടുത്തേ? അതായത് പണ്ട് ഗണേശ് കുറച്ചധികം ക്രൈമിൽ പെട്ടുപോയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ കുറേ വർഷങ്ങളായിട്ട് നല്ല രീതിയിൽ അവൻ ജീവിക്കുന്നത്. എന്നാൽ പഴയ ക്രൈമിന്റെ പേരിൽ ഇടക്കിടക്ക് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കാൻ തുടങ്ങിയപ്പോൾ ആ ഒരു ക്രൈം കേസ് കൊടുത്ത ആളുകളെ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ പൈസ ഞാൻ അവന് കൊടുത്തത്. അപ്പോൾ SI ആണെങ്കിൽ ഈ ഒരു കാര്യം പുറത്തിറങ്ങി കഴിഞ്ഞാൽ നിങ്ങളുടെ ഇമേജിനെ അത് വല്ലാതെ ബാധിക്കും. അപ്പോൾ ആനയാണെങ്കിൽ ഇത് പുറത്തു വന്നു കഴിഞ്ഞാൽ ജനങ്ങൾ ചിലപ്പോൾ ഞങ്ങളുടെ ഇടയിൽ അഫയർ ഉണ്ടെന്നൊക്കെ പറഞ്ഞ് പരത്തുമായിരിക്കും. പക്ഷേ എനിക്കതിലൊരു കുഴപ്പമില്ല. കാരണം പോലീസ് ഗണേശനെ അന്ന് വല്ലാതെ ഉപദ്രവിച്ചിട്ടും താര മരണപ്പെട്ട ദിവസം അവന് ATM-ൽ നിന്ന് പൈസ എടുത്തു കൊടുക്കാൻ ഞാൻ പോയ കാര്യവും അവൻ പറഞ്ഞിരുന്നില്ല. അങ്ങനെ എന്റെ പേര് മോശപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കുറ്റം സമ്മതിച്ച ഒരാളെ ഉള്ളിലിടാൻ വേണ്ടിയിട്ട് എന്റെ മനസാക്ഷി സമ്മതിക്കോ? അങ്ങനെ ATM-ൽ നിന്ന് ആ പൈസ എടുത്തതിന്റെയും ആ ടൈമിന്റെ ഒക്കെ പ്രൂഫ് നമ്മുടെ SIക്ക് കൊടുക്കുകയാണ്. അപ്പോൾ ഗണേശിന്റെ മേലെയുള്ള നിരപരാധിത്വം നമ്മുടെ SIക്കും മനസ്സിലാവാണ്. അടുത്ത സീനില് കുറച്ച് മുൻപ് വ്യോമ് സഞ്ജനോട് ചോദിച്ചിരുന്നില്ലേ നമുക്ക് ഒന്ന് കഫേ പോയാലോന്ന്. അങ്ങനെ വ്യോമിന്റെ കൂടെ അവള് കഫേയിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ സഞ്ജന, എനിക്കങ്ങനെ പെട്ടെന്ന് ഒരാളോട് ഇഷ്ടം തോന്നാറില്ല. എന്നാൽ വ്യോമെ എന്താണെന്നറിയില്ല, എനിക്ക് നിന്നോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട്. എന്നാൽ അപ്പോൾ വ്യോമിന്റെ ഫ്രണ്ട് ശീതളില്ലേ, അവൻ കോളിയാണ്. എന്നാൽ അവൻ അവരെ വിളിച്ചിട്ട് ഫോൺ എടുത്തിട്ടില്ലല്ലോ. ആ ദേഷ്യത്തിൽ അവൻ ഫോൺ കട്ടിയാണ്. അങ്ങനെ സഞ്ജനെ കൂട്ടിട്ട് അവിടുന്ന് തിരിച്ചു പോകുമ്പോഴാണ് അവിടെ ഒരാളില്ലേ ക്യാപ്പൊക്കെ വെച്ച് അവരെ വാച്ച് ചെയ്യുന്നുണ്ടായിരുന്നു. അതാരാ നോക്കുമ്പോ വേറെ ആരുമല്ല, ആൽബിൻ സാറില്ലേ അങ്ങേര് തന്നെയാണ്. അങ്ങനെ വ്യോമ് വീട്ടിലേക്ക് വരുമ്പോ
മാനവ് വ്യോമിനോട് സോറി ചോദിക്കുകയാണ്. എന്നാൽ വ്യോമാണെങ്കിൽ ഏട്ടൻ എന്തിനാ സോറി ചോദിക്കുന്നത്? എന്റെ ഭാഗത്തിലെ തെറ്റ്, ഏട്ടന്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടല്ലേ അങ്ങനെയൊക്കെ ചെയ്യേണ്ടി വന്നേ. അങ്ങനെ രണ്ടുപേരുടെ ഉള്ളിലുള്ള ആ സങ്കടമൊക്കെ അവിടെ അലിഞ്ഞു തീരാണ്. എന്നാൽ കഴിഞ്ഞ പ്രാവശ്യം സ്കൂളിന്റെ ഡയറക്ടർ ടീം ആനയെ പുറത്താകെ വന്നിട്ട് അവസാനം അവർ ആ ഡിസിഷൻ എടുക്കാണ്ട് പോയില്ലേ. എന്നാലിപ്പോ ഗണേഷും ആനയും തമ്മിൽ ഒരു റിലേഷൻ ഉണ്ടെന്ന് മീഡിയയിലൊക്കെ പരന്നപ്പോ ആനയെ ജോലിയിൽ നിന്ന് ഒഴിവാക്കാനുള്ള തീരുമാനമായിട്ട് അവരുടെ മുമ്പിൽ വന്നിരിക്കുകയാണ്. എന്നാലിപ്പോ അതെങ്ങനെയാണ് ആനയോട് പറയേണ്ടതെന്ന് അവർക്ക് അറിയുന്നില്ല. അപ്പോൾ ആനയാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ എന്ത് തീരുമാനത്തിന് കാത്തിരിക്കുന്നതെന്ന് എനിക്ക് ഓൾറെഡി അറിയായിരുന്നു. അതുകൊണ്ട് തന്നെ നേരത്തെ ഞാൻ രാജിക്കത്ത് റെഡിയാക്കിയിട്ടുണ്ട്. അങ്ങനെ ആ രാജിക്കത്തും കൊടുത്തിട്ട് ആനി വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ വ്യോമും മാനവും ചോദിക്കുന്നുണ്ട്, അല്ല അമ്മേ, ഇനി എന്താ പ്ലാന്? അമ്മയാണെങ്കിൽ എന്ത് പ്ലാന്? ഇവിടത്തെ ജോലി പോയി കഴിഞ്ഞാൽ വേറെ ജോലി നോക്കണം, അവിടെ ഒരു വീടും കണ്ടെത്തണം, ഒരു മാസം കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് മാറാം. അങ്ങനെ മുഖത്ത് ചിരിയുണ്ടെങ്കിലും അമ്മയുടെ ഉള്ളിൽ സന്തോഷമില്ലാന്ന് രണ്ട് മക്കൾക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അമ്മയ്ക്ക് ഈ ജോലി അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. അതേ സമയത്ത് വ്യോമിന്റെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം മാത്രമാണ് വരുന്നത്. അതായത് ഗണേശ് പറഞ്ഞത് താര ഗർഭിണിയാണെന്നല്ലേ. എന്നാൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ചെക്ക് ചെയ്തപ്പോൾ അവള് ഗർഭിണിയല്ല. പിന്നെ എന്തിനായിരിക്കും അങ്ങനൊരു നുണ ഗണേശ് പറയേണ്ട ആവശ്യം? അതുമാത്രമല്ല, ജയിലിൽ പോയ ഭാര്യയോട് ഗണേശ് പറഞ്ഞയച്ചെന്താ താരയുടെ ഗർഭത്തിന് പിന്നില് സൂര്യകുമാർ എന്നൊരാളെന്നല്ലേ. ഗർഭിണിയല്ലാത്ത താരയും സൂര്യയും കുറിച്ച് ഇങ്ങനൊരു കഥ പറയേണ്ട ആവശ്യം എന്താ? നമ്മുടെ വ്യോമിന് പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാവുന്നില്ല. പ്രഗ്നന്റ് അല്ലാത്ത താരയുമായിട്ട് സൂര്യപ്രകാശിന് എന്തായിരിക്കും ബന്ധം? എന്തിനാണ് ഗണേശ് അങ്ങനെയൊരു കള്ളം പറയുന്നത്? അങ്ങനെ അടുത്ത സീനില് സാധാരണ നമ്മുടെ വ്യോമ് കാണുന്ന പോലെ ആ സ്വപ്നം കാണുകയാണ്. ഒറ്റയ്ക്ക് ആ ഒരു വെള്ളക്കെട്ടിന്റെ അരികിലിരിക്കുമ്പോ അങ്ങോട്ടേക്ക് താര വരികയാണ്. അപ്പൊ വ്യോമ്, കഴിഞ്ഞ പ്രാവശ്യം വെള്ളത്തിലേക്ക് നിന്നെ തള്ളിയിട്ടതിന് എന്നോട് ദേഷ്യമുണ്ടോ? ദേഷ്യമൊന്നുമില്ല, പക്ഷേ തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല. നെക്സ്റ്റ് ടൈം കുറച്ച് വലിയ ജാക്കറ്റോ ഡ്രസ്സോ എന്തെങ്കിലും കിട്ടിയാൽ നല്ലതായിരുന്നു. അപ്പോൾ വ്യോമിൻ ചിരിച്ചോണ്ട് ആയിക്കോട്ടെ. അപ്പോഴാണ് പെട്ടെന്ന് വ്യോമിന്റെ അരികിലെ ഫോൺ അടിക്കുന്നത്. അപ്പോൾ ഞെട്ടി എഴുന്നേറ്റ് ഫോൺ എടുത്ത് നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, നമ്മുടെ സഞ്ജനയാണ്. എന്നാൽ സഞ്ജന നാട്ടിലേക്ക് പോയിട്ടില്ലല്ലോ. വ്യോമെ, നിനക്കൊരു സപ്പോർട്ടിനായിട്ടാണ് ഞാൻ ഈ ഹോസ്റ്റലിൽ ഒറ്റയ്ക്ക് സ്റ്റേ ചെയ്യുന്നത്. ഇവിടെ ഇപ്പോൾ വേറെ ആരുമില്ല. അപ്പോൾ ഞാൻ വ്യോമെ നിന്റെ വീട്ടിലേക്ക് വരട്ടെ? അപ്പോൾ വ്യോമം, പിന്നെന്താ ചോദിക്കാന്? ഞാൻ വരുമ്പോൾ നീ അടിപൊളിയായിട്ട് ഒന്ന് മാറ്റി റെഡി ആയിരിക്കട്ടാ. എന്നാലേ വ്യോമിന്റെ പല കൂട്ടുകാരും ഓരോരുത്തരെ ഫോളോ ചെയ്തിട്ട് പിന്നെ ആരും ഫോളോ ചെയ്തിട്ടില്ലല്ലോ. എന്നാലും നമ്മുടെ ശീതളില്ലേ, അവന്റെ ഉള്ളിൽ വിജയുടെ മേലെ സംശയമുള്ളതുകൊണ്ട് ഇപ്പോഴും വിജയെ ഫോളോ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സഞ്ജന വരുന്നതിന് മുൻപ് ഒന്ന് അണിഞ്ഞൊരുങ്ങിയിരിക്കണ്ടേ. വ്യോമ് തന്റെ റൂമിലെ ഡ്രസ്സുകൾ ഓരോന്ന് മാറ്റി നോക്കിയിട്ടും അവന് മനസ്സിൽ അങ്ങോട്ട് പിടിക്കുന്നില്ല. അപ്പോൾ ഏട്ടന്റെ റൂമിൽ കയറിയിട്ട് മാനവിന്റെ ഏതെങ്കിലും നല്ല ഡ്രസ്സ് ഉണ്ടോ നോക്കുകയാണ്. അങ്ങനെ കബോർഡിലെ ഡ്രസ്സുകൾ തിരയുമ്പോഴാണ് അതിന്റെ ഇടയിൽ ഒരു ഷാള് നമ്മുടെ വ്യോമിന് കിട്ടുന്നത്. അല്ല, അമ്മ ഷാൾ യൂസ് ചെയ്യാറില്ല, പിന്നെ ഇത് പാര ഷാളായിരിക്കും. ഏട്ടൻ എന്തിനെങ്ങനെ ഒളിപ്പിച്ച് വെച്ചിട്ടുള്ളത്? എന്തെങ്കിലും ആവട്ടെ. സഞ്ജന വരുന്നതിന് മുൻപ് നമ്മൾ വന്ന കാര്യം നോക്കുക തന്നെ. അങ്ങനെ ഒരു നല്ല ഡ്രസ്സ് എടുക്കുമ്പോഴാണ് പെട്ടെന്ന് ആരോ കോളിംഗ് ബെൽ അടിക്കുന്നത്. ആഹാ, സഞ്ജന ആയിരിക്കുമല്ലോ. അങ്ങനെ വേഗം വന്ന് വാതിൽ തുറന്ന് നോക്കുമ്പോൾ അത് അവന്റെ അമ്മ ആനയാണ്. അപ്പൊ അമ്മയാണെങ്കിൽ ആഹാ വ്യോമെ ഡ്രസ്സ് കൊള്ളാല. അങ്ങനെ അമ്മ സംസാരിച്ചോണ്ടിരിക്കുമ്പോൾ അതിനുള്ളിലെ നമ്മുടെ സഞ്ജന അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അമ്മയാണെങ്കിൽ ആഹാ സുന്ദരനായതിന്റെ പിന്നിലെ കാരണം ഇതായിരുന്നല്ലേ. എന്തായാലും രണ്ടാളും പോയിട്ട് സംസാരിച്ചോ. അങ്ങനെ അമ്മ ഉള്ളിലേക്ക് കയറി പോവാണ്. നമ്മുടെ വ്യോമില്ലേ ആ വീടിന്റെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോവാണ്. കാരണം രണ്ടാൾക്കും പ്രൈവറ്റ് ആയിട്ട് സംസാരിക്കാലോ. അപ്പോഴാണ് വ്യോമില്ലേ സഞ്ജനയുടെ ഷാള് ശ്രദ്ധിക്കുന്നത്. ഇതുപോലൊരു ഷാള് ഇതല്ല ഞാൻ ഏട്ടന്റെ കബോർഡ് കണ്ടേ. വേഗം തന്നെ ആ കബോർഡിൽ നിന്ന് ആ ഒരു ഷാളും എടുത്തിട്ട് സഞ്ജനയൊക്കെ കാണിച്ചിട്ട് പറയുന്നുണ്ട്, ഈ രണ്ട് ഷാള് ഒരുപോലെ ഉണ്ടല്ലോ, ഇതിപ്പോ എന്റെ ഏട്ടന്റെ കബോർഡിൽ ഉണ്ടായതാ. അപ്പൊ സഞ്ജന, ഞാനും താരയും ഒന്നിച്ചിട്ടാണ് ഈ ഒരു ഷാള് വാങ്ങിയത്. അല്ല, ഈ ഷാളപ്പോ നിന്റെ ഏട്ടന്റെ കബോർഡിൽ വന്നിട്ടുണ്ടെങ്കിൽ വ്യോമെ ഒരു കാര്യം ഉറപ്പാണ്, നിന്റെ ഏട്ടൻ മാനവും താരയും തമ്മിൽ ഒരു റിലേഷൻ എന്തായാലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വ്യോമിന്റെ മനസ്സിൽ ഓൾറെഡി തന്റെ ഏട്ടന്റെ മേലുള്ള സംശയം മാറിയതാണ്. എന്നാൽ വീണ്ടും മാനവിന്റെ മേലെ സംശയം തുടങ്ങാണ്. അപ്പോൾ സഞ്ജന, വ്യോമെ നിന്നോട് ഞാനൊരു കാര്യം പറയുന്നൊരു ദേഷ്യം തോന്നരുത്, നിന്റെ ഏട്ടനെ കുറിച്ച് മോശം പറയുന്ന പോലും കരുതരുത്. ഒരിക്കൽ മാനവും എന്നെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് സഞ്ജന, നിന്നെ പ്രപ്പോസ് ചെയ്തെന്നോ? അപ്പോഴാണ് താഴെ ആരോ മ്യൂസിക് പ്ലേ ചെയ്യുന്ന സൗണ്ട് കേൾക്കുന്നത്. അപ്പോൾ സഞ്ജന അതെവിടുന്നാന്ന് ചോദിക്കുമ്പോൾ വ്യോമ് നേരത്തെ ഷാൾ എടുക്കാൻ പോയപ്പോൾ ആൽവിൻ സാറ് വന്നിട്ടുണ്ടായിരുന്നു. അദ്ദേഹമാണ് ആ ഒരു പാട്ട് പ്ലേ ചെയ്യുന്നത്. അതായത് എന്റെ അമ്മയ്ക്ക് മ്യൂസിക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ആൽവിൻ സാറ് അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഇതുപോലെ പലപ്പോഴും മ്യൂസിക് പ്ലേ ചെയ്ത് കൊടുക്കാറുണ്ട്. എന്നാൽ ആൽവിൻ സാറാന്നറിഞ്ഞപ്പോൾ സഞ്ജനയുടെ മുഖത്ത് എന്തോ ഒരു ദേഷ്യം പോലെ. ആ ഒരു ആൽവിൻ സാറ് അയാളെ എനിക്ക് തീരെ ഇഷ്ടമല്ല. കാരണം അയാളുടെ നോട്ടം അത് ശരിയല്ല. എന്നാൽ വ്യോമെ നീ ഒരു നല്ല പയ്യനാ. നിന്നെ പോലെ ഒരു പയ്യനെ ഞാൻ കണ്ടിട്ടില്ല. എന്തോ അതുകൊണ്ടാ തോന്നിട്ട് എനിക്ക് നിന്നോട് ഒരു ഇഷ്ടം തോന്നുന്നേ. അങ്ങനെ സഞ്ജന, എനിക്ക് പോകേണ്ട ടൈമായി, പിന്നെ കാണുമെന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് അവള് തിരിച്ചു പോവാണ്. എന്നാലൊരു പെൺകുട്ടി നടന്നു പോകുന്നത് നമ്മുടെ ആൽബിൻ സാറ് കാണുന്നുണ്ട്. എന്നാൽ അത് സഞ്ജനാണെന്ന് അങ്ങേർക്ക് മനസ്സിലായിട്ടില്ല. സഞ്ജന പോയി കഴിഞ്ഞപ്പോ നമ്മുടെ വ്യോമില്ലേ ഓൾറെഡി സഞ്ജന താരയുടെ ഓർമ്മയ്ക്കായിട്ട് ഒരു നോട്ട് കൊടുത്തിരുന്നില്ലേ, ആ ഒരു നോട്ട് തുറന്ന് നോക്കാണ്. അപ്പോഴാണ് ആ ഒരു നോട്ടില് എന്തോ ഒന്ന് കണ്ടിട്ട് വ്യോമ് ഷോക്കായി പോകുന്നത്. കാരണം ആ നോട്ടിൽ ഒരു ഭാഗം
ഭാഗത്തായിട്ട് താര ഒരു ലവ് ചിഹ്നം കിട്ടിട്ട് അതിന്റെ താഴെ മാനവിന്റെ പേര് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ വ്യോമിനൊരു കാര്യം ഉറപ്പാവുന്നുണ്ട്, ആ ഒരു ഷാള് കിട്ടുകയും ചെയ്തു. ഈ ഒരു ബുക്കില് ലവ് യു എന്ന് എഴുതിയതും കണ്ടില്ലേ. അപ്പോൾ താരയും മാനവും തമ്മിൽ പ്രണയത്തിൽ തന്നെയായിരുന്നു. അപ്പോഴാണ് വ്യോമിന്റെ റൂമിന്റെ വാതിലാരോ തട്ടുന്നത്. അമ്മയെന്ന് കരുതി അവൻ തുറന്നു നോക്കുമ്പോൾ അത് ആൽബിൻ സാറാണ്. എന്തൊക്കെയുണ്ട് വ്യോമ വിശേഷം? കുറച്ചു നേരത്ത് ഇവിടുന്ന് ഒരു പെൺകുട്ടി പുറത്തേക്ക് പോകുന്നത് കണ്ടല്ലോ, അവൾ ആരാ? എന്നാൽ വ്യോമാണെങ്കിൽ അതാരുമില്ല, എന്റെ ഒരു ഫ്രണ്ടാ. അപ്പോഴാണ് അങ്ങോട്ടേക്ക് മാനവ് വരുന്നത്. ആൽബിൻ സാറാണെങ്കിൽ മാനവെ കണ്ടിട്ട് കുറയാലോ. അപ്പോഴാണ് അമ്മയില്ലേ മാനവനോടൊരു കാര്യം പറയുന്നത്. കുറച്ചു നേരത്തെ നിന്റെ അനിയൻ വ്യോമില്ലേ, അവനെ തേടിയിട്ടൊരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. അവളുടെ പേര് സഞ്ജന എന്നാ പറഞ്ഞേ. അത് കേട്ടപ്പോ നമ്മുടെ വ്യോമിന് ദേഷ്യം വരുന്നുണ്ട്. അമ്മ എന്തിനാ ഇപ്പൊ അത് മാനവനോട് പറഞ്ഞേ? അപ്പോൾ ആൽബിൻ സാറാണെങ്കിൽ എന്നാൽ ഞാൻ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു പോവാണ്. ആ ഒരു സാറ് പോയി കഴിഞ്ഞപ്പോ മാനവ് അമ്മയോട് പറയുന്നുണ്ട്, അമ്മേ ആ സഞ്ജന അവളുടെ ക്യാരക്ടർ അത്ര നല്ലതല്ല. എന്നാൽ വ്യോമം അത് കേട്ടിട്ടില്ലേ, എന്തിനാ വെറുതെ അവളെ കുറിച്ച് ഇല്ലാത്ത പറയുന്നു പറഞ്ഞ് ദേഷ്യത്തില് വ്യോമ അവന്റെ റൂമിലേക്ക് പോകുമ്പോ അമ്മ പറയുന്നുണ്ട്, മാനവേ നീ വെറുതെ എന്തിനാ അവനെ ചൊടിപ്പിക്കുന്നത്? അങ്ങനെ മാനവും റൂമിലേക്ക് കയറി പോണ്. എന്നാൽ വ്യോമില്ലേ മാനവ് എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞിട്ടുണ്ടാവെന്ന് ചിന്തിക്കുമ്പോ ഓൾറെഡി സഞ്ജന പറഞ്ഞിരുന്നില്ലേ മാനവ് അവളെ പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പോ സഞ്ജന ആ പ്രപ്പോസല് റിജക്ട് ചെയ്തതിന്റെ വാശി കാണിക്കുന്നതായിരിക്കും അവന് തോന്നുന്നുണ്ട്. അല്ലെങ്കിൽ അതിന്റെ പിന്നില് വേറെന്തെങ്കിലും ഉണ്ടാവുമെന്ന് ശരിക്കൊന്ന് ആലോചിച്ച് നോക്കാണ്. അപ്പോഴാണ് അവരുടെ ജനലിനെ ആരോ കല്ലെറിയുന്നത്. അപ്പോൾ വ്യോമ് ചെറിയ ടെൻഷനില് പതിയെ ജനൽ തുറന്നു നോക്കുമ്പോൾ അത് വേറെ ആരുമല്ല, വ്യോമിന്റെ ഫ്രണ്ട്സ് ട്വിൻസും അതുപോലെ നമ്മുടെ ആനന്ദിയുമാണ്. എന്നാൽ ആ കൂട്ടത്തില് ശീതള് അവൻ വന്നിട്ടില്ല. അപ്പൊ വ്യോമ്, അല്ല നിങ്ങളുടെ അച്ഛനും അമ്മയും എന്താ ഇങ്ങോട്ട് വിട്ടെ? അവരെവിടെ വിട്ടു? ഞങ്ങള് അവരോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നിന്നെ കാണാൻ വന്നേ. എത്ര ദിവസമായിട്ട് നിന്നെ കണ്ടിട്ട്? അല്ല വ്യോമ്, നിന്നെ കുറെ പ്രാവശ്യം ശീതള് വിളിച്ചിരുന്നില്ലേ, എന്നിട്ട് നീ എന്താ ഫോൺ എടുക്കാത്തെ? അത് ചെറിയ ദേഷ്യം കൊണ്ടാ. അല്ല എന്തിനായിരിക്കും ഫോൺ വിളിച്ചിട്ടുണ്ടാവുക? അതറിയില്ല, എന്തോ ഒരു പ്രധാനപ്പെട്ട കാര്യം നിന്നോട് പറയാനുണ്ടെന്ന് അവൻ പറഞ്ഞിരുന്നു. എന്നാൽ അവൻ വരാൻ കുറച്ച് ലേറ്റ് ആയാലും ഉറപ്പായിട്ടും അവൻ വരുന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ശീതളിലെ അങ്ങോട്ടേക്ക് അവന്റെ സൈക്കിളിലെ പാഞ്ഞു വരുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ കാണുന്നത് ഒരു കാറിലെ അവനെ ഫോളോ ചെയ്ത് പിന്നാലെ വരികയാണ്. കുറച്ച് ദൂരെ എത്തിയപ്പോ പെട്ടെന്ന് ആ കാറ് ശീതളിന്റെ സൈക്കിളും ഇടിച്ചു തെറിപ്പിച്ചിട്ട് അവിടുന്ന് പാഞ്ഞു പോവാണ്. അതില് ശീതളിനെ പരിക്ക് പറ്റിയിട്ടുണ്ട്. എന്നാൽ ആ കാറിൽ ആരാ ഉണ്ടായിരുന്നത്, എന്തിനിപ്പോ ഇടിച്ച് തെറിപ്പിച്ച് ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അടുത്ത സീനിൽ നമ്മൾ കാണുന്നത് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് നമ്മുടെ വ്യോമും ഫ്രണ്ട്സും ഒരു ഗെയിം കളിക്കായിരുന്നു. അതായത് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് ഫ്രൂട്ട്സിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിന്റെയൊക്കെ പേരുകൾ കണ്ടുപിടിക്കാൻ ശ്രമിക്കില്ലേ. അപ്പോൾ ശീതള് കൈകൊണ്ട് ആക്ഷൻ കാണിച്ചു കൊടുക്കും, ഫ്രണ്ട്സ് അതെന്താണെന്ന് കണ്ടുപിടിക്കുകയും ചെയ്യും. അങ്ങനെ പ്രസന്റില് നമ്മുടെ ശീതളുടെ സൈക്കിള് ആരോ ഇടിച്ചു തെറിപ്പിച്ചില്ലേ, അങ്ങനെ ആക്സിഡന്റ് പറ്റിയ അവനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. അവസാനം ഡോക്ടർ പറയുന്നുണ്ട് ശീതളിന് അവന് കുഴപ്പമൊന്നുമില്ല, അവൻ ഓക്കെയാണ്. അപ്പോൾ വ്യോമിനോടും ഫ്രണ്ട്സിനോടൊക്കെ ഇനി നിങ്ങൾ വീട്ടിലേക്ക് പോയിക്കോ, നല്ലോണം റെസ്റ്റ് എടുത്തോ. അങ്ങനെ വ്യോമ് തന്റെ വീട്ടിലേക്ക് വന്നിട്ട് റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു സൗണ്ട് കേൾക്കുകയാണ്. നോക്കുമ്പോൾ അവന്റെ ഏട്ടൻ മാനവ് വന്നതാണെന്ന് അവന് മനസ്സിലായിട്ടുണ്ട്. എന്നാലിപ്പോ തന്റെ ഏട്ടന്റെ കബോർഡിൽ നിന്ന് ആ ഒരു ഷാള് കിട്ടിയത് മുതലേ അവന്റെ മേലെ വ്യോമിന് സംശയം തുടങ്ങിയിട്ടില്ലേ. അതുകൊണ്ട് തന്നെ മാനവിന്റെ ഓരോ നീക്കങ്ങളും അവൻ ശരിക്ക് വീക്ഷിക്കുകയാണ്. അപ്പോഴാണ് മാനവ് ആരുടെ ഒരു ഐഡിയ എടുത്തുവെന്ന് കാണുന്നത്. എന്നാൽ അത് ആരതാന്ന് മനസ്സിലാവുന്നില്ല. ആ ഒരു ഐഡിയ കണ്ടപ്പോ ഇനിയിപ്പോൾ അത് ഫേക്കായിട്ട് വേറെ ഏതെങ്കിലും ഐഡിയ ഉണ്ടാക്കിയിട്ട് എന്തിനെങ്കിലും ഉപയോഗിക്കുന്നതാണെങ്കിലോ. അപ്പോൾ വീണ്ടും ഏട്ടന്റെ മേലെയുള്ള സംശയം വ്യോമിന് കൂടുകയാണ്. അപ്പോൾ ഉടനെ തന്നെ തന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് കാര്യങ്ങൾ പറയാൻ നോക്കുമ്പോൾ അവരെല്ലാവരും നല്ല ഉറക്കത്തില്ല, ആരും ഫോൺ പിക്ക് ചെയ്യുന്നില്ല. അപ്പോഴാണ് വ്യോമിന് ഇങ്ങോട്ട് കോൾ വരുന്നത്. നോക്കുമ്പോൾ അത് സഞ്ജനയിലെ അവളാണ്. അപ്പോൾ സഞ്ജനയോട് വ്യോമ പറയുന്നുണ്ട്, എനിക്ക് ചില കാര്യങ്ങൾ നിന്നോട് ഡിസ്കസ് ചെയ്യാനുണ്ട്. അങ്ങനെ സഞ്ജനയെ മീറ്റ് ചെയ്തിട്ട് അവളോട് എന്റെ ഏട്ടനില്ലേ ഒരു സെക്കൻഡറി ആയിട്ടുള്ള ഫേക്ക് ആയിട്ടുള്ള പുതിയ ഐഡിയ യൂസ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ അന്വേഷണത്തിൽ എവിടെയും എത്താത്തൊരു തെളിവെന്താന്ന് വെച്ചാല് താര ഗർഭിണിയായിരുന്നെങ്കിൽ അതിന് കാരണമായിട്ടുള്ള സൂര്യ അവൻ ആര്, അവൻ എവിടെ? അപ്പോൾ ഇനി ഏട്ടന്റെ കയ്യിലുള്ള ആ ഒരു ഐഡിയയിലുള്ളത് സൂര്യയുടെ പേരാണെങ്കിലോ, അതായത് മാനവന് കുപ്പിയോ മറ്റെന്തെങ്കിലും സാധനം വാങ്ങണമെങ്കിൽ അവന്റെ സാധാരണ ഐഡിയ കൊണ്ട് വാങ്ങാൻ പറ്റില്ല, 21 വയസ്സിന്റെ മേലെ കഴിയണ്ടേ. അപ്പോൾ ഒരു പുതിയ ഐഡിയ ഉണ്ടാക്കിയിട്ട് അത് വെച്ച് അവൻ കളിക്കുന്നതാണെങ്കിലോ. അപ്പോൾ സഞ്ജനയ്ക്കും അവൻ പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മനസ്സിലാവാണ്. അത് മാത്രമല്ല സഞ്ജന, നമ്മുടെ ശീതളിലെ അവന് ആക്സിഡന്റ് പറ്റിയില്ലേ, അത് ആരോ പ്ലാൻ ചെയ്തിട്ട് അവനെ ആക്സിഡന്റിൽ പെടുത്തിയതാ. അതായത് സൂര്യകുമാർ ആരാണെന്ന് അവൻ എന്തോ ക്ലൂ കിട്ടിയിട്ടുണ്ട്, അത് പുറത്ത് പറയാതിരിക്കാനാണ് അവനെ കൊല്ലാൻ ശ്രമിച്ചത്. എന്നാൽ അവന്റെ ഭാഗ്യത്തിന് അവനൊന്നും സംഭവിച്ചില്ല. ശീതള് അവനൊന്ന് റിക്കവറായി വരട്ടെ, അപ്പോൾ നമ്മുടെ സംശയങ്ങളൊക്കെ തീരുവോ നോക്കാലോ. അപ്പോഴാണ് ഹോസ്പിറ്റലിലെ ശീതളിന് കാവൽ നിൽക്കുന്ന ആനയുടെ അരികിലേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ ലേഡിയില്ലേ അവര് വരുന്നത്. എന്നിട്ട് അല്ല ആ ഒരു കുട്ടി ശീതള് അവനിപ്പോ ഓക്കെയാണോ? അവന്റെ ജീവന് ആപത്തൊന്നുമില്ല, പക്ഷേ നല്ല പരിക്കാണ്, തലനാരിഴക്കാണ്, അവന്റെ ജീവൻ തിരിച്ചിട്ടിയ. ഇനിയിപ്പോ പ്രശ്നമൊന്നുമില്ല, 2-3 ദിവസം കൊണ്ട് അവൻ കണ്ണു തുറക്കുന്ന ഡോക്ടർ പറഞ്ഞിട്ടില്ലേ. അപ്പോഴാണ് ഇൻസ്പെക്ടർ പറയുന്നത് ആ ഒരു കുട്ടിയെ ആരോ പ്ലാൻ ചെയ്തിട്ട്
കൊല്ലാൻ ശ്രമിച്ചത് തന്നെയാണ്. കാരണം അവൻ അപകടം നടന്ന സ്ഥലത്ത് നമ്മൾ പോയി നോക്കിയപ്പോൾ അവിടെ പ്രത്യേകിച്ച് കുഴിയോ അല്ലെങ്കിൽ അങ്ങനെ അപകടം സംഭവിക്കാനുള്ള സിറ്റുവേഷൻ ഒന്നുമില്ല. ഒരു പ്ലെയിൻ ആയിട്ടുള്ള നല്ല റോഡാണ്. അപ്പോൾ അവനെ ആരോ ഫോളോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ആ കുട്ടിയുടെ ശീതളിന്റെ അവന്റെ ഫോണും മിസ്സായിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. അപ്പോൾ ആനി നിന്റെ മോനോടും ബാക്കി ഫ്രണ്ട്സിനോടൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാൻ പറ. അതേ സമയത്ത് കഴിഞ്ഞ ദിവസം ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ഫോൺ കിട്ടിയില്ലല്ലോ. അടുത്ത ദിവസം അവർ ഒന്നിച്ച് മീറ്റ് ചെയ്തിട്ട് വ്യോമിന് മാനുവിന്റെ മേലുള്ള സംശയത്തെക്കുറിച്ചും ആ ഒരു ഐഡിയയെക്കുറിച്ചൊക്കെ പറയാണ്. എന്നാൽ ഫ്രണ്ട്സ് കരുതുന്നത് ഏട്ടനോടുള്ള ദേഷ്യം കൊണ്ട് അവൻ പറയുന്നതാണെന്നാണ്. അപ്പോഴാണ് വ്യോമില്ലേ അവന്റെ ഏട്ടൻ രണ്ടാമതായിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ഐഡിയയുടെ എവിഡൻസ് കൂട്ടുകാർക്ക് കാണിച്ചു കൊടുക്കുന്നത്. എന്റെ സംശയം ആ ഒരു ഐഡി ഏട്ടൻ സൂര്യപ്രകാശിന്റെ പേരിൽ മാറ്റിയതായിരിക്കാം, അല്ലെങ്കിൽ സൂര്യപ്രകാശ് എന്ന ഏതെങ്കിലും ഒരു പയ്യന്റെ തന്നെയായിരിക്കാം. ഇനി അവൻ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോന്നും അറിയില്ല. അതുപോലെ താരയും മാനുവും പ്രണയത്തിലായിരുന്നു. അതെനിക്ക് എങ്ങനെ ഉറപ്പായെന്ന് വെച്ചാല് താരയുടെ ഒരു നോട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിൽ മാനുവിനെ ലവ് ചെയ്യുന്നതായിട്ട് അവളെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോ വ്യോമിന്റെ സംശയം എന്താണെന്ന് വെച്ചാല് മാനവും താരയും പ്രണയിച്ചിരുന്ന സമയത്ത് എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. ചിലപ്പോ സൂര്യപ്രകാശ് എന്ന ഏതെങ്കിലും ഒരു പയ്യൻ അവരുടെ ഇടയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ ചിലപ്പോ അതിന്റെ പക തീർക്കാൻ സൂര്യപ്രകാശിനെ കൊലപ്പെടുത്തിയതാണോ പിന്നീട് താരയും കൊലപ്പെടുത്തിയതാണോ എന്നറിയില്ല. അത് നമ്മൾ കണ്ടുപിടിക്കണം. അങ്ങനെ അവര് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അങ്ങോട്ടേക്ക് നമ്മുടെ ഇൻസ്പെക്ടർ വരികയാണ്. ഇൻസ്പെക്ടറെ കണ്ടപ്പോൾ അവരുടെ ഡിസ്കഷനിലെ അവർ സ്റ്റോപ്പ് ചെയ്യാണ്. അപ്പോൾ അല്ല നിങ്ങളെന്തോ വലിയ കാര്യം ഡിസ്കസ് ചെയ്യുന്നല്ലോ, എന്നെ കണ്ടപ്പോൾ എന്താ സ്റ്റോപ്പ് ചെയ്ത് എന്നോടുകൂടി പറയുകയാണെങ്കിൽ നിങ്ങൾക്കും എനിക്കും ഹെൽപ്പ് ആയാലോ. അതായത് ഓൾറെഡി ശീതളിന് സംഭവിച്ച് അറിഞ്ഞപ്പോൾ തന്നെ ഇൻസ്പെക്ടറിന് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, ഈ കുട്ടികൾ ആ കേസിന്റെ പിന്നാലെയുണ്ട്. എന്നാൽ വ്യോമ ഫ്രണ്ട്സും ഒന്നും മിണ്ടുന്നില്ല. അപ്പൊ ഇൻസ്പെക്ടർ ഒരു കാര്യം ചെയ്യ്, നിങ്ങളിപ്പോ പഠിക്കേണ്ട പ്രായമല്ലേ, ആ പഠിത്തത്തിൽ ശ്രദ്ധിച്ചാൽ മതി. പോലീസിന്റെ ജോലിയല്ലേ കൊലയാളിയെ കണ്ടുപിടിക്കലും ഇൻവെസ്റ്റിഗേഷനൊക്കെ, അത് നമ്മൾ നോക്കിക്കോളാം. അങ്ങനെ അവരവിടെ നിന്ന് തിരിച്ചു പോവാണ്. എന്നാൽ വ്യോമേഴ്സ് സംശയിക്കുന്ന പോലെ മാനുവിന്റെ ഭാഗത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ അല്ലെങ്കിൽ ആ ഒരു ഐഡി വേറെ എന്തെങ്കിലും ആവശ്യത്തിന് യൂസ് ചെയ്യുന്നതാണോ ഒന്നും നമുക്ക് മനസ്സിലാവുന്നില്ല. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ സഞ്ജനയിലെ ഹോസ്റ്റലിൽ കുട്ടികളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ അവൾ ഒറ്റക്കല്ലേ. അപ്പോൾ ടൈം പാസിന് അവളൊരു ബുക്ക് വായിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ കുറച്ച് കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ആ ഒരു ഹോസ്റ്റലിൽ എന്തോ ഒരു ശബ്ദം കേൾക്കുന്ന പോലെ ആരോ അവളെ ഒളിഞ്ഞു നോക്കുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. അവള് വല്ലാതെ പേടിച്ച് വരയ്ക്കാണ്. ഉടനെ അവള് വ്യോമിനെ വിളിച്ച് കാര്യം പറയുന്നുണ്ട്. എന്നാൽ ആ സമയത്ത് നമ്മുടെ വ്യോമില്ലേ അവൻ നല്ല ടയർഡായിട്ട് ഉറക്കത്തിലായിരുന്നു. ആ ഫോണ് റിങ്ങാവുന്ന പോലും അവൻ അറിയുന്നില്ല. പിന്നീട് സഞ്ജനയ്ക്ക് എന്താ പറ്റിയ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ആയപ്പോൾ നമ്മുടെ വ്യോമിനെ അവന്റെ അമ്മ വിളിച്ച് എഴുന്നേൽപ്പിക്കുകയാണ്. പിന്നെ നിന്റെ ഫ്രണ്ട് ശീതളില്ലേ അവന് കുഴപ്പമൊന്നുമില്ല, അവനിപ്പോ കണ്ണ് തുറന്നിട്ടുണ്ട്, പോയി കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സ് എല്ലാവരും കൂടി ഒന്ന് പോയി കണ്ടോ. അങ്ങനെ വ്യോമില്ലേ അവന്റെ കൂട്ടുകാരെ മുഴുവൻ കൂട്ടിയിട്ട് നമ്മുടെ ശീതളിനെ കാണാൻ ഹോസ്പിറ്റലിലേക്ക് വരികയാണ്. ശീതളിന്റെ തലയ്ക്ക് നല്ല പരിക്ക് പറ്റിയിട്ടില്ലേ. അപ്പോ എടാ നീ ഇപ്പോ ഓക്കെ ആണോ? എന്നാൽ അവന് സംസാരിച്ച് മറുപടി പറയാൻ പറ്റുന്നില്ല. അപ്പോ കൈ വിരലുകൊണ്ട് ഓക്കെ ആണെന്ന് കാണിക്കുകയാണ്. അപ്പോഴാണ് വ്യോമിനും ഫ്രണ്ട്സിനും ഒരു കാര്യം ഓർമ്മ വരുന്നത്. അതായത് നമ്മുടെ ശീതള് ഓരോ പഴത്തിന്റെയോ അല്ലെങ്കിൽ എന്തെങ്കിലും വസ്തുവിന്റെ കൈകൊണ്ട് ആക്ഷൻ കാണിച്ചിട്ട് ഇവർ കണ്ടുപിടിക്കുന്ന ഒരു ഗെയിം കളിക്കാറില്ലേ. അപ്പോൾ ഇവരുടെ സംശയം അതുപോലെ ആരാണ് ശീതളിനെ ഉപദ്രവിച്ചത് ആ ഒരു രഹസ്യം അവന്റെ ആ ഒരു വിദ്യ കൊണ്ട് പുറത്തെടുക്കാൻ ട്രൈ ചെയ്യാണ്. അവൻ കൈകൊണ്ട് കാണിക്കുന്നത് അവർക്ക് ആദ്യം മനസ്സിലാകുന്നില്ല. അപ്പോഴാണ് വേറെ ഒരു ഷോക്കിംഗ് ട്വിസ്റ്റ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ച പോലെ താര അവള് ഇനിയും മരണപ്പെട്ടിട്ടില്ല, അവള് ജീവനോടെ ഉണ്ട്. എന്നാൽ അത് കേട്ടപ്പോൾ വ്യോമ പറയുന്നത് താര മരണപ്പെട്ടതും ആ ബോഡി ബോട്ടിൽ എടുത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കണ്ണുകൊണ്ട് കണ്ടതാ, ഇവന് ആക്സിഡന്റ് പറ്റിയില്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തോ ഇല്യൂഷൻ പോലെ തോന്നുന്നതാ. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് എടാ അങ്ങനെയാണെങ്കിൽ നമ്മുടെ ശീതളില്ലേ അവൻ കണ്ടുപിടിച്ച കാര്യങ്ങളൊക്കെ ഒരു വെബ്സൈറ്റിൽ അവൻ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലോ. ആക്സിഡന്റ് പറ്റുന്നതിന് മുൻപ് വരെ അവൻ എന്താ കണ്ടെത്തിയ മനസ്സിലായതെന്ന് നമുക്കറിയാലോ. അങ്ങനെ നമ്മുടെ ട്വിൻസ് ഇല്ലേ അവര് മാക്സിമം ട്രൈ ചെയ്ത് നോക്കുന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അതായത് ശീതളിന്റെ ഫോൺ വരെ നഷ്ടപ്പെട്ടു പോയില്ലേ. അപ്പോൾ അതിലെ ഡാറ്റാസ് ഒക്കെ അവൻ ആ വെബിൽ സ്റ്റോർ ചെയ്തതാണ്. അപ്പോൾ ഹാക്ക് ചെയ്തിട്ട് പറ്റാതായപ്പോൾ അവരുടെ ഫ്രണ്ട് ഹാക്കർ പെൺകുട്ടിയില്ലേ അവളും അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ വ്യൂമിന് ഒരു കോള് വരുന്നത്. നോക്കുമ്പോൾ വേറെ ആരുമല്ല സഞ്ജനയാണ്. അപ്പോൾ അവൾക്കൊന്നും പറ്റിയിട്ടില്ല. കഴിഞ്ഞ ദിവസം മുതൽ ഹോസ്റ്റലിലും അതുപോലെ പുറത്തൊക്കെ എന്നെ ആരോ ഫോളോ ചെയ്യുന്ന പോലെ എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. അപ്പോൾ വ്യൂമ് നീ പേടിക്കണ്ട, നിനക്ക് ഓക്കെ ആണെങ്കിലേ എന്റെ വീട്ടിലേക്ക് പോര്, അമ്മയോട് ഞാൻ കാര്യം പറയാം. അപ്പോൾ സഞ്ജനയും എന്നാ നീ ഒന്ന് സംസാരിച്ചു നോക്ക്, ഞാനും വരാന്ന് പറഞ്ഞ് ഫോണ് കട്ട് ചെയ്യാണ്. എന്നാൽ അതിനുള്ളിൽ നമ്മുടെ പയ്യന്മാരില്ലേ ഹാക്ക് ചെയ്തിട്ട് ആ ഒരു ഡീറ്റെയിൽസ് കണ്ടെത്തിയിട്ടുണ്ട്. എന്നാൽ അതെന്താണെന്ന് നമ്മൾ കാണുന്നില്ല. അതേ സമയത്ത് അടുത്ത സീനിലെ നമ്മുടെ ഇൻസ്പെക്ടറില്ലേ അവര് നേരെ മീനാക്ഷിയുടെ അവരുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്നിട്ട് ഇൻസ്പെക്ടർ ചോദിക്കുന്നുണ്ട് സത്യം പറഞ്ഞോ, നിങ്ങൾ ആ താരയെ അവളെ എവിടെയാ ഒളിപ്പിച്ചു വെച്ചിട്ടുള്ളത്? അപ്പൊ മീനാക്ഷി മരണപ്പെട്ടുപോയ താരയെ ഞാൻ എവിടെ ഒളിപ്പിച്ചു വെച്ചു നിങ്ങൾ എന്താ പറയുന്നത്? അപ്പൊ ഇൻസ്പെക്ടർ നിങ്ങളുടെ മോനില്ലേ വിജയ് അവനവന്റെ റൂമിലോ അല്ലെങ്കിൽ വേറെ ഏതോ സ്ഥലത്ത് അവൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, അവനെ കസ്റ്റഡിയിൽ എടുത്താലേ ആ രഹസ്യം എനിക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എന്നാൽ മീനാക്ഷി ആണെങ്കിൽ സാറേ നിങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയതാ, എന്റെ മോന് അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. അപ്പോ ഇൻസ്പെക്ടറില്ലേ ഒരു വീഡിയോ ഫൂട്ടേജ് അവർക്ക് കാണിച്ചു കൊടുക്കാണ്. നിങ്ങളുടെ മോനെ കുറിച്ച് ഇത് കണ്ടിട്ട് അഭിപ്രായം പറ. ആ ഒരു
വീഡിയോ ഫോട്ടോസ് ഇല്ലേ, അത് നമ്മുടെ ശീതള് അവന് ആക്സിഡന്റ് സംഭവിക്കുന്നതിന്റെ മുൻപ് എടുത്തതാണ്. അപ്പോൾ കുറച്ചു നേരത്തെ അവൻ ഫ്രണ്ട്സിനോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ സത്യം തന്നെയായിരുന്നു. അപ്പോൾ ഇൻസ്പെക്ടർ പറയുന്നുണ്ട്, അല്ല മീനാക്ഷി മാഡം, ഇനിയിപ്പോൾ എന്തെങ്കിലും പറയാനുണ്ടോ? നിങ്ങളുടെ മകന്റെ കയ്യിലിരിപ്പ് ഇപ്പൊ നേരിട്ട് കണ്ടതല്ലേ, അപ്പോൾ അവനെ ഞാൻ കൊണ്ടുപോവാണ്. എന്നാലും മീനാക്ഷി മാഡം, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എന്റെ മോൻ വിജയ് അവന് കുറേയധികം പെൺകുട്ടികളായിട്ട് ചില റിലേഷൻ ഉള്ളതായിട്ടും അവരെയൊക്കെ ടീസ് ചെയ്യുന്നതായിട്ടും ഓൾറെഡി എനിക്ക് അറിയായിരുന്നു. എന്നാൽ അവന്റെ അവസ്ഥ അതായിരുന്നില്ല. ആ പെൺകുട്ടികളുടെ ഡ്രസ്സുകളില്ലേ, അതൊക്കെ അവര് റിലേഷനിലുള്ള സമയത്ത് അവൻ വീട്ടിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ ഡ്രസ്സുകൾ ധരിച്ചിട്ട് അവൻ എൻജോയ് ചെയ്യുന്ന പോലെ അവന്റെ ശരിക്കുള്ള അവസ്ഥ എന്താണെന്ന് എനിക്ക് അറിയില്ല. അപ്പോൾ അതുപോലെ താരയുമായിട്ടും അവന് റിലേഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ താരയുടെ ഡ്രസ്സ് അവൻ കൊണ്ടുവന്നിട്ട് ആ ഡ്രസ്സ് ധരിക്കുന്നതാണ് ഈ ഒരു വീഡിയോയിലുള്ളത്. അല്ലാതെ ഇവിടെ താരയില്ല. അവൾ ശരിക്കും മരണപ്പെട്ട് പോയത് തന്നെയാണ്. അല്ലാതെ ആ റൂമില് ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നില്ല, പ്രത്യേകിച്ച് താര ഉണ്ടായിരുന്നില്ല. താരയുടെ ഡ്രസ്സ് കണ്ടപ്പോൾ ശീതള് തെറ്റിദ്ധരിച്ചതാണ്. എന്നാൽ മീനാക്ഷിക്കും തന്റെ മോന് ഇതുപോലെ പെൺകുട്ടികളുടെ ഡ്രസ്സ് ഇടുന്നതൊന്നും തീരെ ഇഷ്ടമായിരുന്നില്ല. അതിന്റെ പേരിൽ പലപ്പോഴും അവൻ ഉപദ്രവിച്ചിട്ടുണ്ട്. ഇതേപോലൊരു കാഴ്ച തന്നെയാണ് കഥയുടെ ആരംഭത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. എന്നാൽ മേഡം, എന്റെ മകന്റെ ഈ ഒരു അവസ്ഥ നിങ്ങൾ പുറത്ത് പബ്ലിക്കിന് മുമ്പിൽ കൊണ്ടുവരല്ലേ, കാരണം എന്റെ ഇമേജ് എല്ലാം ഇല്ലാതെയാവും. എന്റെ മകൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല, അവന് വെറുതെ വിട്ടൂടെ? അപ്പൊ ഇൻസ്പെക്ടർ, അവനെ വേണേ വെറുതെ വിടാം, പക്ഷേ നിങ്ങൾ എനിക്ക് കൊണ്ടുകൊണ്ടുവരുമല്ലോ, കാരണം നിങ്ങളുടെ ഡ്രൈവറെ നിങ്ങൾ തന്നെയല്ലേ പ്ലാൻ ചെയ്ത് ആക്സിഡന്റിൽ പെടുത്തിയിട്ട് കൊലപ്പെടുത്തിയ? അതെങ്ങനെയാ എനിക്ക് മനസ്സിലായെന്നറിയോ? ചെറിയ സംശയം ഉണ്ടായിരുന്നുകൊണ്ട് ഞാൻ അന്വേഷിച്ചിറങ്ങി അവസാനം നിങ്ങളുടെ പിയുടെ അടുത്താണ് എത്തിയത്. അവൻ എല്ലാ കാര്യവും സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ മീനാക്ഷിയെ അറസ്റ്റ് ചെയ്ത് കൂട്ടിക്കൊണ്ടു പോവാണ്. അതേ സമയത്ത് നമ്മുടെ വ്യോമ് നല്ല ഉറക്കത്തിലാണ്. അപ്പോൾ അവന്റെ അമ്മയില്ലേ അവനെ എഴുന്നേൽപ്പിച്ചിട്ട് പറയുന്നുണ്ട്, ഒരു പെൺകുട്ടിയെ സഞ്ജനെ ഇന്നലെ വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിട്ടില്ലേ, അവള് നേരത്തെ എഴുന്നേറ്റിട്ടുണ്ട്, നീ എഴുന്നേൽക്കുന്നതും കാത്ത് നിൽക്കാൻ തോന്നുന്നുണ്ട്, അപ്പൊ പുറത്തുണ്ട്, ഒന്ന് പോയി കണ്ട് സംസാരിക്കേ. അങ്ങനെ വ്യോമില്ലേ കോഫി എടുത്തിട്ട് നേരെ സഞ്ജനയുടെ അരികിലേക്ക് പോയിട്ട് അവർ രണ്ടുപേരും പുറത്ത് ലോണിലേക്ക് വരികയാണ്. അങ്ങനെ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് കോഫി കുടിക്കുമ്പോഴാണ് നമ്മുടെ മാനവില്ലേ അവന് പുറത്ത് എങ്ങോട്ടേക്ക് പോകാൻ നോക്കുന്നേ. അപ്പോൾ സഞ്ജനെ കണ്ടപ്പോൾ മാനവ് എന്തോ ഒരു രീതിയിൽ അവളെ നോക്കുകയാണ്. അതുപോലെ അവളും അവനെ തിരിച്ചു നോക്കുന്നുണ്ട്. നമ്മുടെ വ്യൂമ് അത് നോട്ട് ചെയ്തിട്ടുണ്ട്. അല്ല, ഇവരിപ്പം എന്താ ഇങ്ങനെ നോക്കുന്നേ? അതേ സമയത്ത് നമ്മുടെ ആനന്ദിയിലെ അവളൊരു ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുകയാണ്. അതായത് അവള് പ്രഗ്നന്റ് ആണ്, അതുകൊണ്ട് അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഡോക്ടർ, ആരും കൂടെയില്ലേ, എന്റെ ഹസ്ബൻഡ് അങ്ങേര് വരുന്നുണ്ട്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യണം. അങ്ങനെ ഹസ്ബൻഡിന്റെ ഫോട്ടോ എന്ന് പറഞ്ഞിട്ട് ഡോക്ടറിന് ആരും ഫോട്ടോ കാണിക്കുകയാണ്. എന്നാൽ ആ ഡോക്ടറുടെ മുഖത്ത് ഒരു റിയാക്ഷൻ മാറ്റമില്ല. അതായത് ആനന്ദിയിലെ അവൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട്, അത് കണ്ടെത്താനാണ് അവൾ ഇങ്ങനെ ഒരു പ്ലാൻ ഉണ്ടാക്കിയിട്ട് ഡോക്ടേഴ്സിന്റെ റിയാക്ഷൻ കണ്ടുപിടിക്കാൻ നോക്കുന്നത്. ഡോക്ടറിന്റെ മുഖത്ത് റിയാക്ഷൻ ഇല്ല. അപ്പോൾ ഒരു നഴ്സ് വരികയാണ്. ആ നഴ്സിനെ കാണിക്കുമ്പോൾ അവര് ഷോക്കായിട്ട് ചോദിക്കുന്നുണ്ട്, എന്ത് ഇയാള് നിന്റെ ഹസ്ബൻഡാണോ? അപ്പോൾ ആനന്ദി, അതെ, എന്താ എന്റെ ഹസ്ബൻഡിനെ കുറിച്ച് അറിയോ? അങ്ങനെ നഴ്സ് എന്തൊക്കെയോ കാര്യങ്ങൾ അവളോട് പറയുന്നുണ്ട്. എന്നാൽ അതെന്താണെന്ന് നമ്മൾ കേൾക്കുന്നില്ല. അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നമ്മുടെ ആൽബിൻ സാറില്ലേ, അങ്ങനെ ആന ടീച്ചറെ അവരെ ഡേറ്റിങ്ങിനായിട്ട് പുറത്ത് ഒരു കഫേയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതായത് ഇന്ന് ആൽബിന്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ അത് സെലിബ്രേറ്റ് ചെയ്യാനാണ് ആനയെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ളത്. അങ്ങനെ അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹാപ്പി ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് നമ്മുടെ ഭീമനോട് സംസാരിക്കാനായിട്ട് അവന്റെ രണ്ട് ട്വിൻസ് ആയിട്ടുള്ള ഫ്രണ്ട്സ് ഇല്ലേ അവർ വരുന്നേ. നമ്മൾ കുറെ നാളായിട്ട് തേടി നടന്ന സൂര്യപ്രകാശില്ലേ, അവൻ ആരാന്ന് കണ്ടുപിടിച്ചിട്ടുണ്ട്. അവൻ അറിയുമ്പോൾ വ്യൂമെ നീയും ഷോക്കാവും. അങ്ങനെ അവർ കണ്ടുപിടിച്ചത് വ്യൂമിനെ കാണിച്ചു കൊടുക്കാണ്. എന്നാൽ അത് നമ്മൾ കാണുന്നില്ല. അതേ സമയത്ത് ആനന്ദിയില്ലേ അവള് ഹോസ്പിറ്റലിൽ നിന്ന് ആ നഴ്സ് പറഞ്ഞിട്ട് അറിഞ്ഞ കാര്യങ്ങൾ വ്യൂമിനെ വിളിച്ചു പറയാൻ നോക്കുമ്പോൾ അവളുടെ ഫോണിൽ ചാർജ് ഇല്ല. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആളുകളോട് ഫോണൊന്ന് ചാർജ് ചെയ്യാൻ പവർ ബാങ്ക് ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ ആരെടുത്തുമില്ല. അപ്പോഴാണ് ഒരു ലേഡി പറയുന്നത്, എന്റെ കയ്യിലുണ്ട്. അങ്ങനെ ഫോണിൽ ചാർജ് ചെയ്യാൻ നോക്കുമ്പോഴാണ് പെട്ടെന്ന് അവൾക്ക് വയറ് വല്ലാതെ വേദനിക്കുന്നത്. അപ്പോൾ ആ ഒരു ലേഡി, എന്താ മോള് എനിക്ക് പറ്റിയേ? അതായത് കുറെ നാളായിട്ട് ആനന്ദിക്ക് വയസ്സാവാത്തൊരു പ്രശ്നം ഉണ്ടായിരുന്നില്ലേ, ഇപ്പോൾ അത് മാറിയതാണ്. എപ്പോഴും അവള് സങ്കടപ്പെടുമ്പോൾ വ്യൂമല്ലേ അവളുടെ കൂടെ ഉണ്ടായിരുന്നേ. അപ്പോൾ അവളുടെ സന്തോഷം വ്യൂമിന് വിളിച്ച് പറയാണ്. അതുപോലെ ആനന്ദി നഴ്സിന്റെ അടുത്ത് നിന്ന് എന്തോ ഒരു കാര്യം അറിഞ്ഞില്ലേ, ആ കാര്യം പറയുന്നുണ്ട്. അതുപോലെ വ്യൂമിന് മനസ്സിലായ കാര്യം ആനന്ദിയോടും പറയുന്നുണ്ട്. എന്നാൽ ഇവർ രണ്ടുപേരും പറയുന്നത് എന്താന്ന് നമ്മൾ കേൾക്കുന്നില്ല. പിടിത്തിരില്ലെന്ന് ഇവർ ഉറപ്പിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതേ സമയത്ത് നമ്മുടെ ആന ടീച്ചറും ആൽബിൻ സാറും ഡേറ്റിങ്ങിന് വന്നിരിക്കുകയല്ലേ. അങ്ങനെ ആൽബിൻ സാറ് ആന ടീച്ചറെ ഒന്ന് ഇംപ്രസ് ചെയ്യാനായിട്ട് നല്ല അടിപൊളി ഒരു മ്യൂസിക് ഒക്കെ വായിക്കുകയാണ്. ആനയ്ക്കും ആ ഒരു മ്യൂസിക് വല്ലാതെ ഇഷ്ടാവുന്നുണ്ട്. ആനയുടെ മുഖത്തുള്ള മാറ്റങ്ങൾ കണ്ടപ്പോൾ ആൽബിൻ സാറ് അങ്ങനെ മനസ്സിൽ ഉറപ്പിച്ചൊരു കാര്യമില്ലേ, അത് ആനയോട് തുറന്നു പറയാണ്. കുറെ നാളായിട്ട് ആനി അങ്ങനെ പ്രണയിക്കുന്നുണ്ടെന്ന്. അത് അറിഞ്ഞപ്പോൾ ആനി അവര് പെട്ടെന്ന് ഒന്ന് ഷോക്കായി പോണ്. നിങ്ങളുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുമ്പോൾ ഞാൻ ഹാപ്പി ആവുന്നുണ്ട് എന്ന കാര്യം സത്യം തന്നെയാ, പക്ഷേ എനിക്ക് നിങ്ങളെ ശരിക്കും അറിയില്ലല്ലോ. ഒന്നും അറിയാതെ എങ്ങനെയാ ഞാനിത് സമ്മതിക്കുക? അപ്പോൾ ആൽബിൻ സാറ് എന്നെക്കുറിച്ച് എല്ലാ കാര്യങ്ങളും ഞാൻ ഇന്ന് ഓപ്പണായിട്ട് നിങ്ങളോട് പറയാം, എന്നിട്ട് ഒരു തീരുമാനം എടുത്താൽ മതി. അതേ സമയത്ത് നമ്മുടെ വ്യൂമൻ ടീമിലെ ഇൻസ്പെക്ടറോട് അവർക്ക് മനസ്സിലായ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇൻസ്പെക്ടറിലെ നമ്മുടെ സഞ്ജനെ സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുകയാണ്. അപ്പോൾ വ്യൂമ് നിനക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ സാറ് ചോദിക്കുമ്പോൾ പറഞ്ഞേക്ക്. അവളുടെ മുഖത്ത് വല്ലാത്തൊരു ടെൻഷൻ ഉണ്ട്. അങ്ങനെ കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ട് അവള് ചില ഫ്ലാഷ് ബാക്ക് പറയാണ്. അതായത് സഞ്ജനയും താരയും കുറച്ചധികം കുട്ടികളും ആ ഒരു സ്കൂളിൽ നടക്കാൻ പോകുന്ന മ്യൂസിക് കോമ്പറ്റീഷനിൽ പങ്കെടുക്കാനുള്ള ട്രെയിനിങ്ങിലാണ്. ആൽബിൻ സാർ ആണെങ്കിൽ ആരാണ് നന്നായിട്ട് വായിക്കുക അവരെ സെലക്ട് ചെയ്യാനിരിക്കുകയാണ്.
ഇരിക്കുകയാണ്. അങ്ങനെ സഞ്ജന നല്ല അടിപൊളിയായിട്ട് വായിക്കുന്നുണ്ട്. എന്നാൽ അങ്ങനെ പറയുന്നത് ബാക്കി കുട്ടികളോട് വായിക്കട്ടെ, തൽക്കാലം ഇപ്പോ നിന്നെ ഞാൻ വെയിറ്റിംഗ് ലിസ്റ്റിലാണ് വെക്കുന്നത്. അങ്ങനെ പിന്നീട് വരുന്നത് താരയാണ്. അവള് വായിക്കാൻ നോക്കുമ്പോൾ അവള് പറയുന്നുണ്ട്, സാറേ എൻ്റെ കൈക്കൊരു ചെറിയ മുറിവുണ്ട്, അതുകൊണ്ട് എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് സെഡ്യൂസ് ചെയ്യുന്ന പോലെ ചോദിക്കുകയാണ്. അപ്പോൾ ആൽബിൻ സാറില്ലേ മ്യൂസിക് വായിക്കുന്നതിന് മുൻപ് തന്നെ അവളെ സെലക്ട് ചെയ്തതായിട്ട് മാർക്ക് ചെയ്തിട്ട് പിന്നെന്താ താര ഞാൻ ഹെൽപ്പ് ചെയ്യില്ലേ, അങ്ങനെ അവളെ വായിക്കാൻ ഹെൽപ്പ് ചെയ്യാണ്. അങ്ങനെ നല്ല രീതിയിൽ അങ്ങേരാണ് വായിക്കുന്നത്. അത് കാണുമ്പോൾ സഞ്ജനയ്ക്ക് സഹിക്കാൻ പറ്റുന്നില്ല. ശരിക്കും താരയേക്കാള് നല്ല രീതിയിൽ വായിച്ചത് സഞ്ജനയാണ്. എന്നാൽ നിവൃത്തികേട് കൊണ്ട് അവൾ തീരുമാനിക്കുകയാണ് ആൽബിൻ സാറോട് സെഡ്യൂസ് ചെയ്യുന്ന പോലെ ബിഹേവ് ചെയ്താൽ ചിലപ്പോൾ അങ്ങേര് എന്നെയും സെലക്ട് ചെയ്യും. അങ്ങനെ പിന്നീട് ആൽബിൻ സാറുമായിട്ട് സെഡ്യൂസ് ചെയ്യുന്ന പോലെയൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അങ്ങേരുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ അവളിൽ നിന്ന് മാക്സിമം അഡ്വാൻറ്റേജ് എടുക്കുക. അങ്ങനെ ഒരിക്കൽ സഞ്ജനയുമായിട്ട് അങ്ങേര് ഫിസിക്കൽ റിലേഷനിൽ വരെ ഏർപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ സഞ്ജന അവളും ഗർഭിണിയായി മാറിയിട്ടുണ്ട്. എന്നാൽ അവള് ഗർഭിണിയായ കാര്യം ആൽബിൻ സാർ അറിഞ്ഞപ്പോൾ അയാൾ വല്ലാതെ ഷോക്കാവാണ്. അപ്പോൾ അങ്ങേർക്ക് ഇനി രക്ഷപ്പെടാൻ എന്ത് ചെയ്യണം? സഞ്ജന അവൾ ശരിക്കും ഗർഭിണിയാണോ എന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യണം. ഇനി അങ്ങനെയാണെങ്കിൽ ആ ഒരു കുഞ്ഞിനെ ഇല്ലാതെയാക്കും വേണ്ടേ. അങ്ങനെയാണ് ഒരു ഹോസ്പിറ്റലിലേക്ക് സഞ്ജനയെ കൂട്ടിക്കൊണ്ടു പോകുന്നത്. ആ ഒരു ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിരുന്ന നഴ്സ് ആരാന്നറിയോ? നമ്മുടെ പ്യൂണ് ഗണേശില്ലേ അവന്റെ റിലേഷനാണ്. അപ്പോൾ ആ ഒരു നഴ്സ് അവർ പറയുന്നുണ്ട്, ഇതിനു മുൻപും ഇതുപോലെ നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നല്ലോ, അവളുടെ പേര് താരാന്നാ പറഞ്ഞ്, അവളും ഗർഭിണിയായിരുന്നു. എന്നാൽ അതിനുശേഷമാണ് ഗണേശിന്റെ റിലേഷനായ ആ ഒരു നഴ്സില്ലേ അവര് നിങ്ങളുടെ സ്കൂളിലെ താര എന്ന പെൺകുട്ടി ഗർഭിണിയായിരുന്നെന്നും അവള് അത് ഇല്ലാതെയാക്കിയെന്നും ഗണേശിനോട് പറയുന്നത്. അങ്ങനെയാണ് ഗണേശ് താരയെ ഭീഷണിപ്പെടുത്തിയിട്ട് അവളുടെ കയ്യിൽ നിന്ന് ആ ഒരു ചെയിന് അത് വാങ്ങിയെടുക്കുന്നതോ. എന്നാൽ ആൽബിൻ സഞ്ജനയുമായിട്ട് ആ ഒരു ഹോസ്പിറ്റലിൽ നിന്ന് സഞ്ജനയുടെ അബോർഷൻ നടത്തിയില്ല. എന്നാൽ പിന്നീട് ഗണേശ് താരയെ ഭീഷണിപ്പെടുത്തി ചെയിന് വാങ്ങിയില്ലേ, അതിനുശേഷം സഞ്ജനയോട് നീ കാരണമാണ് ഇനി ഇതെല്ലാവരും അറിയാൻ പോകുന്നത്. അപ്പോൾ സഞ്ജന ഞാനൊന്നും ചെയ്തിട്ടില്ല, ആ ആൽബിൻ സാറ് അങ്ങേരാ എന്നെ അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയെ. അപ്പൊ താര അയാള് തന്നെയാ എന്നെയും ചതിച്ചേ. ഒരു സമയത്ത് എന്റെ കുഞ്ഞിന് വരെ അയാൾ ഇല്ലാതെയാക്കി, എന്റെ ജീവിതം നശിപ്പിച്ചു. അപ്പോൾ സഞ്ജന ഇൻസ്പെക്ടറോട് പറയുന്നുണ്ട്, സാറേ ചിലപ്പോ അങ്ങേര് തന്നെയായിരിക്കും താരയെ കൊലപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പോൾ ഇൻസ്പെക്ടർ ഇനി നീ ടെൻഷൻ അടിക്കണ്ട, ബാക്കി കാര്യം ഞാൻ നോക്കിക്കോളാം. അങ്ങനെ അടുത്ത സീനില് നമ്മൾ കാണുന്നത് ആ രണ്ട് ട്വിൻസില്ലേ അവര് സൂര്യപ്രകാശ് ആരാന്ന് കണ്ടുപിടിച്ചിരുന്നില്ലേ, അത് ആൽബിൻ സാറില്ലേ അങ്ങേരുടെ യഥാർത്ഥ പേരാണ്. ഇതിന് മുൻപ് ജോലി ചെയ്ത സ്കൂളില് ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തതിന്റെ കേസ് വരെ ഇപ്പോഴും അങ്ങേരുടെ തലയിലുണ്ട്. അതുപോലെ നമ്മുടെ ആനന്ദിയില്ലേ തന്റെ ഹസ്ബൻഡാന്ന് പറഞ്ഞിട്ട് ആ നഴ്സിന് കാണിച്ചു കൊടുത്തതും ആൽബിൻ സാറിന്റെ ഫോട്ടോ തന്നെയാണ്. അപ്പോഴാണ് ആ നഴ്സ് ആനന്ദിയോട് പറയുന്നത്, ഇതിനു മുൻപ് അങ്ങനെ ഒരു പെൺകുട്ടിയുടെ ഗർഭം അലസിപ്പിക്കാനായിട്ട് ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു, ആ കുട്ടിയുടെ പേര് എന്നോട് പറഞ്ഞത് താരാന്നാണ്. അങ്ങനെ ആനന്ദിക്ക് മനസ്സിലായ കാര്യങ്ങളൊക്കെ വ്യോമിനോട് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മുടെ ഇൻസ്പെക്ടറോട് എല്ലാ കാര്യവും ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. അതേസമയത്ത് നമ്മുടെ ആൽബിനിലെ അങ്ങേരുടെ ലൈഫിനെ കുറിച്ച് ആനയോട് പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ, എന്റെ ലൈഫിൽ കുറേയധികം തെറ്റുകൾ എനിക്ക് സംഭവിച്ചിട്ടുണ്ട്, എന്നാൽ അതിന് ശരിക്കും മുഴുവനായിട്ട് ഞാനല്ല കുറ്റവാളി, ചില സിറ്റുവേഷനാണ് എന്നെ കൊണ്ട് അത് ചെയ്യിപ്പിച്ചത്. എന്റെ യഥാർത്ഥ പേര് ആൽബിൻ എന്നല്ല. അങ്ങനെ റിയൽ നെയിം പറയാൻ നിൽക്കുമ്പോൾ അതിനുള്ളിൽ പോലീസ് ഇൻസ്പെക്ടർ അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ആൽബിനെ പിടിച്ചു വലിച്ചിട്ട് പൊന്നുമോനെ കൊലപാതകം ചെയ്തിട്ട് രക്ഷപ്പെടാന്ന് കരുതിയതാ. എന്നാൽ ആൽബിനാണെങ്കിൽ ഞാൻ ആരെയും കൊന്നിട്ടില്ല. എന്നാൽ അവനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ട് നമ്മുടെ ആനയോട് ഇൻസ്പെക്ടർ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ആനയാണെങ്കിൽ എനിക്ക് ഗണേശിനെ സ്കൂളിൽ അപ്പോയിന്റ് ചെയ്തതിൽ തെറ്റ് പറ്റിയിട്ടില്ല, എന്നാൽ ഇവനെ ഈ ആൽബിനെ അപ്പോയിന്റ്മെന്റ് ചെയ്തതിൽ തെറ്റ് പറ്റിയും തോന്നുന്നുണ്ട്. കാരണം ഇവൻ മുൻപ് ജോലി ചെയ്ത സ്കൂളിനെ കുറിച്ചോ അവന്റെ ഹിസ്റ്ററിയെ കുറിച്ചോ ഞാൻ ശരിക്കൊന്ന് അന്വേഷിച്ചിരുന്നില്ല. അത് എന്റെ തെറ്റ് തന്നെയാണ്. ആനയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ വീട്ടിലെ തന്റെ ഹസ്ബൻഡിന്റെ ഫോട്ടോ കാണുമ്പോൾ അവളുടെ കണ്ണ് നിറയാണ്. എന്നാൽ ആനി അവള് സങ്കടപ്പെടുന്ന കണ്ടപ്പോൾ വ്യോമ് അമ്മയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ അമ്മയുടെ തോളിൽ ചായുന്നുണ്ട്. അങ്ങനെ അടുത്ത സീനില് നമ്മുടെ വ്യോമും സഞ്ജനയിലെ അതേ ഒന്ന് ടൈമൊക്കെ സ്പെൻഡ് ചെയ്യാനായിട്ട് നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെയില്ലേ ആരോ ഫോളോ ചെയ്യുന്നുണ്ട്, ഓരോ നീക്കവും വാച്ച് ചെയ്യുന്നുണ്ട്. എന്നാൽ അത് ആരാണെന്ന് മനസ്സിലാവുന്നില്ല. എന്നാൽ കുറച്ച് മുൻപോട്ട് എത്തിയപ്പോൾ വ്യോമിന് അവരാരോ ഫോളോ ചെയ്യുന്ന കാര്യം മനസ്സിലായിട്ട് നമ്മുടെ പിന്നില് ആരും ഉണ്ട് സഞ്ജന. എന്നാൽ സഞ്ജന ആരുണ്ടാവാനാ, നമ്മൾ തേടി വന്ന ആ കുറ്റവാളി അവൻ ചെയ്യില്ലായില്ലേ, ഇനിയിപ്പോ ആരും ഫോളോ ചെയ്യില്ല, വെറുതെ നീ ടെൻഷൻ അടിക്കണ്ട. അപ്പോഴാണ് വ്യോമ പറയുന്നത്, എനിക്കൊരു കാര്യം മനസ്സിലായിട്ടില്ല, അന്ന് നമ്മൾ ആ ഓജ ബോർഡില് കോയിൻ അനക്കിയില്ലേ, എന്നാൽ ഞാൻ കരുതിയ ആനന്ദി അനക്കിയെന്നാണ്. അവളോട് പിന്നീട് ചോദിച്ചപ്പോൾ അവളെല്ലാം ഉറപ്പിച്ച് പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ ആരായിരിക്കും എങ്ങനെയത് മൂവ് ആയത്? അപ്പോൾ സഞ്ജന ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, അന്ന് ഞാനത് മൂവ് ചെയ്തത്, നിങ്ങളെ വെറുതെ ഒന്ന് കളിപ്പിക്കാൻ നോക്കിയതാ. അപ്പോൾ വ്യോമ് എന്തിനാ ഇത്ര നാൾ ഇതൊന്നും എന്നോട് പറയാതിരുന്നേ? ഇങ്ങനെ പല കാര്യങ്ങളും ഒളിപ്പിച്ചു വെക്കുന്നൊരു സ്വഭാവം നിനക്കുണ്ടല്ലേ, ഇത് മാത്രല്ല പലതും നിന്നോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ സഞ്ജന ദേഷ്യത്തില്, അല്ല വ്യോമെ നീ എന്താ പറഞ്ഞിരുന്നേ? അപ്പോഴാണ് വ്യോമ് ചില ഫ്ലാഷ് ബാക്ക് പറയുന്നത്. അതായത് കഴിഞ്ഞ രാത്രി തന്റെ അമ്മ സങ്കടപ്പെട്ടപ്പോൾ വ്യോമ് അമ്മയുടെ തോളിൽ ചാഞ്ഞിട്ട് സംസാരിച്ചോണ്ടിരുന്നില്ലേ, അപ്പോ വ്യോമ് സഞ്ജനയിലമ്മേ അവളുടെ രണ്ടാനമ്മയുടെ പീഡനത്തില് വല്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. എന്നാൽ ആനി അതിന് സഞ്ജനയ്ക്ക് രണ്ടാനമ്മയില്ലല്ലോ, അവളുടെ നേരെ അമ്മ തന്നെയാണ്. അവളെ സ്കൂളിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നതല്ലേ, എല്ലാ ഡോക്യുമെന്റും ഞാൻ വെരിഫൈ ചെയ്തതല്ലേ. അപ്പോ സഞ്ജന നിനക്ക് രണ്ടാനമില്ലാതെ നീ എന്തിനാ അങ്ങനെ ഒരു നുണ പറഞ്ഞേ? അത് മാത്രല്ല നീ എന്റെ ഏട്ടൻ മാനവിനെ കുറിച്ചും എന്താ പറഞ്ഞേ? നീയാണ് മാനവ് നിന്നോട് പ്രൊപ്പോസ് ചെയ്തപ്പോ അവന്റെ പ്രണയം നിരസിച്ചെന്നോ? എന്നാൽ സത്യം വേറെയല്ലേ,
നീ അവനെ പ്രപ്പോസ് ചെയ്തപ്പോ അവനല്ലേ റിജക്ട് ചെയ്തേ. അപ്പോഴാണ് ആ ഫ്ലാഷ് ബാക്ക് കാണുന്നത്. അതായത് മാനവ് സ്പോർട്സ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ സഞ്ജനയില്ലേ കുറെ നേരമായിട്ട് അവനെ തന്നെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനും അല്ല സഞ്ജന, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? എനിക്ക് കുറച്ച് നാളായിട്ട് ഞാൻ നിന്നെ പ്രണയിക്കുന്നുണ്ട്, എന്നെ നീ കല്യാണം കഴിക്കോ? എന്നാല് മാനവാണെങ്കിൽ നീ എന്താ പറയുന്നേ? തൽക്കാലം നീ പോടുന്നപ്പോ അങ്ങനെ സഞ്ജനെ പറഞ്ഞയച്ചതാണ്. പിന്നീട് ഒരിക്കൽ സഞ്ജന നമ്മുടെ താരയുടെ നോട്ടാന്ന് പറഞ്ഞിട്ട് വ്യോമിന് ഒരു ബുക്ക് കൊടുത്തില്ലേ. അപ്പോൾ അവൻ ബുക്ക് കിട്ടിയപ്പോൾ തന്നെ വെറുതെ ഒന്ന് എല്ലാ പേജും മറിച്ചു നോക്കിയിരുന്നു. ആ സമയത്ത് ആ ഒരു ലവ് ചിഹ്നത്തിന് താഴെ മാനുവിന്റെ പേരുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് സഞ്ജന പേടിയാണെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ വ്യോമിന്റെ വീട്ടിൽ വന്നില്ലേ, അതിനുശേഷമാണ് മാനുവിന്റെ പേര് അതിന്റെ താഴെ എഴുതി ചേർത്തത്. അത് വ്യോമിന് പിന്നീടാണ് മനസ്സിലാവുന്നത്. അപ്പോൾ സഞ്ജന കഴിഞ്ഞു പോയ കാര്യങ്ങളൊക്കെ ഇപ്പൊ പറയേണ്ട കാര്യം എന്താ? കൊലപാതകം ചെയ്തവൻ ജയിലിലായില്ലേ, എല്ലാം അവസാനിച്ചില്ലേ, ഇനിയൊന്നും പേടിക്കാനില്ലല്ലോ. അപ്പോൾ വ്യോമ് ഒന്നും അവസാനിച്ചിട്ടില്ല, എനിക്ക് ഈ കാര്യങ്ങള് പോലീസിനോട് പറയാനുണ്ട്, ചിലപ്പോ അവർക്ക് കൂടുതൽ എന്തെങ്കിലും കണ്ടെത്താൻ പറ്റിയാലോ. അപ്പോൾ പെട്ടെന്ന് സഞ്ജനയില്ലേ വ്യോമിന്റെ കൈ പിടിച്ച് തിരിക്കുകയാണ്. അവന് വേദന സഹിക്കാൻ പറ്റുന്നില്ല. അപ്പോഴാണ് കുറച്ചു നേരത്തെ അവരെ ഫോളോ ചെയ്ത ആ മറിഞ്ഞിരുന്ന ആൾ ആരാന്ന് കാണുന്നത്. അത് വേറെ ആരുമല്ല, നമ്മുടെ മാനവ് തന്നെയാണ്. അവൻ പറയുന്നുണ്ട്, മോളെ സഞ്ജന അവന്റെ കൈവിട്. എന്നാൽ അവളില്ലേ അവനെ തുറച്ചു നോക്കാണ്. അപ്പോൾ ദേഷ്യത്തില് മാനവ് അവളുടെ നേരേക്ക് വരുമ്പോ അവള് മാനവിനെ അടിച്ച് താഴെയിടാണ്. അതായത് മാനവ് വരുമ്പോ തന്നെ അവനെ നോക്കുമർമ്മത്തിലൂടെ കൺട്രോൾ ചെയ്തിട്ട് അവനെ വീക്കാക്കിയിട്ടുണ്ടായിരുന്നു. ഏട്ടൻ മാനവ് താഴെ വീണപ്പോ വ്യോമില്ലേ മാനവിനെ രക്ഷിക്കാൻ നോക്കാണ്. എന്നാൽ രക്ഷിക്കാൻ പോയ വ്യോമ് വീണ്ടും മാനവിനെ ഉപദ്രവിക്കുകയാണ്. വ്യോമ് പറയുന്നുണ്ട്, സഞ്ജന എനിക്ക് എന്റെ ഏട്ടനെ ചെറുപ്പം മുതലേ ഇഷ്ടമല്ല, ഇങ്ങനെ ഒരു അവസരം കിട്ടിയപ്പോ ഇനി നീ തൊടണ്ട, ഞാൻ കൊടുത്തോളവന്. എന്നിട്ട് മാനവിനെ ഉപദ്രവിച്ചിട്ട് സഞ്ജനയോട്, സഞ്ജന നീ പറഞ്ഞതിന്റെ ശരി, കുറ്റവാളി എന്തായാലും ജയിലിലായില്ലേ, എല്ലാം അവസാനിച്ചില്ലേ, ഇനിയിപ്പോ വെറുതെ എന്തിനാ നമ്മൾ ടെൻഷൻ അടിക്കുന്നേ, ഇനി നമുക്ക് ഹാപ്പി ആയിട്ട് ജീവിച്ചാ പോരെ. അപ്പൊ സഞ്ജന അതിനു മുൻപ് നിന്റെ ഏട്ടന്റെ ബോഡി നമുക്ക് എവിടെയെങ്കിലും ഒഴിവാക്കണം. പിന്നെ വ്യോമെ നിനക്കറിയാത്ത ചില കാര്യങ്ങൾ കൂടി ഞാൻ ചെയ്തിട്ടുണ്ട്. അതായത് പ്യൂണിനോട് ഫാമിലി ഫ്രണ്ട് നഴ്സ് പറഞ്ഞത് നിങ്ങളുടെ സ്കൂളിൽ നിന്ന് ഒരു പെൺകുട്ടി അബോർഷന് വേണ്ടി ഹോസ്പിറ്റലിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത് മാത്രമാണ്. എന്നാൽ ഗണേശനെ കൺഫ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് താരയാണ് ആ പെൺകുട്ടിയെന്ന് ധരിപ്പിക്കാനാണ് സഞ്ജന താരയുടെ പേരും പറഞ്ഞിട്ട് താരയുടെ മാല ഗണേശന്റെ വീട്ടിലേക്ക് അയച്ചു കൊടുക്കുന്നത്. ശരിക്കും ആ ഒരു മ്യൂസിക് ഓഡീഷനില് താരയായിരുന്നു നല്ല അടിപൊളിയായിട്ട് വായിച്ചിട്ടുണ്ടായിരുന്നത്. എന്നാൽ പിന്നീട് കൈ വയ്യാന്ന് പറഞ്ഞിട്ട് സഞ്ജനയാണ് ആൽബിൻ സാറെ കൊണ്ട് അങ്ങനെ സെഡ്യൂസ് ചെയ്യുന്ന പോലെ വായിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ആ ഒരു കാര്യം പതിയെ ആൽബിന് മനസ്സിലായപ്പോ സഞ്ജനെ അവിടുന്ന് പറഞ്ഞയക്കാൻ നോക്കിയതാണ്. എന്നാൽ സഞ്ജനയില്ലേ പതിയെ സംസാരിച്ചുകൊണ്ട് ആൽബിനെ മദ്യം കുടിപ്പിക്കുകയാണ്. അങ്ങനെ ആൽബിൻ സാറിന്റെ ബോധം പതിയെ മങ്ങിയപ്പോ അങ്ങേരുടെ സമ്മതമില്ലാതെ അങ്ങേരുമായിട്ട് ഫിസിക്കൽ റിലേഷനിൽ ഏർപ്പെട്ടതാണ്. ഇതിന് മുൻപും ആൽബിന്റെ പേരില് ഒരു പെൺകുട്ടിയെ അബ്യൂസ് ചെയ്തതായിട്ട് ഒരു കേസ് ഉണ്ടായിരുന്നില്ലേ, ആ ഒരു സമയത്തും പെൺകുട്ടിയുടെ ഭാഗത്തായിരുന്നു തെറ്റുണ്ടായിരുന്നത്. അങ്ങനെ വീമിനോട് എല്ലാ സത്യങ്ങളും പറയാണ്. എന്നാൽ സഞ്ജനയുടെ ഓരോ പോക്ക് തെറ്റിൽ നിന്ന് തെറ്റിലേക്ക് പോകുന്നത് താരക മനസ്സിലായപ്പോ താര അവളെ വാൺ ചെയ്തിട്ടുണ്ട്. സഞ്ജന ഈ പോക്ക് നിനക്ക് നല്ലതിനല്ല, ഇതേപോലെ പോകാനാണെങ്കിൽ ഉറപ്പായിട്ടും നിന്റെ അമ്മയോട് എനിക്കെല്ലാം പറയേണ്ടി വരും. അന്ന് ശരിക്ക് ആൽബിൻ സാറെ സെഡ്യൂസ് ചെയ്തിട്ട് സഞ്ജന ഗർഭിണിയായില്ലേ, അതിനുശേഷം ഹോസ്പിറ്റലിലേക്ക് പോയപ്പോ ആ ഒരു നഴ്സിനോട് സഞ്ജന തന്റെ പേര് താരയാണെന്ന് മാറ്റി പറഞ്ഞതാണ്. എന്നാൽ പിന്നീട് ആ കാര്യം താര അറിഞ്ഞപ്പോ സഞ്ജനയുമായിട്ട് ഫൈറ്റ് ആവാണ്. അപ്പോ വല്ലാതെ ദേഷ്യം വന്നപ്പോ സഞ്ജനയിലെ അവളുടെ നോക്ക് മർമ്മം വെച്ചിട്ട് താരയെ ബോധം കെടുത്താണ്. അതിനുശേഷമാണ് ആ ഒരു വെള്ളക്കെട്ടില് അവളെ കൊണ്ടുപോയിടുന്നത്. കുറച്ചു നേരത്തെ അവര് രണ്ടുപേരും മാനുവിനെ കൊലപ്പെടുത്തിയിരുന്നില്ലേ, അങ്ങനെ അവന്റെ ബോഡി അവിടെ നിന്ന് എടുത്തുകൊണ്ടുവന്ന് നോക്കുമ്പോ അവിടെ മാനുവിനെ കാണുന്നില്ല. അപ്പോഴാണ് ശരിക്കും എന്താ സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് മാനുവിനെ നോക്കുമർമ്മത്തില് സഞ്ജന കൺട്രോൾ ചെയ്തില്ലേ, സഞ്ജനയാണ് ഇതിന്റെയൊക്കെ പിന്നിലെന്ന് നേരത്തെ വ്യോമിന് അറിഞ്ഞപ്പോ തന്നെ നോക്കുമർമ്മത്തിന്റെ എഫക്ട് എങ്ങനെയാണ് ഇല്ലാണ്ടാക്കേണ്ടതെന്ന് വ്യോമം ശരിക്കും പഠിച്ചിരുന്നു. അപ്പോ അത് റിമൂവ് ചെയ്യാനാണ് അവന്റെ ഏട്ടൻ മാനുവിനെ അവൻ അടിച്ചത്. അങ്ങനെ സഞ്ജനയുടെ ശ്രദ്ധ തിരിക്കാനാണ് അവളുടെ കൂടെ നിൽക്കുന്ന പോലെ വ്യോമ് അവളെ തെറ്റിദ്ധരിപ്പിച്ചതും. അങ്ങനെ മാനവ് അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോയതാണ്. അങ്ങനെ മാനുവിനെ തേടി നോക്കുന്ന പോലെ കുറച്ച് ദൂരത്തേക്ക് മാറിയിട്ട് പോലീസിനെ ഇൻഫോം ചെയ്യാൻ നോക്കാണ്. എന്നാൽ അതിനുള്ളിൽ ആ കാഴ്ച സഞ്ജന കണ്ടിട്ട് അങ്ങോട്ടേക്ക് പാഞ്ഞു വരികയാണ്. ആഹാ, നീയും എന്നെ ചതിക്കാൻ നോക്കാല്ലേ. അങ്ങനെ വ്യോമിനെ പിടിച്ചു വലിച്ച് ആ ഒരു വെള്ളക്കെട്ടിലേക്ക് കൊണ്ടുവരികയാണ്. അവള് വ്യോമിനെ വെള്ളത്തിൽ മുക്കി കൊല്ലാൻ നോക്കുമ്പോൾ അതിനുള്ളിൽ മാനവ് നേരെ ഓടിപ്പോയത് നമ്മുടെ പോലീസ് ഇൻസ്പെക്ടറിനോട് കാര്യം പറയാനാണ്. അവരും കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പോലീസും മാനവ് എല്ലാവരും കൂടി സഞ്ജനെ കൺട്രോൾ ചെയ്യാൻ നോക്കാണ്. എന്നാൽ നോക്കുമ്പോൾ വെള്ളത്തില് വ്യോമിനെ അവനെ കാണുന്നില്ല. അവനിനി എന്തെങ്കിലും സംഭവിച്ചോ ഒന്നും നമ്മൾ കാണുന്നില്ല. സഞ്ജനെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയില്ലേ. അങ്ങനെ അടുത്ത ദിവസം നമ്മുടെ ശീതള് ഫുള്ള് റിക്കവർ ആയിട്ടുണ്ട്. അങ്ങനെ വ്യോമിനെ കാണാൻ വരികയാണ്. അപ്പോൾ വ്യോമിനെ അവനൊന്നും പറ്റിയിട്ടില്ല. അങ്ങനെ ആനയില്ലേ അവര് സ്റ്റേ ചെയ്ത ആ ഒരു വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറുകയാണ്. അപ്പോഴാണ് ഫ്രണ്ട്സ് ചോദിക്കുന്നത്, അല്ല പോലീസോ നിന്റെ ഏട്ടനോ നിന്നെ രക്ഷിക്കാൻ പറ്റിയില്ലല്ലോ, പിന്നെ നീ എങ്ങനെയാ പൊന്തി മുകളിലേക്ക് വന്നേ? ഇനിയിപ്പോ നിന്നെ രക്ഷപ്പെടുത്തിയത് ആ ഒരു രാഘവിന്റെ ആത്മാവാണോ? അപ്പോഴാണ് വ്യോമില്ലേ ശരിക്ക് എന്താ സംഭവിച്ചതെന്ന് ഒന്ന് ഓർത്തു നോക്കുന്നത്. ശരിക്കും ആ ഒരു വെള്ളത്തിൽ നിന്ന് അവനെ രക്ഷിക്കാൻ വന്നത് അത് രാഘവല്ല, മറിച്ച് താരയുടെ ആത്മാവായിരുന്നു. എന്നാൽ ആ ഒരു കാര്യം പറഞ്ഞാല്
ഫ്രണ്ട്സ് വിശ്വസിക്കില്ല എന്നവൻ ഉറപ്പായതുകൊണ്ട് അവനത് ആരോടും പറയുന്നില്ല. അങ്ങനെ കൂട്ടുകാരോട് ബൈ ഒക്കെ പറഞ്ഞിട്ട് പുതിയൊരു വീട്ടിലേക്ക് മാറാൻ പോവാണ്. അപ്പോഴാണ് അവനില്ലേ കുറച്ച് ദൂരെ നിന്നിട്ട് താര അവനെ നോക്കുന്ന പോലെ കാണുന്നേ. അതായത് താരയുടെ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തിയത് വ്യൂമല്ലേ, അവൾക്ക് നീതി വാങ്ങിക്കൊടുത്തും അവനല്ലേ. അപ്പോൾ അവനോട് നന്ദി പറയാനാണ് അവളുടെ ആത്മാവ് വന്നതെന്ന് കാണിച്ചുകൊണ്ട് ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു കഥ? അത്യാവശ്യം അടിപൊളി ട്വിസ്റ്റൊക്കെ ഉണ്ടായിരുന്ന കീട്ടിലൊരു സീരീസ് ആയിരുന്നില്ലേ. അപ്പോൾ ഈ ഒരു കഥ ഇഷ്ടപ്പെട്ടാൽ എല്ലാ കൂട്ടുകാരും മറക്കാതെ ഈ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇതിലും അടിപൊളി കഥകൾ നിങ്ങൾക്ക് വേണ്ടി തേടി ഞാൻ എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ മറ്റൊരു അടിപൊളി കഥയുമായിട്ട് കാണും വരേക്കും ഇത് നിങ്ങളുടെ ട്വിസ്റ്റ് മലയാളി സീരീസ്. ടാറ്റ, ബൈ ബൈ.